Hi dear students, good morning. Welcome to NEET 2026 Rank Revolution series. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുവോളജിയിലെ +1 ആൻഡ് +2 ടോപ്പിക്കിലുള്ള പോർഷൻസ് ആണ്. കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എൻ്റെ പേര് പറഞ്ഞേക്കാം. എൻ്റെ പേര് ഷെറിൽ. ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ സുവോളജി ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ 2 മണിക്കൂർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു സുവോളജിയിലെ +1 +2 ടോപ്പിക്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ എക്സാംസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ മാക്സിമം ആൻസേഴ്സ് തരിക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാമേ. ഇൻ ദ ഗിവൺ ടാക്സോണമിക് കാറ്റഗറീസ് which hierarchical arrangement in descending order is correct in the case of wheat? അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ലിവിങ് വേൾഡിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലിവിങ് വേൾഡിൽ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനമായിട്ട് നമുക്കൊരു കോളം തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മാംഗോ, വീറ്റ്, ഹൗസ് ഫ്ലൈ അങ്ങനെയുള്ള ആൾക്കാരുടെ ഫാമിലി, ക്ലാസ്, ഓർഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചിരിക്കണം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഡിസെൻഡിങ് ഓർഡറിൽ, വീറ്റിൻ്റെ കേസിൽ വരുന്ന ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് ഹയറാർക്കിയൽ ഓർഡർ ഒന്ന് എഴുതാൻ നോക്കാമേ. നിങ്ങൾക്ക് ഹയറാർക്കിയൽ ഓർഡർ എന്തായാലും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഹയറാർക്കിയൽ ഓർഡർ ഡിസെൻഡിങ് ഓർഡറിൽ, അതായത് ഡിസെൻഡിങ് രീതിയിൽ, കുറഞ്ഞു വരുന്ന രീതിയിൽ എഴുതാൻ നോക്കാം. ഇപ്പോൾ സാധാരണ പ്ലാന്റ് ആണെങ്കിലും ആനിമൽ ആണെങ്കിലും ഏറ്റവും ഫസ്റ്റ് ടോപ്പിൽ വരുന്ന കിങ്ഡം ആയിരിക്കും അല്ലേ. കിങ്ഡം കഴിഞ്ഞ് ആനിമൽ ആണെങ്കിൽ ഏതായിരിക്കും വരുന്നതെന്ന് കമൻറ്റ് ചെയ്യാമോ? കിങ്ഡം ആണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഹയറാർക്കിയൽ കാറ്റഗറി. അത് കഴിഞ്ഞ് വരുന്ന ആനിമലിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും അടുത്ത ഹയറാർക്കിയൽ കാറ്റഗറി ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? നിങ്ങൾ എന്തുമാത്രം പഠിച്ചു എന്ന് നോക്കട്ടെ. ഒരാൾ ഓൾറെഡി നേരത്തെ ഫുൾ ഹയറാർക്കിയൽ ഓർഡർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിങ്ഡം കഴിഞ്ഞാൽ അനിമാലിയയുടെ കേസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും, ആനിമൽസിൻ്റെ ഒക്കെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും അടുത്ത ഡിസെൻഡിങ് ഓർഡറിൽ വരുന്ന അടുത്ത ഹയറാർക്കിയൽ കാറ്റഗറി ഏതായിരിക്കും? യെസ്, ആൻസർ പറയുന്നുണ്ട്, ഫൈലമാണ്. പക്ഷേ ഒരു കാര്യം കൂടെ ഓർക്കണം, ആനിമൽസിൻ്റെ കേസ് പറയുമ്പോഴാണ് ഫൈലം എന്ന് പറയുന്നത്. പ്ലാന്റ്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഏതായിരിക്കും? ഡിവിഷനാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് ഫൈലം എന്ന് പറയുന്നത് എന്ത് ചേർന്ന് വരുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഫൈലം എന്ന് പറയുന്നത്? കുറേ ക്ലാസ്സുകളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫൈലം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫൈലം കഴിഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറിലേക്ക് പോയാൽ ക്ലാസ് ആയിരിക്കും. ഇനി ക്ലാസ് കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോകുന്നത് ഏതായിരിക്കും? ക്ലാസ് കഴിയുമ്പോൾ നേരെ ഓർഡർ, ഓർഡർ കഴിഞ്ഞാൽ ഫാമിലി, ഫാമിലി നേരെ ജീനസ്, ജീനസ് നേരെ സ്പീഷീസ്. ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്. അസെൻഡിങ്ങിലായിരുന്നെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ പൊക്കത്തേക്ക് ആരോ മാർക്ക് ഇട്ട് കൊടുത്താനെ. കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിസെൻഡിങ് ഓർഡർ അല്ലേ. അപ്പോൾ ഡിസെൻഡിങ് ഓർഡറിൽ വരുമ്പോൾ ഏറ്റവും സിമ്പിൾ യൂണിറ്റ് ആയിട്ട് വരുന്നത് സ്പീഷ്യസുകളാണ്. അപ്പോൾ ഓർഡർ നമുക്കറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് വീറ്റിൻ്റെ കാറ്റഗറിയിൽ കറക്റ്റായിട്ട് വരുന്ന ഏതാന്ന് നോക്കണം കേട്ടോ. മോണോകോട്ടിലിഡോണെ, ആൻജിയോസ്പേമെ, പൊയേൽസ്, പൊയേസിയെ. ഇതൊരു കറക്റ്റ് ഓർഡർ ആണോ? അല്ലല്ലോ. കാരണം ആൻജിയോസ്പേമെ എന്ന് പറയുന്നതാണ് ഈ പ്ലാന്റ്സിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് അല്ലേ. മോണോകോട്ടിലിഡോണെ എന്ന് പറയുന്നത് ക്ലാസ് ആണ്. അപ്പോൾ ആദ്യം ഏതാ വരേണ്ടത്? ഡിവിഷൻ വന്നിട്ട് വേണം ക്ലാസ് വരാനല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി അതുപോലെ തന്നെ പൊയേൽസും പൊയേസിയയും, പൊയേസിയാണ് ഫാമിലി, പൊയേൽസ് ഓർഡർ, അത് പിന്നെയും കറക്റ്റാണ്. തെറ്റ് വന്നത് ഇവിടെയാണ്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കിക്കേ, ആൻജിയോസ്പേമെ, മോണോകോട്ടിലിഡോണെ, പൊയേൽസ്, പൊയേസിയെ. കറക്റ്റ് അല്ലേ? സോ ആൻസർ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ 2 എന്നാണ് കേട്ടോ. ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ എല്ലാവരും ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. പൊയേൽസ്, ആൻജിയോസ്പേമെ, മോണോകോട്ടിലിഡോണെ, പൊയേസിയെ. അവിടെ എന്താ തെറ്റ് വന്നേ? ആൻജിയോസ്പേമെ, മോണോകോട്ടിലിഡോണെ, അത് കഴിഞ്ഞിട്ട് വേണം ഓർഡർ ആയിട്ടുള്ള പൊയേൽസ് വരാനായിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റി. ഇനി നാലാമത്തെ നോക്കിക്കേ, ആൻജിയോസ്പേമെ, പൊയേൽസ്, മോണോകോട്ടിലിഡോണെ, പൊയേസിയെ. അതും തെറ്റല്ലേ. എവിടെയാണ് തെറ്റ് വന്നേ? പൊയേൽസ് നേരത്തെ വന്നു അല്ലേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 2 എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. ആനിമൽ കിങ്ഡത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വേഗം ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. Observe the diagram of organism A and B
ആൻഡ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദം. അപ്പം നമുക്ക് 2 ഫിഗർ തന്നിട്ടുണ്ട്. ആദ്യം ആ ഫിഗർ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻ ആൻസർ തരാനായിട്ട്. അപ്പം നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത് ഏത് ഓർഗാനിസം ഈ ഫിഗറിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്? ഫിഗറിൻ്റെ അകത്ത് നമുക്ക് ഒരു മെയിലും കാണാൻ പറ്റും, ഒരു ഫീമെയിൽ ഓർഗാനിസത്തിനെയും കാണാൻ പറ്റും. അപ്പോൾ ഇത് ആഷൽമിന്തസ് എന്ന് പറഞ്ഞ ഫൈലത്തിൽ വരുന്ന 2 മെമ്പേഴ്സാണ് കേട്ടോ. ആഷൽമിന്തസ് ഫൈലത്തിൽ വരുന്ന 2 മെമ്പേഴ്സാണ്. ഇനി ആഷൽമിന്തസിൽ തന്നെ ഏത് ഓർഗാനിസം ഇതെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാമോ? നമുക്ക് ഈ ഫിഗറിൽ തന്നിരിക്കുന്നത് ആഷൽമിന്തസ് എന്ന് പറയുന്ന ഫൈലത്തിലെ ഏത് ആനിമലിനെ കാണിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? എയും ബിയും. റൗണ്ട് വേം. റൗണ്ട് വേമിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? റൗണ്ട് വേം എന്ന് പറയുന്നത് അതിൻ്റെ കോമൺ നെയിമാണേ. അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്ന് പറയാൻ പറ്റുമോ? യെസ്, റൗണ്ട് വേം കറക്റ്റ് ആണ്. റൗണ്ട് വേമിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താ? യെസ്, അസ്കാരിയാസ്. അസ്കാരിയാസ് എന്നാണ് സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഇനി ആഷൽമിന്തസിൻ്റെ ഒക്കെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും അവർ സെക്ഷുവൽ ഡൈമോർഫിസം കാണിക്കുന്നവരാണ്. അതായത് മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിലും കാണും, ഒരു ഫീമെയിലും കാണും. ഇനി അവർ, അല്ലെങ്കിൽ നമുക്ക് ജനറലി പറയാം ഡയേഷ്യസ് ആണ്. ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ സെക്സസ് സെപ്പറേറ്റഡ് ആണ്. ഒരു മെയില് കാണും, ഒരു ഫീമെയിലും കാണും. ഇനി ഇവരുടെ കേസിൽ ഈ സെക്സസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ നോക്കാവേ. ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ കാറ്റഗറിയിൽ ആഷൽമിന്തസിൽ വരുമ്പോഴത്തേക്കും ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ് എന്നാണ്. യെസ്, കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽ. അപ്പോൾ തന്നിരിക്കുന്ന ഫിഗറിൽ ഫീമെയിലിനെ കണ്ടുപിടിക്കുന്ന ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇതിൻ്റെ അകത്ത് ആരാണ് ലോങ്ങർ എന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്കറിയാം ബി ആണ് ഇതിൻ്റെ അകത്ത് ലോങ്ങർ. സോ ബി ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഫീമെയിൽ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന ആരായിരിക്കും? മെയിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തേ. ഇനി നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. എ ആൻഡ് ബി ആർ ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഫോംസ് റെസ്പെക്റ്റീവ്ലി ഓഫ് എ ഗ്രൂപ്പ് വിത്ത് സീലോമേറ്റ് ഓർഗനൈസേഷൻ. A and B are the female and male members respectively of a group exhibiting sexual dimorphism. A and B are the male and female members respectively of a group having a well-developed muscular pharynx. A and B are female and male members respectively of a group containing dioecious nature. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് പറയാമോ? ഈ ഫിഗർ നോക്കിയിട്ട് ഈ ഫിഗറിന് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന ആൻസർ ഏതാണെന്ന് പറയാമോ? ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ആൻസർ പറയുന്നുണ്ട്. ആൻസർ കിട്ടാത്തവരൊക്കെ ഒന്നോടെ വായിച്ച് നോക്കിയിട്ട് ആൻസർ ഒന്ന് പറഞ്ഞേ. അപ്പം ഞാൻ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പോവാം കേട്ടോ. എ ആൻഡ് ബി ആർ ദി മെയിൽ ആൻഡ് ഫീമെയിൽ ഫോംസ് റെസ്പെക്റ്റീവ്ലി. റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞുകൊണ്ട് അത് കറക്റ്റായിട്ട് തന്നെ വരണം. എ എന്ന് പറയുന്ന മെയിലാണ്, ബി എന്ന് പറയുന്ന ഫീമെയിലാണ്. ഓക്കെ. ഓഫ് എ ഗ്രൂപ്പ് വിത്ത് സീലോമേറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ യൂസീലോമേറ്റ് ഓർഗനൈസേഷൻ. എന്ത് ഈ യൂസീലോമേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു ട്രൂ ബോഡി ക്യാവിറ്റി സീലോം ഉള്ളവരെയാണ് നമ്മൾ യൂസീലോമേറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ദേ ഇവിടെ നോക്കിക്കേ, ഇത് ഗട്ട് വോള്, ഇത് ബോഡി വോള്. അപ്പം ഗട്ട് വോളിനും ബോഡി വോളിനും ഇടയ്ക്ക് ഇതുപോലൊരു ക്യാവിറ്റി ഉണ്ടെങ്കിൽ അവരെ നമുക്ക് സീലോമേറ്റ്സ് എന്ന് പറയാം. പക്ഷെ അങ്ങനെ ഒരു ക്യാവിറ്റി മാത്രം ഉണ്ടായാൽ അത് ട്രൂ സീലോമ എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ഇവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഈ 2 ക്യാവിറ്റീനെയും ലൈൻ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ്ലി ആര് വരണം? മീസോഡാം വരണം. ഈ ക്യാവിറ്റീനെ ലൈൻ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ്ലി മീസോഡാം ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നമ്മൾ ട്രൂ സീലോം, ഈ ട്രൂ സീലോം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു ടേമാണ് യു സീലോം എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ സാധാരണ നമ്മൾ പറയുമ്പോഴത്തേക്കും പോറിഫെറ തൊട്ട് പ്ലാറ്റിഹെൽമിന്തസ് വരെയുള്ള ഫൈലത്തിലെ മെമ്പേഴ്സ് എല്ലാം എസ്സിലോമേറ്റാ. എന്ന് വെച്ചാൽ അവർക്ക് നടുക്ക് ഇതുപോലൊരു ക്യാവിറ്റിയെ കാണത്തില്ല, അതുകൊണ്ട് അവർ എസ്സിലോമേറ്റാ. ഇനി അടുത്ത ഫൈലം വരുന്നത് ആഷൽമിന്തസ്. ആഷൽമിന്തസിൻ്റെ കേസിൽ കാര്യം പറഞ്ഞാൽ ക്യാവിറ്റിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ക്യാവിറ്റിയൊക്കെ കാണും. പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വേറൊരു കണ്ടീഷനും കൂടെ ഞാൻ പറഞ്ഞായിരുന്നു. ഈ മീസോഡം കംപ്ലീറ്റ്ലി ലൈൻ ചെയ്ത് കാണപ്പെടണം അല്ലേ. ഈ അഷ്ലീലോമൈറ്റ്സിൻ്റെ കേസിലേക്ക് അല്ലെങ്കിൽ ഈ ആഷൽമിന്തസിൻ്റെ കേസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ക്യാവിറ്റീനെ ലൈൻ ചെയ്ത് കംപ്ലീറ്റ്ലി മീസോഡം കാണത്തില്ല.
മീസോഡം അവിടെ ഇവിടെയും കുറച്ച് പൗച്ചായിട്ടായിരിക്കും കാണപ്പെടുക. അതുകൊണ്ട് ക്യാവിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്യാവിറ്റി ഉണ്ട്, പക്ഷേ അതൊരു ട്രൂ ക്യാവിറ്റി അല്ല. അതുകൊണ്ട് നമ്മൾ അവർക്ക് എന്ത് പേരിട്ടു? സ്യൂഡോസീലോമേറ്റ്സ്. സ്യൂഡോ എന്ന് വെച്ചാൽ എന്താ? ഫോൾ സീലോം ഉള്ളവരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ യൂസീലോമേറ്റ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ അതാ തെറ്റ് വന്നത്. സ്യൂഡോസീലോമേറ്റ്സ് എന്ന് പറയുന്നതാണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. സ്യൂഡോസീലോമേറ്റ്. സോ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റി. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാവേ. എ ആൻഡ് ബി ആർ ദ ഫീമെയിൽ ആൻഡ് മെയിൽ മെമ്പേഴ്സ് റെസ്പെക്റ്റീവ്ലി ഓഫ് എ ഗ്രൂപ്പ് എക്സിബിറ്റിംഗ് സെക്ഷുവൽ ഡൈമോർഫിസം. എ എന്ന് പറയുന്നത് ഫീമെയിൽ അല്ലല്ലോ, മെയിൽ അല്ലേ, അപ്പം തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിയേ. ഇനി ബി എന്ന് പറയുന്നത് ഫീമെയിലുമാണ്. ബാക്കി കറക്റ്റാണ്, ഇവിടെ മാത്രം ഒരു തെറ്റ് വന്നുള്ളൂ. ബാക്കി ഗ്രൂപ്പ് എക്സിബിറ്റിംഗ് സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയുന്നത് കറക്റ്റായിരുന്നു. സോ രണ്ടാമത്തെ ഓപ്ഷനും ഇൻകറക്റ്റായി. ഇനി എ ആൻഡ് ബി ആർ ദ മെയിൽ ആൻഡ് ഫീമെയിൽ മെമ്പേഴ്സ് റെസ്പെക്റ്റീവ്ലി ഓഫ് എ ഗ്രൂപ്പ് ഹാവിംഗ് എ വെൽ ഡെവലപ്ഡ് മസ്കുലാർ ഫയറിങ്സ്. കറക്റ്റ് അല്ലേ? നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആഷൽമിന്തസിൻ്റെ ഒക്കെ കേസിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് ഒരു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് പറയുന്നത്. ഇനി അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ആഷൽമിന്തസിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്ത് നോക്കുമ്പോൾ അവിടെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മസ്കുലാർ ഫയറിങ്സിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ് കേട്ടോ. പറഞ്ഞവരെല്ലാം കറക്റ്റായിട്ട് തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ 3 ആണ്. ഇനി ലാസ്റ്റ് നോക്കിക്കേ. എ ആൻഡ് ബി ആർ ഫീമെയിൽ ആൻഡ് മെയിൽ മെമ്പേഴ്സ് റെസ്പെക്റ്റീവ്ലി ഓഫ് എ ഗ്രൂപ്പ് കണ്ടെയ്നിങ് ഡയേഷ്യസ് നേച്ചർ. അപ്പോൾ ഇവിടെയും തെറ്റെന്താ? എ ഫീമെയിൽ അല്ല, മെയിലാണ്. ബി എന്ന് പറയുന്നതാണ് ഫീമെയിൽ. എന്ത് ഡയേഷ്യസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഒരു മെയിൽ ഇൻഡിവിജ്വലും കാണും, ഒരു ഫീമെയിൽ ഇൻഡിവിജ്വലും കാണും. അവരെ നമ്മൾ ജനറലി പറയുന്ന പേരാണ് ഡയേഷ്യസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനും നമ്മുടെ ആനിമൽ കിങ്ഡത്തിൽ നിന്ന് നോൺ കോഡേറ്റ് എന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വേഗം വായിച്ചു നോക്കിക്കേ. എ റിസർച്ചർ ബ്ലോക്സ് ദ ഫങ്ഷൻ ഓഫ് മൽപീജിയൻ ട്യൂബ്യൂൾസ് ഇൻ ആൻ ഇൻസെക്ട്. വാട്ട് വിൽ ബി ദ ഇമ്മീഡിയറ്റ് കോൺസിക്വൻസ്? ഒരു ഇൻസെക്റ്റിൻ്റെ കേസിൽ മാൽപീജിയൻ ട്യൂബ്യൂളിനെ ഒരു റിസർച്ചർ എന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്ത് വെച്ചു. അതിൻ്റെ ഫങ്ഷനെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ഇൻസെക്റ്റിലുണ്ടാകുന്ന ഫർദർ കോൺസിക്വൻസസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻപെയർഡ് ലോക്കോമോഷൻ, ഫെയിലിയർ ഓഫ് എക്സ്ക്രീഷൻ ലീഡിങ് ടു അക്യൂമുലേഷൻ ഓഫ് വേസ്റ്റ് പ്രോഡക്റ്റ്, ലോസ് ഓഫ് റെസ്പിറേഷൻ, റെഡ്യൂസ്ഡ് ഫെർട്ടിലൈസേഷൻ. ഏതായിരിക്കും ആൻസർ വരുന്നത്? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണേ. മാൽപീജിയൻ ട്യൂബ്യൂളിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ആൻസർ കറക്റ്റായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. മാൽപീജിയൻ ട്യൂബ്യൂളിൻ്റെ ഫംഗ്ഷൻ എന്താ? ആർത്രോപോഡിൽ ഇൻസെക്റ്റുകളുടെ കേസിൽ എക്സ്ക്രീറ്ററി സ്ട്രക്ചറായിട്ട് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത് കേട്ടോ. അവൻ്റെ എക്സ്ക്രീറ്ററി വേസ്റ്റിനെ പുറത്തേക്കൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് മാൽപീജിയൻ ട്യൂബ്യൂൾ. അത് ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ അവരുടെ എക്സ്ക്രീഷനെ അത് അഫക്റ്റ് ചെയ്യും. എക്സ്ക്രീറ്ററി വേസ്റ്റ് പ്രോഡക്റ്റ് അവരുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യും. ആൻസർ സിമ്പിളാണ്. ആൻസർ ഏത് വരുന്നത്? ആൻസർ ഓപ്ഷൻ 2 ആണ് കേട്ടോ. ഇനി ഇൻപെയർഡ് ലോക്കോമോഷൻ. കാരണം ഈ മാൽപീജിയൻ ട്യൂബ്യൂളിൽ ലോക്കോമോഷനിലൊന്നും റോളില്ലേ. അവർ ലോക്കോമോഷൻ നടത്തുന്നത് എങ്ങനെ വെച്ചിട്ടാ? ഈ പേര് തന്നെ എന്താ കാണിക്കുന്നത്? ആർത്രോപോഡ എന്നാണല്ലേ. അതായത് അവർക്ക് ലോക്കോമോഷൻ കാണിക്കണമെങ്കിൽ ജോയിൻറ്റഡ് ആയിട്ടുള്ള അപ്പൻഡേജുകളുണ്ട്. ഇപ്പോൾ ഒരു കോക്രോച്ചിൻ്റെ ഒക്കെ കേസ് എടുത്ത് നോക്കിയാൽ അവർക്ക് വാക്കിംഗ് ലെഗ്സ് ഉണ്ട്. അത് വെച്ചിട്ടാണ് അവർ ലോക്കോമോഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ലോക്കോമോഷനൊന്നും അത് അഫക്റ്റ് ചെയ്യത്തില്ല. ഇനി അതുപോലെ ലോസ് ഓഫ് റെസ്പിറേഷൻ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇൻസെക്റ്റുകളെ പറ്റിയാണ്. ഇൻസെക്റ്റിൻ്റെ ഏത് സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുമ്പോഴായിരിക്കും റെസ്പിറേഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത്? ഇൻസെക്റ്റുകളിൽ ഏത് സ്ട്രക്ചർ അഫക്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അവരുടെ റെസ്പിറേഷനെ അത് അഫക്റ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത്? ഒന്ന് കമൻറ്റ് ചെയ്യാവോ? ക്വസ്റ്റിനകത്ത് ഇപ്പോൾ ഇവിടെ മാൽപീജിയൻ ട്യൂബ്യൂളിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മാൽപീജിയൻ ട്യൂബ്യൂളാണ് അഫക്റ്റഡ് എങ്കിൽ എക്സ്ക്രീഷനെയാണ് അത് ബാധിക്കുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ആർത്രോപോഡുകളുടെ കേസിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇൻസെക്റ്റുകളുടെ കേസിൽ ഏത് സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് സ്ട്രക്ചറിന് ഡാമേജ് ഉണ്ടാകുമ്പോഴാണ് റെസ്പിറേഷനെ അത് അഫക്റ്റ് ചെയ്യുന്നത്? ഒരാൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ്. ഇൻസെക്റ്റുകളുടെ റെസ്പിറേറ്ററി മെക്കാനിസം അല്ലെങ്കിൽ റെസ്പിറേറ്ററി സ്ട്രക്ചർ എന്താണെന്ന് ഓർത്താൽ മതി. ഇൻസെക്റ്റുകളുടെ കേസിൽ റെസ്പിറേഷൻ ഈസ് ത്രൂ ട്രക്കിയൽ സിസ്റ്റം.
ഇപ്പം ട്രക്കിയയ്ക്ക് എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ ട്രക്കിയ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തില്ലെങ്കിലോ ആൻസർ ദ ലോസ് ഓഫ് റെസ്പിറേഷനിലേക്ക് വരും. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന മാൽപീജിയൻ ട്യൂബ്യൂൾ ആയതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ആൻസർ തന്നെയാണ് കറക്റ്റ്. ആൻസർ ഓപ്ഷൻ 2 ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. A fish is observed to maintain its position in water without continuous swimming. Which structure is primarily responsible for this ability? Operculum, cycloid scale, gills, air bladder. ഒരു ഫിഷ് വെള്ളത്തിൽ അതിൻ്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുവാണ്, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഫിഷ് വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ അതിനെ ആ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ അതിനെ ഹെൽപ്പ് ചെയ്ത സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻസർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, NCERT-യിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഏത് സ്ട്രക്ചർ ആയിരിക്കും ഈ ഫിഷിനെ അങ്ങനെ കണ്ടിന്യൂസ് സ്വിം ചെയ്യാതെ എന്നാൽ വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ? ഓപ്ഷൻ 4 എയർ ബ്ലാഡർ ആണ് കേട്ടോ. എയർ ബ്ലാഡറിന് വേറൊരു പേരും കൂടെ ഉണ്ട്. എയർ ബ്ലാഡറിൻ്റെ മറ്റൊരു പേര് സ്വിം ബ്ലാഡർ എന്നാണ് കേട്ടോ. സ്വിം ബ്ലാഡർ. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ എയർ ബ്ലാഡർ അല്ലെങ്കിൽ സ്വിം ബ്ലാഡർ കാണുന്ന ടൈപ്പ് ഓഫ് ഫിഷസ് അല്ലെങ്കിൽ ഏത് ക്ലാസ് ഓഫ് ഫിഷസിലാണ് ഈ എയർ ബ്ലാഡർ കാണപ്പെടുന്നത്? ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ഫോം ചെയ്തേക്കുക. എയർ ബ്ലാഡറിൻ്റെ പ്രസൻസ് ഉള്ളത് ഏത് ക്ലാസ് ഓഫ് ഫിഷസിലാണ്? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഏത് ക്ലാസ് ഓഫ് ഫിഷസിലാണ് എയർ ബ്ലാഡർ കാണുന്നത്? ആൻസർ പറഞ്ഞേ. ഏത് ക്ലാസ് ഓഫ് ഫിഷസിലാണ് എയർ ബ്ലാഡറിൻ്റെ പ്രസൻസ് ഉള്ളതെന്നാണ് നമ്മൾ NCERT-യിൽ പഠിച്ചിരിക്കുന്നത്? യെസ്, ഒരാൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അടുത്തയാൾ പറഞ്ഞിട്ടുണ്ട്, തീർത്ത പറഞ്ഞിട്ടുണ്ട്, അസിൻ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി അദിത് സച്ചിൻ കറക്റ്റാണ്. രോഹിത് കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് 2 ക്ലാസ് ഓഫ് ഫിഷസിനെ പറ്റിയാണ് അല്ലേ. സൂപ്പർ ക്ലാസ് പിസസിൽ വരുന്ന 2 ക്ലാസ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന ഫിഷിൻ്റെ എൻഡോസ്കെൽട്ടൺ കാർട്ടിലേജിനസ് ആണെങ്കിൽ ആ ക്ലാസിൻ്റെ പേരിടേണ്ടത് ക്ലാസ് കോൺട്രിത്തൈസ്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിഷിൻ്റെ എൻഡോസ്കെൽട്ടൺ ബോൺ വെച്ചാണ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഫിഷ് വരുന്ന ക്ലാസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്ലാസ് ഓസ്റ്റിത്തൈസ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഡിഫറൻസ് കിട്ടിയല്ലോ. ഫസ്റ്റ് ഇവരെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൺ ആയിരിക്കും ഇവർക്ക് കാണപ്പെടുക. കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൺ. ഓസ്റ്റിത്തൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ബോണി എൻഡോസ്കെൽട്ടൺ. ബോണി എൻഡോസ്കെൽട്ടൺ. ഇനി അടുത്തത് നമുക്ക് വേറൊരു ഡിഫറൻസ് പറയാമേ. ഇവരുടെ ഹാബിറ്റാറ്റ് വെച്ച് പറയാം. നിങ്ങളോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൽ ആരാണ് എക്സ്ക്ലൂസീവ്ലി മറൈൻ? ഏത് ഫോമിനെ എക്സ്ക്ലൂസീവ്ലി ഓഷ്യൻ അല്ലെങ്കിൽ മറൈൻ ഫോം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? ഇതിൽ ഏത് ക്ലാസ്സിൽ വരുന്ന മെമ്പേഴ്സിനെയാണ്? ഓസ്റ്റിത്തൈസിലാണോ കോൺട്രിത്തൈസിൽ വരുന്ന ഫിഷുകളെയാണോ പ്യുവർലി കടൽ മാത്രം അല്ലെങ്കിൽ ഓഷ്യനിൽ മാത്രം കാണാൻ പറ്റുന്ന ഏത് ഫോംസിനെയാണ്? വേഗം പറഞ്ഞേ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. എക്സ്ക്ലൂസീവ്ലി മറൈൻ ഫോം ആയിട്ട് വരുന്നത് ഇതിലേത് ക്ലാസ് ഓഫ് ഫിഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് ക്ലാസ് ഓഫ് ഫിഷസിലായിരിക്കും? തീർത്ത കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആദിത്യ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവരെല്ലാം പറഞ്ഞിരിക്കുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ കോൺട്രിത്തൈസ. അപ്പം കറക്റ്റാണ്. എക്സ്ക്ലൂസീവ്ലി മറൈൻ ഫോംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ക്ലാസ് ഓസ്റ്റിത്തൈസിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാം ഉണ്ട്. ബോത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ ഫോം. അപ്പം ഞാൻ ഇതിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു മറൈൻ ഫോമിൻ്റെ എക്സാമ്പിൾ പറഞ്ഞേ. ഓസ്റ്റിത്തൈസിൽ വരുന്ന ഒരു മറൈൻ ഫോമിൻ്റെ എക്സാമ്പിൾ പറഞ്ഞേ. നമ്മൾ ഓരോ പോയിന്റ് പഠിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യണം സ്വന്തമായിട്ട്. ഒരു മറൈൻ ഫോം, ഓസ്റ്റിത്തൈസിൽ വരുന്ന ഒരു മറൈൻ ഫോമിൻ്റെ എക്സാമ്പിൾ പറയണം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫ്രഷ് വാട്ടർ, മറൈന്, അക്വേറിയം ഫോംസ് എന്ന് പറഞ്ഞ് 3 കാറ്റഗറിയിൽ എക്സാമ്പിൾ തന്നേക്കുന്നത്. അതിൽ ഒരു മറൈൻ ഫോമിൻ്റെ പേര് പറയാനാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്.
ഓക്കെ, തീർത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കോമൺ നെയിമാണ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്ന് പറയാമോ? ഇപ്പോൾ കറക്റ്റാണ് കേട്ടോ. ഞാൻ ചോദിച്ചത് ഓസ്റ്റിത്തൈസിൽ വരുന്ന ഒരു മറൈൻ ഫോമിൻ്റെ പേരാണേ. ഓക്കെ, സോ എക്സാമ്പിളായിട്ട് നമുക്ക് എക്സോസോയിറ്റസ് പറയാം. എക്സോസോയിറ്റസ് എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ് ഫിഷ് എന്നാണ് അതിൻ്റെ കോമൺ നെയിം. ഇനി ഇതേ ഓസ്റ്റിത്തൈസിൽ വരുന്ന ഒരു ഫ്രഷ് വാട്ടർ ഫോമിൻ്റെ എക്സാമ്പിൾ പറയാമോ? ഓസ്റ്റിത്തൈസിൽ വരുന്ന ഒരു ഫ്രഷ് വാട്ടർ ഫോമിൻ്റെ എക്സാമ്പിൾ. ഹിപ്പോ ക്യാമ്പസും കറക്റ്റാണ്. ഹിപ്പോ ക്യാമ്പസ് മറൈൻ ഫോമാണേ. ഓക്കെ, കറക്റ്റാണ്. ഇനി ചോദിച്ചിരിക്കുന്നത് ഒരു ഫ്രഷ് വാട്ടർ ഫോമിൻ്റെ എക്സാമ്പിൾ പറയണേ. നമുക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ഒരു ഫ്രഷ് വാട്ടർ ഫോമിൻ്റെ എക്സാമ്പിൾ വേഗം ഒന്ന് പറഞ്ഞേ. ലേബിയോ കറക്റ്റ്, കട്ട്ല കറക്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രഷ് വാട്ടർ ഫോമും ഉണ്ട്, മറൈൻ വാട്ടർ ഫോമും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവരുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ട സ്കെയിലുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്കെയിൽസിൻ്റെ വ്യത്യാസം അനുസരിച്ച് നമുക്ക് കാർട്ടിലേജിനസിനെയും അതുപോലെ തന്നെ ബോണി ഫിഷിനെയും സെപ്പറേറ്റ് ചെയ്യാം. കാർട്ടിലേജിനസിൻ്റെ കേസിൽ വരുമ്പോൾ ബോഡി മൊത്തത്തിൽ ലൈൻ ചെയ്തിരിക്കുന്നത് എന്ത് കൈൻഡ് ഓഫ് സ്കെയിൽസ് വെച്ചിട്ടാണ്? പ്ലക്കോയിഡ് സ്കെയിൽസ് വെച്ചിട്ടാണ്. ഇനി വേറൊരു കാര്യം കൂടെ ഓർത്തോണം, പ്ലക്കോയിഡ് സ്കെയിൽസ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കൂടെ തന്നെ കോൺട്രത്തൈസിൻ്റെ കേസിൽ ഈ പ്ലക്കോയിഡ് സ്കെയിൽ എന്തായിട്ട് മോഡിഫൈ ചെയ്യുന്നുണ്ട്? ടീത്തായിട്ട് മോഡിഫൈ ചെയ്യുന്നുണ്ട്. ടീത്ത് ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ് ആണ് കേട്ടോ. ഇനി കോൺട്രത്തൈസ് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ മനസ്സിലൊരു ഷാർക്കിനെ ഓർത്താൽ മതി. ഷാർക്കൊക്കെ എങ്ങനെയാണ്? മറ്റുള്ള ഫിഷുകളെ ഹണ്ട് ചെയ്ത് കഴിക്കുന്നവരല്ലേ. അപ്പോൾ ഇവർ കൂടുതലും പ്രഡേഷ്യസ് ഫോമുകളാണ്. പ്രഡേഷ്യസ് ഫോം ആണെങ്കിൽ അവർക്ക് അത്രയും ഷാർപ്പായിട്ടുള്ള ടീത്തും ജോയും വേണം. ടീത്തുണ്ട്, മോഡിഫൈഡ് പ്ലക്കോയിഡ് സ്കെയിലാണ് ടീത്ത് ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ് ആണ്. ഇനി ഓസ്റ്റിത്തൈസിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും ഓസ്റ്റിത്തൈസിൻ്റെ കേസിൽ ബോഡീനെ ലൈൻ ചെയ്തുകൊണ്ട് രണ്ട് ടൈപ്പ് സ്കെയിൽ കാണാം. ഒന്നില്ലെങ്കിൽ അത് സൈക്ലോയിഡ് സ്കെയിൽ ആവാം, അല്ലെങ്കിൽ അതെന്തായിരിക്കാം? ടീനോയിഡ് സ്കെയിൽസ് ആയിരിക്കാം. ഇനി അടുത്തൊരു ഡിഫറൻസ് പറഞ്ഞുതരാവേ. ഗിൽസ് ഉണ്ട്, റെസ്പിറേഷന് വേണ്ടി ഗിൽസ് ഉണ്ട്. ജനറലി കോൺട്രത്തൈസിൻ്റെ കേസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും 4 പെയർ ഓഫ് ഗിൽസ് ആണ്. ഗിൽ സ്ലിറ്റ്സ് ആണ് കേട്ടോ, ഗിൽ സ്ലിറ്റ്സ് ആണ്. ഓസ്റ്റിത്തൈസിൻ്റെ കേസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും 4 പെയർ ഓഫ് ഗിൽസ് ആണ്. ഇനി ആരുടെ കേസിലാണ് ഗിൽസിനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പർക്കുലം വരുന്നത്? ഓപ്പർക്കുലം വരുന്നത് ആരുടെ കേസിലായിരിക്കും? കോൺട്രത്തൈസിൻ്റെ കേസിൽ ഓപ്പർക്കുലം ആബ്സെൻ്റ്. ഓക്കെ, നിങ്ങൾ പറയുന്നതെല്ലാം കറക്റ്റാണ് കേട്ടോ. ഈ കോൺട്രത്തൈസിൻ്റെ കേസിൽ ഓപ്പർക്കുലത്തിനെ തന്നെ നമുക്ക് ഗിൽ കവർ എന്ന് വിളിക്കാവേ. ഈ ഗിൽ കവർ ആബ്സെൻ്റ്. അതുകൊണ്ട് ഗിൽസ് എൻവയോൺമെൻറ്റിലേക്ക്, വാട്ടറിലേക്ക് ഇങ്ങനെ തുറന്ന് എക്സ്പോസ്ഡ് ആയിട്ടായിരിക്കും കാണപ്പെടുക. അതേസമയം ഓസ്റ്റിത്തൈസിൻ്റെ കേസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഗിൽ കവർ പ്രസൻ്റ് ആണ് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ സ്വിം ബ്ലാഡറിൻ്റെ കേസ് പറഞ്ഞല്ലോ. സ്വിം ബ്ലാഡറിൻ്റെ കേസ് പറയുമ്പോഴത്തേക്കും കോൺട്രത്തൈസിന് സ്വിം ബ്ലാഡർ ആബ്സെൻ്റ് ആണ്, ഓസ്റ്റിത്തൈസിന് സ്വിം ബ്ലാഡർ പ്രസൻറ്റും ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കോൺട്രത്തൈസ് വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ അവർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്വിം ചെയ്യണം. സ്വിം ചെയ്തില്ലെങ്കിൽ അവർ നേരെ വെള്ളത്തിലേക്ക് സിങ്ക് ചെയ്ത് പോകും. സോ ഈ ഒരു ക്വസ്റ്റിനുമായിട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ക്ലാസ് കോൺട്രത്തൈസും ഓസ്റ്റിത്തൈസും തമ്മിൽ ഒന്ന് ഡിഫറൻസ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യാതിരിക്കണമെങ്കിൽ ഏത് സ്ട്രക്ചർ ഉണ്ടെന്നാണ്. നിങ്ങൾ ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു. ഓപ്ഷൻ 4 ആണ്, എയർ ബ്ലാഡർ ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് വേഗം വായിച്ച്. ഐഡൻറ്റിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. തന്നിരിക്കുന്നതിൽ ഏത് പെയറാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയണേ. അസീഡിയ ഉണ്ട്. അസീഡിയയ്ക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ നോട്ടോകോഡ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ലൈഫ് എന്നാണ്. ആംഫിയോക്സിസ് ഉണ്ട്. കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ നോട്ടോകോഡ് ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ എന്നാണ്. ഫ്ലൈയിങ് ഫോക്സ് എയർ സാക്ക് കണക്റ്റഡ് ടു ദി ലങ്സ് ടു സപ്ലിമെൻറ്റ് റെസ്പിറേഷൻ. പെട്രോമൈസോൺ ലാർവ ആഫ്റ്റർ മെറ്റമോർഫോസിസ് മൂവ് ഫ്രം ഫ്രഷ് വാട്ടർ ടു ഓഷ്യൻ. പ്ലക്കോയിഡ് സ്കെയിൽ എന്നാണ്. കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് പ്ലക്കോയിഡ് സ്കെയിൽസ് എന്നാണ്. ഓക്കെ, ആൻസർ പോരട്ടെ. ഹംന കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, അസിൻ പറഞ്ഞിട്ടുണ്ട്, ആദിത് സച്ചിൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടെ ആൻസർ പറഞ്ഞേ. ഏത് വരുമായിരിക്കും ആൻസർ? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. NCERT-യിൽ ഇതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്.
രോഹിത് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് മാച്ചിനെ കണ്ടുപിടിക്കണം കേട്ടോ. അസീഡിയ ഏത് സബ് ഫൈലത്തിൽ വരും? ഫൈലം കോഡേറ്റ ആണ്, സബ് ഫൈലം യൂറോകോഡേറ്റ. അപ്പോൾ സബ് ഫൈലം യൂറോകോഡേറ്റയിൽ വരുന്ന മെമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൂറോ മീൻസ് ടെയിൽ എന്നാണ്. അപ്പോൾ അവർക്ക് അവരുടെ നോട്ടോകോഡ് ഉണ്ട്. നോട്ടോകോഡ് ഉള്ളതുകൊണ്ടാണല്ലോ ഫൈലം കോഡേറ്റയിൽ വരിക. നോട്ടോകോഡ് ഏത് സ്ഥലത്തായിരിക്കും കാണപ്പെടുന്നത്? ലാർവൽ സ്റ്റേജിലാണ് കാണപ്പെടുന്നത്. ലാർവയുടെ ടെയിലിലാണ് നോട്ടോകോഡ് കാണുന്നത്. അതുകൊണ്ടാണ് യൂറോകോഡേറ്റ എന്നൊരു പേരിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ലാർവ ഒരു അഡൽട്ടായി മാറിക്കഴിയുമ്പോൾ ആ ടെയിലിലുള്ള നോട്ടോകോഡ് എന്തായിപ്പോവും? ഡിസപ്പിയർ ആയിപ്പോവും, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി അവരുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടും. പിന്നീട് അഡൽട്ട് ഫോമിൽ നോട്ടോകോഡ് ഇല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? നോട്ടോകോഡ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദി ലൈഫ് എന്നാ. പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതകാലം മൊത്തം നിലനിൽക്കുന്ന അല്ലേ? അസീഡിയ അങ്ങനെ ഒരാളല്ല. അസീഡിയ യൂറോകോഡേറ്റയിൽ വരുന്ന മെമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആയിട്ട് എടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഇവരുടെ കേസിൽ നോട്ടോകോഡ് പ്രസന്റ് ഒൺലി ഇൻ ദ ലാർവൽ സ്റ്റേജ് ആൻഡ് ഈസ് ആബ്സെന്റ് ഇൻ ദി അഡൽട്ട് ഫോം എന്നാണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. ഇനി അടുത്ത് നോക്കാം. ആംഫിയോക്സിസ് യൂറോകോഡേറ്റ കറക്റ്റ് കേട്ടോ. ആംഫിയോക്സിസ് ഏത് ഫൈലത്തിൽ വരുന്ന? ഫൈലം കോഡേറ്റയിൽ വരും. നോട്ടോകോഡ് ഉള്ളത് കൊണ്ടാണ് കോഡേറ്റയിൽ മെമ്പറായിട്ട് വരിക. ഇനി അടുത്തത് ഇവരെ സബ് ഫൈലമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെഫാലോകോഡേറ്റയിലെ മെമ്പറാണ് കേട്ടോ. എന്താണ് ഈ സെഫാലോകോഡേറ്റയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്? അവർക്ക് നോട്ടോകോഡ് ഉണ്ട്. അവർക്ക് നോട്ടോകോഡ് അവരുടെ ഹെഡ് തൊട്ട് ടെയിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കും. ഇനി എല്ലാ ലൈഫ് സ്റ്റേജസിലും കാണും. അഡൽട്ട് ഫോമിലും അതുപോലെ ലാർവൽ ഫോമിലും ഒക്കെ ഈ നോട്ടോകോഡ് ത്രൂ ഔട്ട് അവരുടെ ലൈഫിലുണ്ട്. പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദി ലൈഫാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? നോട്ടോകോഡ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. അത് തെറ്റല്ലേ? നോട്ടോകോഡ് ഈസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദി ലൈഫ് എന്നാണ് വരേണ്ടത്. അപ്പം രണ്ടാമത്തെ ഓപ്ഷനും തെറ്റാ. ഇനി ഫ്ലൈയിങ് ഫോക്സ്. ആര് ഈ ഫ്ലൈയിങ് ഫോക്സ്? ടെറോപ്പസ് എന്ന് പറയുന്ന ആളാണ് ഫ്ലൈയിങ് ഫോക്സ്. അപ്പോൾ അത് ഏത് ക്ലാസ്സിൽ വരുന്നവരാ? ക്ലാസ് മമേലിയയിൽ വരുന്ന മെമ്പറാണ് ഫ്ലൈയിങ് ഫോക്സ്. അപ്പോൾ അവരുടെ കേസിൽ ലങ്സ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ. മമീലിയയ്ക്ക് എയർ സാക്ക് എന്ന് പറഞ്ഞ വേറെ സ്ട്രക്ചർ ഒന്നുമില്ല. റെസ്പിറേഷൻ കംപ്ലീറ്റ്ലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്താണ്? ലങ്സ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എയർ സാക്ക് കണക്റ്റഡ് ടു ലങ്സ് ടു സപ്ലിമെന്റ് റെസ്പിറേഷൻ അല്ലേ? ഇത് തെറ്റാ. അപ്പോൾ ഈ എയർ സാക്ക് വേണ്ടത് ആർക്കാന്ന് പറയാമോ? നമ്മൾ NCERT ടെക്സ്റ്റിൽ എയർ സാക്ക് റെസ്പിറേഷന് വേണ്ടി സപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് പഠിക്കുന്നത് ഏത് ക്ലാസ്സിൽ വരുന്ന മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയാൻ പറ്റുമോ? എയർ സാക്കിൻ്റെ പ്രസൻസ് ഏത് ക്ലാസ്സിൽ വരുന്ന മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്? തീർത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്ന് പറഞ്ഞേ, ഏത് ക്ലാസ്സിലുള്ള മെമ്പേഴ്സിനായിരിക്കും? യെസ്, ക്ലാസ് എയ്വ്സ് അഥവാ ബേർഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അഡീഷണൽ ആയിട്ടുള്ള റെസ്പിറേറ്ററി സ്ട്രക്ചറാണ് എയർ സാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്താണെന്ന് ചോദിച്ചാൽ ചാടി കയറി എയർ സാക്ക് എന്ന് പറയരുത് കേട്ടോ. റെസ്പിറേറ്ററി ഓർഗൻ എന്ത് തന്നെയാണ്? ലങ്സ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ. ആ ലങ്സിനെ ഒന്ന് സപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അഡീഷണൽ എയർ സാക്കുകൾ വരുന്നത് കേട്ടോ. അപ്പം ഇതും തെറ്റി. ഇനി അടുത്ത് നോക്കിക്കേ, പെട്രോമൈസോൺ ലാർവേ ആഫ്റ്റർ മെറ്റമോർഫോസിസ് മൂവ് ഫ്രം ഫ്രഷ് വാട്ടർ ടു ഓഷ്യൻ. കറക്റ്റ് അല്ലേ? അപ്പം നിങ്ങൾ പറഞ്ഞ എല്ലാം കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് വരുന്നത്. പെട്രോമൈസോൺ ഇവരുടെ കേസിൽ വരുമ്പം ഇവർ ഏത് ക്ലാസ്സിൽ വരും? ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റയിലാണ് വരിക. അപ്പോൾ നിങ്ങളോട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ ഏത് ഡിവിഷനിൽ വരുന്നതെന്ന് പറയാമോ? ഏത് ഡിവിഷനിലാണ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ വരുന്നത്? To which division does cyclostomata belongs? ഏത് ഡിവിഷനിലേക്കാണ് സൈക്ലോസ്റ്റൊമാറ്റ ബിലോങ് ചെയ്യുന്നത്? വേഗം ആൻസർ പറഞ്ഞേ. ഇപ്പോൾ ഒരു വലിയ ഫ്ലോ ചാർട്ടൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഈ കോഡേറ്റ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഏത് ഡിവിഷനിൽ പെട്ടവരാണ് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞേ? ഗൂഗിൾ പറഞ്ഞിരിക്കുന്ന കറക്റ്റാണ്. അസിൻ കറക്റ്റ്, തീർത്ത കറക്റ്റ്. രോഹിത് എന്നോട് നോക്കിക്കേ. ഓക്കെ, അപ്പം ഏത് ക്ലാസ്സിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ സൈക്ലോസ്റ്റൊമാറ്റയുടെ മൗത്തിനെ പറ്റി ഒന്ന് ഓർത്താൽ മതി. സർക്കുലാർ ആണ്, സക്കിംഗ് ടൈപ്പ് ഓഫ് മൗത്താണ്. അവർക്ക് എന്തില്ല? ജോ ഇല്ല. ഈ ജോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ വരുന്ന ഡിവിഷൻ ജോലെസ് വെർട്ടിബ്രേറ്റ്സിൻ്റെ ഡിവിഷനാണ്. അത് എഗ്നാത്ത എന്നാണ് ആ ജോലെസ് വെർട്ടിബ്രേറ്റ്സിൻ്റെ ഡിവിഷനെ പറയുന്നത് കേട്ടോ. നാത്തോസ്റ്റൊമാറ്റ എന്ന് പറയണമെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കണം? ആ വെർട്ടിബ്രേറ്റ്സിൻ്റെ ഈ ജോ വരണം.
ജോ വന്നാൽ മാത്രമേ ആ ഡിവിഷനെ നമുക്ക് നാത്തോസ്റ്റൊമാറ്റ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏഗ്നാത്ത എന്ന് പറയുന്ന ഡിവിഷനിൽ നമ്മൾ ആകെപ്പാടെ പഠിക്കുന്ന ഒരൊറ്റ ക്ലാസ്സേ ഉള്ളൂ, അതാണ് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇനി സൈക്ലോസ്റ്റൊമാറ്റയ്ക്ക് നമ്മൾ 2 എക്സാമ്പിൾ പഠിക്കും. ഒന്ന് പെട്രോമൈസോണും രണ്ടാമത്തത് മിക്സിനും. അത് മാത്രം എക്സാമ്പിളായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. പെട്രോമൈസോൺ ലാർവേ ആഫ്റ്റർ മെറ്റമോർഫോസിസ് മൂവ് ഫ്രം ഫ്രഷ് വാട്ടർ ടു ഓഷ്യൻ. സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവരും ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ആരും തെറ്റായിട്ടുള്ള ആൻസർ തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എ സുവോളജി സ്റ്റുഡൻറ്റ് ഒബ്സർവ്സ് ആൻ ആനിമൽ വിത്ത് 2 pair of limbs and epidermal scale but with a 3-chambered heart. Which of the following could it be? അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ആനിമലിനെ കിട്ടി, ആനിമലിന് 2 pair of limb ഉണ്ട്, എപ്പിഡെർമൽ സ്കെയിൽ ഉണ്ട്, പക്ഷേ 3-chambered ഹാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ആനിമൽസിൽ ഏത് ആനിമലിനെയാണ് ആ സ്റ്റുഡൻറ്റിന് കിട്ടിയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതായിരിക്കും? ഡെലിഫിനസ് ഉണ്ട്, ക്രൊക്കഡൈലസ് ഉണ്ട്, കാലോട്ടിസ് ഉണ്ട്, സലമാൻഡർ ഉണ്ട്. നിങ്ങൾ പറ, ഏതായിരിക്കും ആൻസർ വരുന്നത്? യെസ്, എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ പറയുന്നുണ്ട്. അപ്പം ആൻസർ വളരെ സിമ്പിളാണ്. 2 pair of limb വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വരുന്നത് ഏത് സൂപ്പർ ക്ലാസ്സിലെ മെമ്പർ ആയിരിക്കും? സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിൽ വരുന്ന മെമ്പറാണ്. സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിലെ മെമ്പറാണ് കേട്ടോ. അപ്പോൾ ഒരു ക്ലൂയിൽ നിന്ന് ഒരു കാര്യം കിട്ടി. ഇനി അടുത്തത്, സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിൽ തന്നെ പല മെമ്പേഴ്സ് ഉണ്ടല്ലോ. ആരൊക്കെ വരാറുണ്ട്? ആംഫീബിയ ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്, എയ്വ്സ് ഉണ്ട്, മാമൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ആരാന്ന് നമുക്ക് എങ്ങനെ തീരുമാനിക്കാം? അതിനുവേണ്ടി തന്നിരിക്കുന്നതാണ് അവരുടെ ബോഡിയിൽ എന്തുണ്ട്? എപ്പിഡെർമൽ സ്കെയിൽസ് ഉണ്ട്. ആംഫീബിയയുടെ ഒക്കെ കേസിൽ സ്കിൻ എന്താ? സ്കെയിൽലെസ്സാ. ഒരു ഫ്രോഗിനെ മനസ്സിലേക്ക് ഓർത്താൽ മതി, അവരുടെ ഒന്നും ബോഡിയിൽ സ്കെയിലുകളില്ല. അപ്പോൾ ആകെപ്പാടെ സ്കെയിൽ വരുന്നത് നമ്മുടെ ബോഡിയിൽ, മമേലിയയിലില്ല. നമുക്കുണ്ടോ സ്കെയിൽ? ഇല്ല. ഇനി എയ്വ്സിൻ്റെ കേസിലേക്ക് വരുമ്പം അവരുടെ ബോഡിയിലൊന്നും സ്കെയിൽസ് ഇല്ല, പുറയിലുള്ള 2 കാലിൽ മാത്രം സ്കെയിലുകളുണ്ട്. അപ്പോൾ ബോഡി മൊത്തത്തിൽ സ്കെയിൽ വെച്ച്, എപ്പിഡെർമൽ സ്കെയിൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒറ്റ ക്ലാസ്സിലേക്കേ അത് പോകത്തുള്ളൂ. ക്ലാസ് റെപ്റ്റീലിയാണ്. ക്ലാസ് റെപ്റ്റീലിയ മെമ്പറാണ്, ഉറപ്പിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഡെലിഫിനസിനെ അങ്ങ് കളഞ്ഞേക്കാം അല്ലേ. എന്തുകൊണ്ടാണ് ഡെലിഫിനസിനെ കളയുന്നത്? ഡെലിഫിനസ് എന്ന് പറഞ്ഞാൽ ആരാ? ഡോൾഫിൻ അല്ലേ. ഡോൾഫിൻ മമേലിയയിൽ വരുന്ന മെമ്പറാണ്. നമുക്ക് റെപ്റ്റീലിയയിൽ വരുന്ന ഒരു മെമ്പറിനെ എടുത്താൽ മതി. ക്രൊക്കഡൈലസ് ഒരു സാധ്യതയാണ്, ക്രൊക്കഡൈലസിനെ അവിടെ വെച്ചേക്കാം. കാലോട്ടിസ് ഒരു സാധ്യതയാണ്, കാരണം ഇവർ 2 പേരാണ് റെപ്റ്റൈലായിട്ട് വരുന്നത്. സലമാൻഡറിനെ ഞാൻ കളയുക, കാരണം സലമാൻഡർ ഏത് ക്ലാസ്സിലാണ് വരുന്നത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. സലമാൻഡർ ഏത് ക്ലാസ്സിൽ വരുന്ന ഒരു മെമ്പറാണ്? വേഗം പറഞ്ഞേ. സലമാൻഡർ ഏത് ക്ലാസ്സിൽ വരുന്ന മെമ്പറാണ്? ഒരു കാര്യം കൂടെ, സലമാൻഡറിന് എന്തോ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. സാധാരണ ആ ക്ലാസ്സിൽ വരുന്ന മെമ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ സലമാൻഡറിന് എന്തോ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. സലമാൻഡറിൻ്റെ ഫിഗറൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. തീർത്ത് പറഞ്ഞിരിക്കുന്ന കറക്റ്റാണ്. സലമാൻഡറിൻ്റെ ക്ലാസ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ക്ലാസ്സിൽ ഈ സലമാൻഡർക്ക് മാത്രം വരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് പറയണേ. യെസ്, തീർത്ത ഫീച്ചറും പറഞ്ഞിട്ടുണ്ട്, കറക്റ്റാണേ. ഹംന പറഞ്ഞു, ഗോകുല് പറഞ്ഞിട്ടുണ്ട്. ആദിത്യ പറഞ്ഞ ഒരു കാര്യം ശരിയാ, ഒരു കാര്യത്തിൽ ഇച്ചിരി ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞത് ശരിയാ. സലമാൻഡർ എന്ന് പറയുന്നത് ക്ലാസ് ആംഫീബിയിൽ വരുന്ന മെമ്പറാണ്. സാധാരണ ക്ലാസ് ആംഫീബിയിൽ വരുന്ന മെമ്പറിന് ബോഡീനെ ഹെഡെന്നും ട്രങ്ക് എന്നും പറഞ്ഞ റീജിയൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഫ്രോഗിൻ്റെ ഒക്കെ കേസിലെന്ന് നോക്കിയാൽ ഹെഡും ട്രങ്കുമാണ് അവരുടെ മെയിൻ ബോഡി റീജിയൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബോഡീനെ ആ 2 ഡിവിഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചില ആംഫീബിയൻസിൻ്റെ കേസിൽ അവർക്ക് എന്തുണ്ട്? ടെയിലുള്ളവരുണ്ട്. അപ്പം അങ്ങനെ ടെയിലുള്ള ഒരു ആംഫീബിയൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ആരുടെ പേര് പറഞ്ഞാൽ മതി? സലമാൻഡറിൻ്റെ പേര് പറഞ്ഞാൽ മതി കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ സലമാൻഡറിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിനകത്ത് ആ ട്രങ്ക് കഴിഞ്ഞ് വലിയൊരു ടെയിലും കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ടെയിൽഡ് ആയിട്ടുള്ള ഒരു ആംഫീബിയനാണ് ആരെന്ന് പറയുന്നത്? സലമാൻഡർ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, ആംഫീബിയ, ടെയിൽഡ് ആംഫീബിയ, ടെയിൽ പ്രസൻറ്റ് കറക്റ്റാണ് കേട്ടോ. സോ നമുക്കിനി ഓപ്ഷൻ 2 ആണോ 3 ആണോ എന്ന് ഉറപ്പിച്ചാൽ മതി. അത് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് അടുത്ത ക്ലൂ തന്നിട്ടുണ്ട്.
ഹാർട്ട് ഉണ്ട്. ഹാർട്ട് എത്ര ചേമ്പാടാന്നാണ് പറഞ്ഞത്? 3 ചേമ്പാടാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ക്രൊക്കഡൈലസ് ആണോ കലോട്ടിസ് ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. 3 ചേമ്പാടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആൻസർ ഏതിലേക്ക് മാത്രമേ വരത്തുള്ളൂ? ഓപ്ഷൻ 3 ആണ്. എന്തുകൊണ്ട് ക്രൊക്കഡൈലസിനെ ഞാനിവിടെ ഒഴിവാക്കി? ക്രൊക്കഡൈൽസ് റെപ്റ്റൈലിൽ വരുന്ന മെമ്പർ ആണെങ്കിലും ക്രൊക്കഡൈലിൻ്റെ കേസിൽ ഹാർട്ട് എത്ര ചേമ്പാടാ? 4 ചേമ്പാട് ഹാർട്ടാണ്. അതുകൊണ്ട് നമുക്കിവിടെ സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ആൻസർ ഏതേ വരത്തുള്ളൂ? ഓപ്ഷൻ 3 ആണ് കേട്ടോ. ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ. ഇത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ടിഷ്യൂവിനകത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഡയഗ്രാം എ ആൻഡ് ബി ഗിവൺ ബിലോ. അപ്പോൾ എ ഐഡൻറ്റിഫൈ ചെയ്യണം, ബി ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം നിങ്ങൾ ആദ്യം എനിക്ക് എ എന്താ ബി എന്താണെന്ന് പറഞ്ഞു തന്നേ. ഫിഗർ എ എന്താണ് കാണിക്കുന്നത്, ഫിഗർ ബി എന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക് പോവാം. എ ഐഡൻറ്റിഫൈ ചെയ്യുക, ബി ഐഡൻറ്റിഫൈ ചെയ്യുക. വേഗം ആൻസർ പറഞ്ഞേ. എയും ബിയും ഏതാണെന്ന് പറഞ്ഞേ. എ കാണിക്കുന്നത് എന്താണ്, ബി എന്തിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതെന്ന് ഓപ്ഷൻ പറയണേ. അപ്പം ഇവിടെ എയും ബിയും എസ് തീർത്ത പറഞ്ഞിട്ടുണ്ട്. തീർത്ത പറഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ പറഞ്ഞേ. ഹംന ഒരെണ്ണം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തതും കൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് പറയണേ. ഓക്കെ, കറക്റ്റ്. അപ്പോൾ ഇവിടെ ഇത് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫിഗറാണ് തന്നിരിക്കുന്നത് കേട്ടോ. കണക്റ്റീവ് ടിഷ്യൂവിനെ തന്നെ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? മെട്രിക്സും അതിൻ്റെ അകത്തുള്ള സെല്ലുകളും ഒക്കെ ഒരു ലൂസ് ഫോമിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന് നമുക്ക് ആകെപ്പാടെ 2 എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ മതി. ഒന്ന് ഏരിയോളാർ ടിഷ്യൂ. ഏരിയോളാർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്കിന്നിനെ താഴെയുള്ള മസിലുമായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ കണക്റ്റീവ് ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് ഏരിയോളാർ ടിഷ്യൂ. കണക്റ്റ് സ്കിൻ വിത്ത് മസിൽസ്. ഇനി അടുത്തത് ഇതേ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ രണ്ടാമത്തെ എക്സാമ്പിൾ അഡിപ്പോസ് ടിഷ്യൂ. അത് പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും. അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡിയിൽ എക്സസീവായിട്ട് നിൽക്കുന്ന ന്യൂട്രിയൻസിനെ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു? ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നു. എവിടെ സ്റ്റോർ ചെയ്യുന്നു? അഡിപ്പോസ് ടിഷ്യൂവിൽ. അപ്പോൾ അഡിപ്പോസ് ടിഷ്യൂസിൻ്റെ ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. എക്സസീവ് ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ ഫാറ്റിൻ്റെ ഫോമിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് അഡിപ്പോസ് ടിഷ്യൂ. അതെവിടെയാണ് കാണുന്നത്? സ്കിന്നിൻ്റെ താഴെയായിട്ടാണ് കാണപ്പെടുക. അത്രയും ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ കാര്യം ഓർത്താൽ മതി കേട്ടോ. ഇനി ഈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് രണ്ടാമത്തെ കാറ്റഗറിയെ. ഈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിനെ തന്നെ നമുക്ക് പിന്നെയും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കൊളാജൻ, ഇലാസ്റ്റിൻ പോലെയുള്ള ഫൈബറുകളും പിന്നെ സെല്ലുകളും ഒക്കെ കാണപ്പെടുവേ. അപ്പോൾ സാധാരണ ഒരു ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിൽ കൊളാജൻ, ഇലാസ്റ്റിൻ പോലെയുള്ള ഫൈബറുകളും സെല്ലുകളും ഒക്കെ ഒരു കറക്റ്റ് ഒരു പാരലൽ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഒരു പാരലൽ ഫാഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൻസ് റെഗുലർ. ഒരു കറക്റ്റ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഡെൻസ് റെഗുലർ എന്ന് പറയുന്നത്. ഡെൻസ് റെഗുലറിന് 2 എക്സാമ്പിൾ പഠിക്കുക. ടെൻഡനും ലിഗമെൻറ്റും ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ടെൻഡൻ്റെ ഫംഗ്ഷൻ, എന്താണ് ലിഗമെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ഇവിടെ നോക്കിക്കേ, ഞാൻ കണക്റ്റീവ് ടിഷ്യൂവിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കേട്ടോ. 3 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒന്നാമത്തെ ആളെ ഞാൻ വിളിച്ച പേരാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ഇവിടെ സെല്ലും മെട്രിക്സും ലൂസ് ഫോമിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ 2 പഠിക്കുക. ഒന്ന് ഏരിയോളാർ ടിഷ്യൂവും അതുപോലെ തന്നെ അഡിപ്പോസ് ടിഷ്യൂ. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്കും അടുത്തതാണ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ഈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിനെയാണ് ഞാൻ ഇനി 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അകത്തുള്ള ഫൈബേഴ്സും സെല്ലുകളും ഒരു പാരലൽ ഫാഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വിളിക്കേണ്ട പേര് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. അതിന് എക്സാമ്പിൾ ടെൻഡൻ വരുന്നുണ്ട്. ടെൻഡൻ്റെ ഫംഗ്ഷൻ എന്താണെന്നൊന്ന് പറഞ്ഞേ. എന്താണ് ടെൻഡൻ്റെ ഫംഗ്ഷൻ?
അസിൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്ന് പറഞ്ഞേ, എന്താണ് ടെൻഡൻ്റെയും ലിഗമെൻറ്റിൻ്റെയും ഫംഗ്ഷൻ ഒന്ന് പറഞ്ഞു തന്നെ. ടെൻഡനും ലിഗമെൻറ്റും ആണ് റെഗുലറിന് എക്സാമ്പിളെ. അപ്പം ടെൻഡൻ്റെയും ലിഗമെൻറ്റിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്നൊന്ന് പറഞ്ഞു തരണം. ടെൻഡൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? തീർത്ത പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ്. ടെൻഡൻ്റെ ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. ഒരു മസിലിനെ ബോണിലേക്ക് കണക്ട് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ടെൻഡൻ. അപ്പം ലിഗമെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഒരു ബോണിനെ മറ്റൊരു ബോണിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്ന ആളാണ് ലിഗമെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഡെൻസ് റെഗുലർ. ഇനി അടുത്തത്, ഈ കൊളാജൻ ഫൈബേഴ്സും ബാക്കി സെല്ലുകളും ഒക്കെ അവിടെ ഇവിടെ സ്കാറ്റേഡ് ആയിട്ട് ഇറഗുലർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേര് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ഒറ്റ എക്സാമ്പിൾ കാണപ്പെടുന്നത് ബിനീത്ത് ദ സ്കിൻ എന്ന് മാത്രമേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മാത്രം എക്സാമ്പിളായിട്ട് ഓർത്തിരുന്നാൽ മതിയേ, ബിനീത്ത് ദ സ്കിന്ന്. ഇനി മൂന്നാമതൊരു ഡിവിഷൻ ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ മൂന്നാമത്തെ ഡിവിഷൻ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ആരെ ഈ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ? ബോണ്, ബ്ലഡ്, കാർട്ടിലേജ്, ഇത് മൂന്നുമാണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ കേട്ടോ. അപ്പം ഞാൻ ചെറിയ ബ്രീഫായിട്ട് കാര്യം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളേ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പം എ എന്ന് പറയുന്ന ആളെ ഐഡൻറ്റിഫൈ ചെയ്യുക. എ എന്ന് പറഞ്ഞാൽ ബണ്ടിൽസ്, കൊളാജൻ ഫൈബേഴ്സും സെല്ലുകളും ഒക്കെ ഇറഗുലർ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും ഡെൻസ് ഇറഗുലർ ആണ്. ഇനി ബി എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ഒരു കറക്റ്റ് പാരലൽ ഫാഷൻ ഉണ്ട്, അതുകൊണ്ട് ഇവർ ഡെൻസ് റെഗുലർ ആണ്. ഇനി നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതിയേ. എ ഈസ് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ വേറാസ് ബി ഈസ് ടിഷ്യൂ പ്രസന്റ് ഇൻ ദ സ്കിൻ. അപ്പോഴേ തെറ്റിപ്പോയില്ലേ? എ ഡെൻസ് റെഗുലർ ആണോ? ഇറഗുലർ ആണ്. ഇനി രണ്ടാമത് നോക്കിക്കേ, എ ആൻഡ് ബി ബോത്ത് ആർ ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ. തെറ്റല്ലേ? എ ആൻഡ് ബി ബോത്ത് ആർ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. തെറ്റ്. ദെൻ ലാസ്റ്റ് എ ഈസ് പ്രസന്റ് ഇൻ ദ സ്കിൻ. കറക്റ്റ് അല്ലേ? എ എന്ന് പറയുന്നത് ഡെൻസ് ഇറഗുലർ ആണ്, ബിനീത്ത് ദ സ്കിൻ ആണ് കാണപ്പെടുന്നത്. വേറാസ് ടെൻഡൻ ആൻഡ് ലിഗമെന്റ് ആർ മെയ്ഡ് ഓഫ് ബി. കറക്റ്റ് അല്ലേ? സോ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത് കേട്ടോ. ഇതിനങ്ങനെ ആരും അത്ര കുറേയൊക്കെ ആൻസർ വന്നിട്ടില്ല, ആകപ്പാടെ ഒരാൾ മാത്രമേ ഇതിന് കറക്റ്റ് ആൻസർ തന്നിട്ടുള്ളൂ. ലാസ്റ്റ് വന്നപ്പോൾ 2 പേരും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടിഷ്യൂസിൻ്റെ ഈ പോർഷനും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. നമുക്ക് നീറ്റിൻ്റെ സിലബസിൽ ടിഷ്യൂവും പഠിക്കാനുള്ളതാണ്. സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും ടിഷ്യൂസിൻ്റെ പോർഷനും തന്നെയാണ്. വായിച്ച് നോക്കിക്കേ. ഐഡൻറ്റിഫൈ ഇൻകറക്റ്റ് പെയർ ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻ. അഡ്ഹറിംഗ് ജംഗ്ഷൻ ഫെസിലിറ്റേറ്റ് റാപ്പിഡ് അയോൺ ട്രാൻസ്ഫർ ആൻഡ് സ്മോൾ മോളിക്യൂൾ. Tight junction stop substances from leaking. Salivary gland, multicellular glandular epithelium, exocrine gland, digestive enzymes. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് വേഗം എല്ലാവരും ആൻസർ പറഞ്ഞു, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാമേ. തീർത്ത, ആദിത്ത്, അസിൻ ഇവരെല്ലാം പറഞ്ഞത് കറക്റ്റാണ്. രോഹിത്ത് പറഞ്ഞ ആൻസറും കറക്റ്റാണ്. ഗൂഗിൾ കറക്റ്റാണ്. കറക്റ്റായിട്ട് ആൻസർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് ടിഷ്യൂ ആണെങ്കിലും നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ള 4 ടൈപ്പ് ടിഷ്യൂസാണ്. എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, മസ്കുലാർ ടിഷ്യൂ ഉണ്ട്, ന്യൂറൽ ടിഷ്യൂ ഉണ്ട്. ഏത് ടിഷ്യൂ ആണെങ്കിലും സെല്ലുകൾക്കിടയ്ക്ക് സെൽ ജംഗ്ഷൻസ് ഉണ്ട്. സെൽ ജംഗ്ഷനുകൾ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും കാണാൻ പറ്റുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂലാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സെൽ ജംഗ്ഷൻസ് ഈ 4 ടൈപ്പ് ടിഷ്യൂലും ഉണ്ട്. പ്രോമിനൻ്റ് ആൻഡ് ക്ലിയർലി വിസിബിൾ ഇൻ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ഏതൊക്കെയാണ് ആ സെൽ ജംഗ്ഷൻസ്? 2 സെല്ലുകൾ തമ്മിൽ ലീക്കേജ് ഒന്നും വരണ്ട, അപ്പോൾ ആ ലീക്കേജിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ടൈറ്റ് ജംഗ്ഷൻ. ഇനി 2 സെല്ലുകളെ തമ്മിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചേർത്ത് വെച്ചാൽ മതി, ഒന്ന് സിമെൻറ്റ് ചെയ്താൽ മതി. അതിനു വേണ്ടി വരുന്ന ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് അഡ്ഹറിങ് എന്ന് പറയും. അഡ്ഹറിങ് മീൻസ് ഒട്ടിച്ച് വെക്കുക എന്നതാണ് മീനിങ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഓപ്ഷൻ 1 പറഞ്ഞിരിക്കുന്നുണ്ടോ? അഡ്ഹറിങ് ജംഗ്ഷൻ ഫെസിലിറ്റേറ്റ് റാപ്പിഡ് അയോൺ ട്രാൻസ്ഫർ ആൻഡ് സ്മോൾ മോളിക്യൂൾസ്. തെറ്റല്ലേ? ഈ അഡ്ഹറിങ് ജംഗ്ഷൻ ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. 2 അടുത്തടുത്ത് വരുന്ന സെല്ലുകളെ തമ്മിൽ ഒന്ന് അഡ്ഹർ ചെയ്യുക, സിമെൻറ്റ് ചെയ്ത് വെക്കുക എന്നത് മാത്രമേ ഫംഗ്ഷനുള്ളൂ. അങ്ങനെയാണെങ്കിലേ
ഒരു സെല്ലിൽ നിന്ന് വരുന്ന ഈ ചെറിയ മോളിക്യൂൾസ്, ബിഗ് മോളിക്യൂൾസ്, അയോൺസിനെയൊക്കെ മറ്റൊരു സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ രണ്ട് സെല്ലുകൾക്ക് ഇടയ്ക്ക് വരുന്ന ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 3 ടൈപ്പ് ജംഗ്ഷൻ: ടൈറ്റ് ജംഗ്ഷൻ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യുന്നു, അഡ്ഹറിങ് ജംഗ്ഷൻ സിമെന്റ് ചെയ്ത് വെക്കുന്നു, ഗ്യാപ്പ് ജംഗ്ഷൻ ട്രാൻസ്ഫറിനെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കാർഡിയാക് മസിലിൽ കാണപ്പെടുന്ന ഒരു ഗ്യാപ്പ് ജംഗ്ഷൻ ഉണ്ട്. ആ കാർഡിയാക് മസിലിൽ കാണുന്ന ഗ്യാപ്പ് ജംഗ്ഷന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഇന്റർകലൈറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഗ്യാപ്പ് ജംഗ്ഷൻ, ടൈറ്റ് ജംഗ്ഷൻ, അതുപോലെ അഡ്ഹറിങ് സെൽ ജംഗ്ഷൻസിന്റെ കാര്യമായി. ഇനി അടുത്തത് ടൈറ്റ് ജംഗ്ഷൻ നോക്കിക്കേ, സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ്, കറക്റ്റ് അല്ലേ? സലൈവറി ഗ്ലാൻഡ്, മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. അപ്പോൾ എന്തായി ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത് എന്ത് കൈൻഡ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ് ആയിരിക്കും? 3 ടൈപ്പ് എപ്പിത്തീലിയൽ സെല്ലിനെ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഫ്ലാറ്റ് ഇറഗുലർ ബൗണ്ടറി ഉള്ള സെല്ലാണെങ്കിൽ സ്ക്വാമസ്, ക്യൂബ് ലൈക്ക് സെൽസ് ആണെങ്കിൽ ക്യൂബോയിഡൽ, ടോൾ സ്ലെൻഡർ സെൽസ് ആണെങ്കിൽ കോളുമിനാർ. ഈ 3 എണ്ണത്തിൽ ആരെയാണ് നമ്മൾ ഈ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്? യെസ്, തീർത്ത കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വേഗം പറഞ്ഞേ. ഈ 3 ടൈപ്പ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ ആരെയാണ് നമുക്ക് ഈ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് വിളിക്കാൻ പറ്റുക? എന്ന് പറഞ്ഞേ. നിങ്ങൾ ആൻസർ പറഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. വേഗം കമൻറ്റ് ചെയ്തേ. മോഡിഫൈഡ്, ട്രൂമാൻ, ആര് മോഡിഫൈ ചെയ്തതാ? ഇതിൽ 3 പേരിൽ ആരാണ് മോഡിഫൈ ചെയ്തത്? ഗോകുൽ പറഞ്ഞത് കറക്റ്റാണ്. ഓക്കെ, അപ്പം സാധാരണ കോളുമിനാറിലെ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന. പക്ഷേ ചില സ്ഥലങ്ങളിൽ ക്യൂബോയിഡൽ അല്ലെങ്കിൽ കോളുമിനാർ എപ്പിത്തീലിയം ഇതിൽ ഒരു ഫംഗ്ഷൻ മാത്രം ചെയ്യാനായിട്ട് മോഡിഫൈ ചെയ്യുന്നു. സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് മോഡിഫൈ ചെയ്യുന്നു. അവിടെ അബ്സോർപ്ഷൻ ഇല്ല, സെക്രീഷൻ മാത്രം മോഡിഫൈ ചെയ്യുക. അങ്ങനെ സെക്രീഷന് വേണ്ടി മാത്രമായിട്ട് മോഡിഫൈ ചെയ്ത ക്യൂബോയിഡൽ അല്ലെങ്കിൽ കോളുമിനാർ എപ്പിത്തീലിയൽ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം തന്നെ സെല്ലുകളുടെ നമ്പർ അനുസരിച്ച് 2 ടൈപ്പ്. യൂണിസെല്ലുലാർ, ഒരു സെല്ലിൻ്റെ മാത്രം സെക്രീഷൻ ആണെങ്കിൽ യൂണിസെല്ലുലാർ എന്ന് പറയും. ഒറ്റ എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി, ഗോബ്ലെറ്റ് സെൽസ് എന്നാണ് പേര്. ഇനി ഒന്നിൽ കൂടുതൽ സെല്ലുകളുടെ സെക്രീഷൻസ് ആണ് വരുന്നതെങ്കിൽ മൾട്ടി സെല്ലുലാർ. ആ മൾട്ടി സെല്ലുലാറിൽ വരുന്ന ഒരാളാണ് സലൈവറി ഗ്ലാൻഡ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാ, സലൈവറി ഗ്ലാൻഡ് എക്സോക്രൈൻ ആണോ എൻഡോക്രൈൻ ആണോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സലൈവറി ഗ്ലാൻഡ് എക്സോക്രൈൻ ആണോ എൻഡോക്രൈൻ ആണോ? അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എക്സോക്രൈൻ എന്താ എൻഡോക്രൈൻ എന്താണെന്ന് അറിയണേ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. സലൈവറി ഗ്ലാൻഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സോക്രൈൻ ആണോ എൻഡോക്രൈൻ ആണോ? ഒരു ഗ്ലാൻഡിന് അവരുടെ സെക്രീഷൻസിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സ്വന്തമായിട്ട് അവർക്ക് ഡക്റ്റ് ഉണ്ടെങ്കിൽ ഡക്റ്റഡ് ഗ്ലാൻസ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയും. ഇനി ഒരു ഗ്ലാൻഡിന് അവരുടെ സെക്രീഷൻസിനെ കൊണ്ടുപോകാൻ വേണ്ടി സ്വന്തമായിട്ട് ഡക്റ്റ് ഇല്ല, പക്ഷെ ആ ഡക്റ്റിന് ചുറ്റും ബ്ലഡ് വെസൽസ് ഉണ്ട്. ബ്ലഡ് വെസൽസിലേക്കാണ് സെക്രീഷൻസിനെ റിലീസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഡക്റ്റുകൾ ഇല്ലാത്ത ഡക്റ്റ്ലെസ് ഗ്ലാൻഡുകൾക്ക് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പേരാണ് എൻഡോക്രൈൻ എന്ന് പറയുന്നത് കേട്ടോ. എൻഡോക്രൈൻ ഗ്ലാൻഡുകളിലെ സെക്രീഷൻസിനെ ജനറലി ഹോർമോൺ എന്ന് പറയും. എക്സോക്രൈൻ ഗ്ലാൻഡ് സെക്രീഷൻസിന് അങ്ങനെ ഒരു കോമൺ നെയിം ഇല്ല. സലൈവറി ഗ്ലാൻഡ് ഒരു എക്സോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിൾ ആണ് കേട്ടോ. സലൈവയാണ് അവിടെ സെക്രീഷൻ്റെ പേര്. മാമറി ഗ്ലാൻഡ് ഒരു എക്സോക്രൈൻ ഗ്ലാൻഡിൻ്റെ എക്സാമ്പിൾ ആണ്. മിൽക്ക് എന്നാണ് അവരുടെ സെക്രീഷൻ്റെ പേര്. സ്വെറ്റ് ഗ്ലാൻഡ് ഉണ്ട്, സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. ഇതെല്ലാം എക്സോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് ഡക്ട്ലെസ് ആണ്, ഹോർമോൺസ് ആണ് അവരുടെ സെക്രീഷൻ്റെ പേരെന്ന് പറയുന്നത്. ഇത് നോക്കിക്കേ, എക്സോക്രൈൻ ഗ്ലാൻഡ് ഡൈജസ്റ്റീവ് എൻസൈംസ്, പാൻക്രിയാസിനെയൊക്കെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് കേട്ടോ. പാൻക്രിയാസിനൊരു പ്രത്യേകതയുണ്ട്. പാൻക്രിയാസിൽ ഈ എക്സോക്രൈൻ പാർട്ടും എൻഡോക്രൈൻ പാർട്ടും ഒന്നിച്ചാണ് കാണപ്പെടുക. അപ്പോൾ അവർക്ക് മിക്സോക്രൈൻ എന്നോ ഹെട്രോക്രൈൻ എന്നോ ഒക്കെ നമുക്ക് പേര് പറയാം. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
If tegmina of cockroach is removed, which function is directly affected? കോക്രോച്ചിൻ്റെ ടെക്മിന റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷനാണ് അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ നോക്കിക്കേ, കോക്രോച്ചിൻ്റെ തൊറാക്സിനെ നമുക്ക് 3 റീജിയനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് സെഗ്മെൻറ്റിനെ പ്രോതൊറാക്സ്, സെക്കൻഡ് സെഗ്മെൻറ്റിനെ മീസോതൊറാക്സ്, തേർഡ് സെഗ്മെൻറ്റിനെ വിളിക്കുന്ന പേര് മെറ്റാതൊറാക്സ്. ഇനി ഇതിൽ ഇവർക്ക് 2 പെയർ ഓഫ് വിങ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തെ പെയറിനെ ഫോർ വിങ് എന്നും രണ്ടാമത്തെ പെയറിനെ ഹൈൻഡ് വിങ് എന്നും പറയും. ഈ മീസോതൊറാക്സിൽ നിന്നാണ് ഫസ്റ്റ് പെയർ ഓഫ് വിങ് അറൈസ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ ഡാർക്കാണ്, ഒപ്പേക്കാണ്, അതുപോലെ തന്നെ ലെതറിയാണ്. ആ വിങ്സിനെ നമ്മൾ വിളിച്ച പേരാണ് ഫോർ വിങ്സ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഈ ഫോർ വിങ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടെക്മിന എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഫോർ വിങ്സിൻ്റെ ഫംഗ്ഷൻ? ഫോർ വിങ്സിന് ഫ്ലൈറ്റിൽ ഒരു റോളും ഇല്ല, അതായത് പറക്കാൻ വേണ്ടി ഒരു സഹായവും അവർ ചെയ്യത്തില്ല. പകരം പറക്കാൻ ഉപയോഗിക്കുന്നത് ഈ മെറ്റാതൊറാക്സിൽ നിന്ന് അറൈസ് ചെയ്യുന്ന മറ്റൊരു വിങ്ങ. ആ വിങ്ങിനെ നമ്മൾ ഇട്ടിരിക്കുന്ന പേരാണ് ഹൈൻഡ് വിങ്സ് എന്ന് പറയുവേ. അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റ് ആണ് ഹൈൻഡ് വിങ്സിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ഈ ടെക്മിനയുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു പാറ്റ ഫ്ലോറിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹൈൻഡ് വിങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ടെക്മിന എന്ന് പറയുന്നത് കേട്ടോ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടെക്മിന റിമൂവ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഏത് ഫംഗ്ഷനാണ് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നതെന്ന്. ഫ്ലൈറ്റ് ജനറേഷൻ, ഹൈൻഡ് വിങ് ഉണ്ടല്ലോ, അപ്പോൾ ഫ്ലൈറ്റ് ജനറേഷന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പ്രൊട്ടക്ഷൻ ഓഫ് ഹൈൻഡ് വിങ്, അതാണ് മെയിൻ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത് കേട്ടോ. സെൻസറി റിസപ്ഷൻ ഒക്കെ അവർക്ക് ആൻറ്റിന അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട് സെൻസറി റിസപ്ഷന് വേണ്ടിയിട്ട്. ഫുഡ് ഇഞ്ചക്ഷന് വേണ്ടി മൗത്ത് പാർട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ 2 ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പം നമുക്ക് വേഗം ഈ മാച്ച് ദ ഫോളോയിങ് ഒന്ന് ചെയ്ത് നോക്കാം. കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് വെച്ചിട്ടാണ്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാച്ച് ചെയ്യണം. കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ബൈറ്റിംഗ് ആൻഡ് ചൂയിങ് ടൈപ്പാണ്. ബൈറ്റിംഗ് ആൻഡ് ചൂയിങ് ടൈപ്പാണ്. അപ്പോൾ ഇവിടെ ലേബ്രം എന്ന് പറയുന്ന അവരുടെ ഏത് മൗത്ത് പാർട്ടിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്? ലേബ്രം എന്ന് പറയുന്നത് അപ്പർ ലിപ്പാ അല്ലേ, A2 വരും. ലേബിയം എന്ന് പറയുന്ന ലോവർ ലിപ്പ് B1. മാൻഡിബിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാൻഡിബിൾസ് എന്ന് പറയുമ്പം ഇതുപോലൊരു സ്ട്രക്ചറാണ് മാൻഡിബിൾസ്. അതിൻ്റെ എൻഡിൽ ഇതുപോലത്തെ ഷാർപ്പായിട്ടുള്ള റീജൻസ് ഉണ്ട്. ഇത് വെച്ചിട്ട് അവരാദ്യം ഫുഡിനെ എന്ത് ചെയ്യും? കീറും, ഇൻസിസൈസ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പാർട്ട് വെച്ചിട്ട് അവർ ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്യും. അപ്പോൾ അവരുടെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചൂവിങ്ങിന് ഹെൽപ്പ് ചെയ്യുക എന്ന് പറയാം. ഹൈപ്പോഫാരിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈപ്പോഫാരിങ്സ് എന്ന് പറയുന്ന ഒരു ടങ് ലൈക്ക് സ്ട്രക്ചറാണ്. സോ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. കറക്റ്റായിട്ട് ആൻസർ ചെയ്തവരുടെ എണ്ണം കുറവാണ് കേട്ടോ. ടിഷ്യൂസും സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കണേ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ഓപ്ഷൻ 1 ആണ്. പറഞ്ഞവരിൽ 1-2 പേര് തെറ്റിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്, ബാക്കി എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A frog is dissected and its heart is observed to have 3 chambers. Blood from different parts of the body enters through large vein into a triangular structure before reaching the heart. Identify this triangular structure. അതായത് വീനക്കാവിൽ നിന്നൊക്കെ വരുന്ന ബ്ലഡ് നേരെ റൈറ്റ് ഏട്രിയത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു ട്രയാങ്കുലർ സാക്ക് സ്ട്രക്ചറിലേക്കാണ് ആദ്യം കളക്ട് ചെയ്യപ്പെടുക. ആ സ്ട്രക്ചറിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? കോണസ് ആർട്ടീരിയോസിസ്, സൈനസ് വിനോസിസ്, ലെഫ്റ്റ് ഏട്രിയം, വെൻട്രിക്കിൾ. ഏതായിരിക്കും ആൻസർ പറയാൻ പറ്റുക? എസ്, തീർത്ത കറക്റ്റാണ്. ആദിത് സച്ചിൻ പറഞ്ഞത് കറക്റ്റാണ്. ഗോകുൽ കറക്റ്റാണ്. സിമ്പിളാണ്. ആൻസർ എന്ന് പറയുന്നത് ഏതാ? ഓപ്ഷൻ 2 ആണ്. നിങ്ങൾക്ക് ഡൗട്ട് വരാൻ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യത ഈ കോണസ് ആർട്ടീരിയോസിസും സൈനസ് വിനോസിസുമാണ്. കോണസ് ആർട്ടീരിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? വെൻട്രിക്കിളിൽ വരുന്ന മിക്സ്ഡ് ബ്ലഡാണ്. കാരണം അവർക്ക് 2 ഏട്രിയും ഒരു കോമൺ വെൻട്രിക്കിളേ ഉള്ളൂ. റൈറ്റ് ഏട്രിയിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡും ലെഫ്റ്റ് ഏട്രിയിൽ ഓക്സിജനേറ്റഡ് ബ്ലഡുമാണ്. ഇത് രണ്ടും കൂടെ കോമൺ ആയിട്ടുള്ള വെൻട്രിക്കിളിലേക്കാണ് വന്ന് തുറക്കുന്നത്. അപ്പോൾ വെൻട്രിക്കിളിൽ വരുന്ന മിക്സ്ഡ് ബ്ലഡാണ്. അതായത് ഡീഓക്സിജനേറ്റഡും കാണും, ഓക്സിജനേറ്റഡും കാണും. ഈ മിക്സ്ഡ് ബ്ലഡ് ബോഡിയുടെ പല ഭാഗത്തേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടി ഈ
വെൻട്രിക്കിളിൻ്റെ തൊട്ടടുത്തായിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കോണസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന റൈറ്റ് ഏട്രിയത്തിലേക്ക് തുറക്കുന്നതിന് മുമ്പ് വീനക്കാവിൽ നിന്ന് വരുന്ന ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അതേതേ വരത്തുള്ളൂ? ഓപ്ഷൻ 2 ആണ് കേട്ടോ. സൈനസ് വീനോസിസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ഫീച്ചർ എൻഷ്യൂർസ് ഹൈ റീപ്രൊഡക്റ്റീവ് സക്സസ് ഇൻ ഫ്രോഗ് ഡിസ്പൈറ്റ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഫ്രോഗിൽ ഹൈ റീപ്രൊഡക്റ്റീവ് സക്സസ് വരാനുള്ള മെയിൻ റീസൺ എന്തായിരിക്കും? ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ, ലോ നമ്പർ ഓഫ് ഓവ, ഹൈ നമ്പർ ഓഫ് ഓവ റിലീസ്ഡ്, വിവിപാരിറ്റി. സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഫീച്ചർ എൻഷ്യൂർസ് ഹൈ റീപ്രൊഡക്റ്റീവ് സക്സസ് ഇൻ ഫ്രോഗ് ഡിസ്പൈറ്റ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ? അപ്പോൾ ക്വസ്റ്റനിൽ തന്നെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനെ പറ്റി പറഞ്ഞതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനും കളഞ്ഞേക്കാം. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ അല്ല, ഫ്രോഗിൻ്റെ സ്പേമും ഓവവും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന വാട്ടറിൽ വെച്ചിട്ടാണ്. ഇനി ആ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ അല്ലാതെ ഫ്രോഗിന് ഇത്രയും ഒരു ഹൈ റീപ്രൊഡക്റ്റീവ് സക്സസ് കൊടുക്കാനുള്ള റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതായിരിക്കും വരിക? ആൻസർ ഓപ്ഷൻ 3 ആണ് വരിക. കാരണം വെള്ളത്തിലേക്ക് ഒരു ഫീമെയിൽ ഫ്രോഗ് റിലീസ് ചെയ്യുന്നത് ഹൈ നമ്പർ ഓഫ് ഓവയാണ്. അപ്പോൾ മാക്സിമം ഫെർട്ടിലൈസേഷൻ നടക്കും, മാക്സിമം നമ്പർ ഓഫ് യങ് വൺസ് ഉണ്ടാവും, റീപ്രൊഡക്റ്റീവ് സക്സസ് റേറ്റ് അവിടെ കൂടുതലായിരിക്കും. ഓപ്ഷൻ 3 ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ ചൈൽഡ് ഈസ് ആക്സിഡൻ്റലി ബൈറ്റൺ ബൈ എ പോയിസണസ് സ്നേക്ക്. ദ ഡോക്ടർ immediately administrates an injection. What does this injection contain and what type of immunity does it provide? ഒരു പാമ്പ് കടിച്ചപ്പോൾ ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. ആ ഇഞ്ചക്ഷനകത്ത് എന്താണുള്ളത്? ആ ഇഞ്ചക്ഷൻ വഴി ആ കുട്ടിക്ക് കിട്ടിയ ഇമ്മ്യൂണിറ്റി എന്താണ് ചോദിച്ചിരിക്കുന്നത്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് കേട്ടോ. നമ്മുടെ ലൈഫ് ടൈം കൊണ്ട് പല പാത്തജൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഈ അക്വയർഡ് ഇമ്മ്യൂണിറ്റി പല രീതിയിൽ ഡെവലപ്പ് ചെയ്യാമേ. പാസീവും ഉണ്ട്, ആക്റ്റീവും ഉണ്ട്. ആദ്യം എന്താണ് ഈ ആക്റ്റീവ് എന്ന് പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ബോഡിയിലേക്ക് ഇപ്പം ചിക്കൻ ബോക്സ് കോസ് ചെയ്യുന്ന ഒരു വൈറസ് കയറി എന്ന് വിചാരിക്കുക. ആ വൈറസ് ഹൈലി ഡെത്ത്ഫുൾ ഒന്നും അല്ല. അതായത് ആ വൈറസ് കയറിയാൽ നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകത്തൊന്നുമില്ല, അത്രയ്ക്കും പോയിസണസോ കാര്യങ്ങളോ ഒന്നും അല്ല. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനിൽ ഈ വൈറസ് നമ്മുടെ ബോഡിയിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ വൈറസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ട് ഈ വൈറസിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിക്കകത്ത് തന്നെ പ്രിപ്പയർ ചെയ്യപ്പെടുന്നു. ഇനി അതുപോലെ നാളെ എപ്പോഴെങ്കിലും ഈ വൈറസ് പിന്നെയും നമ്മുടെ ബോഡിയിൽ കയറിക്കഴിഞ്ഞാൽ അതിനെ അപ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അവിടെ മെമ്മറി സെൽസും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു പാത്തജൻ നമ്മുടെ ബോഡിയിൽ കയറി നമ്മൾ ആ പാത്തജനുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ സെൽഫായിട്ട് സ്വന്തമായിട്ടൊരു ആൻറ്റിബോഡീനെയും അതിനെ പിന്നീട് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി മെമ്മറി സെല്ലുകളെയും ഫോം ചെയ്താൽ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റീനെ പറയുന്ന പേരാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. എന്തുകൊണ്ട് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നൊരു പേര് വന്നു എന്ന് ചോദിച്ചാൽ ബിക്കോസ് ദെയർ ഇസ് പ്രസൻസ് ഓഫ് മെമ്മറി സെൽസ്. ഈ മെമ്മറി സെൽസ് ഉള്ളത് കൊണ്ട് ഇത് എപ്പോഴും ഏത് സമയത്ത് ഈ വൈറസ് പിന്നെ കയറി വന്നാലും അതിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ആ ഇമ്മ്യൂണിറ്റി എപ്പോഴും നമ്മുടെ ബോഡിയിൽ ഒരു ആക്റ്റീവ് ഫോമിലായിരിക്കും കാണപ്പെടുക. പക്ഷേ ചില കണ്ടീഷനിൽ നമ്മുടെ ബോഡിയിലേക്ക് കയറുന്ന പാത്തജൻ ഹൈലി ടോക്സിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈലി പോയിസണസ് ആയിരിക്കാം. കയറി ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഡെത്തിലേക്ക് തന്നെ ലീഡ് ചെയ്യാനുള്ള റീസൺസ് ആയിട്ട് മാറാം. അങ്ങനെ എക്സാമ്പിളാണ് പാമ്പ് കടിക്കുമ്പോൾ പാമ്പിൻ്റെ വിഷത്തിനകത്തുള്ള ആൻറ്റിജൻ വെനം അത് ഹൈലി പോയിസണസ് അല്ലെങ്കിൽ ഹൈലി ടോക്സിക്കാണ്. ബോഡിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ ഡെത്ത് കോസിങ് ആയിട്ട് മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ ഒരു ആൻറ്റിജൻ അത്രയും ഹൈലി ടോക്സിക് ആയിട്ടുള്ള ആൻറ്റിജൻ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്വന്തമായിട്ട് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത് വരാൻ അവിടെ ഒരു ടൈം ഡിലേ ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് ആൻറ്റിജൻ നമ്മുടെ ബോഡിയിൽ കയറുന്നതെങ്കിൽ. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഈ ആൻറ്റിജനെ എത്രയും പെട്ടെന്ന് ഡിസ്ട്രക്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നേരത്തെ ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന പ്രീഫോംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഹോസ്പിറ്റൽസിൽ കാണും. അത് നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത്
നമ്മുടെ ബോഡി കയറിയ ആ ആൻറ്റിജൻ്റെ ടോക്സിസിറ്റീനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ആൻറ്റിജനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സമയം കൊടുത്തില്ല. കാരണം അത് ടോക്സിക് ആണ്. എത്രയും പെട്ടെന്ന് ആൻറ്റിബോഡി കൊടുത്തു, അതിനെ ന്യൂട്രലൈസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഈ ആൻറ്റിജനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം സ്വന്തമായിട്ട് ആൻറ്റിബോഡീനെയോ അതിനെ ഓർത്ത് വെക്കാൻ മെമ്മറി സെല്ലോ ഫോം ചെയ്തിട്ടില്ല. സോ മെമ്മറി സെൽ ആബ്സെൻ്റ് ആയതുകൊണ്ട് ആ ഇമ്മ്യൂണിറ്റി ലോങ് ലാസ്റ്റിംഗ് അല്ല, കുറച്ച് നേരത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റീനെ വിളിക്കുന്ന പേരാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. തീർത്ത് പറഞ്ഞത് കറക്റ്റാണ്. സ്നേക്ക് ബൈറ്റിന് അഗൈൻസ്റ്റ് എടുക്കുന്നത് ആൻറ്റിവെനമാണ് കേട്ടോ. അപ്പോൾ ഈ ആൻറ്റിവെനത്തിനകത്ത് എന്താണ് കാണുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻറ്റിവെനത്തിനകത്ത് എന്താ കാണുന്നത്? പ്രീ ഫോംഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ്. അതെടുക്കുന്ന വഴി നമുക്ക് എന്ത് ഇമ്മ്യൂണിറ്റിയാണ് കിട്ടുന്നത്? പാസീവ് ഇമ്മ്യൂണിറ്റി. ആൻസർ ഓപ്ഷൻ 2 ആണ് കേട്ടോ. ഇനി ഗാമാഗ്ലോബുലിൻസ് ഓപ്ഷൻ 3 നോക്കിക്കേ. ഗാമാഗ്ലോബുലിൻസ് എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡീസ് തന്നെയാണ്. അതും വേണമെങ്കിൽ ഉത്തരമായിട്ട് വരാം. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല? കാരണം ഗാമാഗ്ലോബുലിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അല്ല കേട്ടോ. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് 4 ബാരിയേഴ്സ്: ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സെല്ലുലാർ, സൈറ്റോകൈൻ. അപ്പോൾ ഇവിടെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ 2 ആണ്. ഇനി ഓപ്ഷൻ 1 നോക്കിക്കേ. അറ്റന്യുവേറ്റഡ് പാത്തജൻ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇത് എന്താ ഈ അറ്റന്യുവേറ്റഡ് പാത്തജൻ എന്നൊക്കെ പറഞ്ഞാൽ? നമ്മൾ വാക്സിനേഷൻ എടുക്കത്തില്ലേ? വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ 3 രീതിയിലാകാമേ. ഒന്നില്ലെങ്കിൽ ഒരു പാത്തജനെ കംപ്ലീറ്റ് ആയിട്ട് ഡെഡ് ആക്കിയിട്ട് ആ എൻഡയർ ഫോമിനെ നമ്മുടെ ബോഡിയിലേക്ക് കയറ്റാം. അല്ലെങ്കിൽ ആ പാത്തജൻ്റെ ഡിസീസ് കോസിങ് എബിലിറ്റി ഉള്ള ഒരു പ്രോട്ടീൻ പോർഷനെ മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് കയറ്റാം. അതല്ലെങ്കിൽ പാത്തജൻ ലൈവ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ആക്ടിവിറ്റീസ് സപ്രസ്ഡ് ആയിരിക്കും. അങ്ങനെ ലൈവായിട്ടുള്ള ആക്ടിവിറ്റീസ് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്തജനെ പറയുന്ന പേരാണ് അറ്റന്യുവേറ്റഡ് പാത്തജൻ. അപ്പോൾ ഒരു പാത്തജനാണ് നമ്മുടെ ബോഡിയിൽ കയറുന്നത്. എന്നിട്ട് നമ്മൾ അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് അതിനെ നശിപ്പിക്കാൻ ഒരു ആൻറ്റിബോഡിയും അതിനെ ഓർത്തിരിക്കാൻ ഒരു മെമ്മറി സെല്ലും ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ വാക്സിനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേട്ടോ. സോ നമുക്കിവിടെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ 2 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is the most important cause driving animals and plants to extinction? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷ്യസ് ഇൻവേഷൻ, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, കോ എക്സ്റ്റിൻഷൻസ്. ഇതിൽ ഏത് റീസൺ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഡ്രൈവിംഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ടു എക്സ്റ്റിൻഷൻ. ഇതെല്ലാം എക്സ്റ്റിൻഷൻസിൻ്റെ റീസൺസ് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി എന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വേഗം ആൻസർ തന്നേ. ആൻസർ പറഞ്ഞേ, ഏതായിരിക്കും ആൻസർ വരുന്നത്? തീർത്ത പറഞ്ഞ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ബാക്കിയുള്ളവരൊന്ന് പറഞ്ഞേ. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, ഏലിയൻ സ്പീഷ്യസ് ഇൻവേഷൻ ഉണ്ട്, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, കോ എക്സ്റ്റിൻഷൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന ആൻസറാണ്. ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ 3 ആണ് കേട്ടോ. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് എന്ന് പറയുന്നത്. ബാക്കിയും കോസുകൾ തന്നെയാണ്, പക്ഷെ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രശ്നം എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The large holes in Swiss cheese are formed due to the production of a large amount of CO2 by a bacterium named. അപ്പോൾ സ്വിസ് ചീസിനകത്തൊക്കെ ഈ ലാർജ് ഹോള് വരാനുള്ള കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റിലീസാണ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യാൻ കാരണമായിട്ടുള്ള ബാക്ടീരിയത്തിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊപ്യൂണിയം ബാക്ടീരിയം ഷെർമാണി, ലാക്ടോബാസില്ലസ് അസിഡോഫിലസ്, സക്കാരോമൈസിസ് സെർവീസിയെ, സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. ഏത് വരും? സിമ്പിളാണ്, എല്ലാവരും ആൻസർ പറയണം. പോരട്ടെ, എല്ലാവരും പറയുന്നത് കറക്റ്റാണ്. ഫർഹ കറക്റ്റാണ്, ഫാദിൽ ഹസൻ കറക്റ്റാണ്, അദിത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗോകുൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ ആൻസർ പോരട്ടെ, ഏത് വരും ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ 1 പ്രൊപ്പിയോണിയം ബാക്ടീരിയം ഷെർമാണിയാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എവല്യൂഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് പെയർ കറക്റ്റ്ലി റെപ്രസെൻറ്റ് ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ്? വിങ്സ് ഓഫ് ബേർഡ് ആൻഡ് ബട്ടർഫ്ലൈ, ഫ്ലിപ്പേഴ്സ് ഓഫ് ഡോൾഫിൻ ആൻഡ് പെൻഗ്വിൻ, തോൺ ഓഫ് ബൊഗേൻവില്ല ആൻഡ് ടെൻഡ്രിൽ ഓഫ് കുക്കുർബിറ്റ, ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ്. ഏതാണ് ഹോമോലോഗസ് സ്ട്രക്ചറിനെ കറക്റ്റായിട്ട് പറയുന്നതെന്ന്? ഏതായിരിക്കും ഹോമോലോഗസ് സ്ട്രക്ചർ വരുന്നെങ്കിൽ? എങ്ങനെയായിരിക്കും വരുന്നത്? ഡൈവേർജൻ്റ് എവല്യൂഷൻ അല്ലേ? എന്താ ഈ ഡൈവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്? അവർക്ക് അനാറ്റമിക്കലി സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ആയിരിക്കും, അതായത് സ്ട്രക്ചർ വൈസ് ഒക്കെ സിമിലർ ആണ്, പക്ഷേ ആ സ്ട്രക്ചറുകൾ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ തോൺ ഓഫ് ബൊഗേൻ, നിങ്ങൾ ആൻസർ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ 3 തന്നെയാണ് ആൻസറെ. തോൺ ഓഫ് ബൊഗേൻവില്ലയും ടെൻഡ്രിൽ ഓഫ് കുക്കുർബിറ്റയും ഇവർ അനാറ്റമിക്കലി സെയിം ആണ്, പക്ഷേ ഇവർ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആണ്. ബൊഗേൻവില്ലയുടെ തോൺ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ഷൻ മെത്തേഡ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. കുക്കുർബിറ്റ ആൻഡ് ടെൻഡ്രിൽ യൂസ് ചെയ്യുന്ന എന്തിനാണ്? എവിടെയെങ്കിലുമൊക്കെ ക്ലൈംബ് ചെയ്ത് പോകാനാണ്. അപ്പോൾ അനാറ്റമിക്കലി സെയിം ആണ്, പക്ഷേ അവരുടെ ഫങ്ഷൻസ് വൈസ് ഡിഫറെൻ്റ് ആണ്. ഡൈവേർജൻ്റ് എവല്യൂഷൻ വഴി ഉണ്ടായതാണ്. അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സിനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ്. ഈ ഹോമോലോഗസ് ജനറലി എന്താ കാണിക്കുന്നത്? ഒരു കോമൺ ആൻസിസ്റ്ററിനെയാണ് കാണിക്കുന്നത്. ഇനി ഇതിന് നേരെ ഒരു ഓപ്പോസിറ്റ് ഉണ്ട്. എന്താ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ? കൺവേർജൻ്റ് എവല്യൂഷൻ വഴി വരുന്നവനല്ലേ? കൺവേർജൻ്റ് എവല്യൂഷൻ വഴി വരിക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? സ്ട്രക്ചർ വൈസ് ഡിഫറെൻ്റ് ആണ്, അവർക്കൊരു കോമൺ ആൻസിസ്ട്രിയോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ ഈ സ്ട്രക്ചറുകൾ ചെയ്യുന്ന ഫങ്ഷൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അപ്പോൾ ആ സ്ട്രക്ചേഴ്സിനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരെന്താ? അനലോഗസ് ഓർഗൻസ് എന്നാണ്. അപ്പം അവർക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ അനലോഗസിന്? കൺവേർജൻ്റ് എവല്യൂഷൻ വഴി കോമൺ ആൻസിസ്ട്രി ഇല്ലാതെ എന്നാൽ സെയിം ഫങ്ഷൻ കാണിക്കുന്ന, സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ് പക്ഷേ സെയിം ഫങ്ഷൻ കാണിക്കുന്ന സ്ട്രക്ചറുകളെ നമ്മൾ ജനറലി അനലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയും. അനലോഗസ് സ്ട്രക്ചറിന് ഒരു എക്സാമ്പിൾ നമുക്ക് ഡോൾഫിൻ്റെയും അല്ലെങ്കിൽ പെൻഗ്വിൻ്റെ ഒക്കെ ഫ്ലിപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ മതി. അവർ അനാറ്റമിക്കലി ഡിഫറെൻ്റ് ആണ്, പക്ഷെ രണ്ടും യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സ്വിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഇനി അതുപോലെ ബട്ടർഫ്ലൈയുടെയും ബേർഡ്സിൻ്റെ ഒക്കെ വിങ്സ് അനാറ്റമിക്കലി ഡിഫറെൻ്റ് ആണ്, പക്ഷേ സെയിം ഫങ്ഷനാണ്, ഫ്ലൈയിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹോമോലോഗസ് സ്ട്രക്ചറിൻ്റെ, സോ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ് കേട്ടോ. ബാക്കി 3 കാണിച്ചിരിക്കുന്നത് ആരുടെയാ? അനലോഗസ് ആണ്. വിങ്സ് ഓഫ് ബേർഡ് ആൻഡ് ബട്ടർഫ്ലൈ അനലോഗസ് ആണ്. ഫ്ലിപ്പേഴ്സ് ഓഫ് ഡോൾഫിൻ ആൻഡ് പെൻഗ്വിൻ അനലോഗസ് ആണ്. ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽ അതും അനലോഗസ് ആണ് കേട്ടോ. അപ്പം അനലോഗസ് എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യം ഓർത്തിരുന്നാൽ മതി, ഡിഫറെൻ്റ് സ്ട്രക്ചർ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു കോമൺ ആൻസിസ്റ്ററി ഇല്ല എന്ന് ഓർത്താൽ മതിയേ, പക്ഷേ അവർ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻ എന്തായിരിക്കും? ഒരു സെയിം ഫങ്ഷൻ. ഇതാണ് അനലോഗസ്. ഇനി ഹോമോലോഗസ് എന്ന് പറയുമ്പം സെയിം സ്ട്രക്ചർ ആണ്, പക്ഷേ പെർഫോം ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫങ്ഷൻ ആയിരിക്കും. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ 3 വരും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? The volume of air that remains in lungs after forceful expiration is residual volume. The volume of air that remains in lungs after a forceful expiration is residual volume. Correct അല്ലേ? Residual volume is about 1100 to 1200 ml. Correct. Residual volume cannot be measured directly by using spirometer. Correct. Then last one, vital capacity prevents collapse of lungs during expiration. ആണോ? വൈറ്റൽ കപ്പാസിറ്റി അല്ല, റെസ്യൂഡിയൽ വോളിയം ഉള്ളത് കൊണ്ടാണ് ലങ്സ് എക്സ്പിരേഷൻ്റെ സമയത്ത് കൊളാപ്സ് ചെയ്യാതെ പോകുന്നത് കേട്ടോ. അപ്പം ആൻസർ ഓപ്ഷൻ 4 ആണ് ഇവിടെ ഇൻകറക്റ്റ് വന്നിരിക്കുന്നത്. എന്താ തെറ്റ് വന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ട് തെറ്റ് വന്നതെന്ന് ചോദിച്ചാൽ വൈറ്റൽ കപ്പാസിറ്റി അല്ല, റെസ്യൂഡിയൽ വോളിയം എന്നാണ് അവിടെ കറക്റ്റ് വരേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. A family went to a flower garden to enjoy nature's beauty. But after some time, one of the members started showing symptoms like sneezing, coughing, watery eyes, running nose, and even difficulty in breathing.
Identify the reason for this reaction and based on your understanding, choose the correct set of statement regarding the above mentioned symptoms. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഒരു ഗാർഡനിൽ പോയി അതിൻ്റെ അകത്തൊരു മെമ്പറിന് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്നീസിങ്ങും കഫിങ്ങും വാട്ടറി ഐസും ഒക്കെ വന്നു. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന സിംറ്റംസ് വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ മതി. The person is sensitive to some particle in the environment. അപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് പെട്ടെന്ന് ഈ തുമ്മലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു എക്സാജറേറ്റഡ് റെസ്പോൺസാണ്. അതിനെ നമ്മൾ ജനറലി പറയുന്ന പേരെന്താ, അലർജി എന്നാണ്. അലർജി വരണമെങ്കിൽ ആ പേഴ്സൺ എന്തെങ്കിലും പാർട്ടിക്കിളിനോട് എന്തായിരിക്കണം, സെൻസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി ദിസ് ഈസ് ആൻ എക്സാജറേറ്റഡ് റെസ്പോൺസ് ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം, കറക്റ്റ് അല്ലേ? ഇനി IgE ടൈപ്പ് ഓഫ് ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ടൈപ്പ് ഓഫ് റിയാക്ഷൻ, കറക്റ്റ് അല്ലേ? യൂസ് ഓഫ് കെമിക്കൽസ് ലൈക്ക് ഹിസ്റ്റമിൻ ആൻഡ് സെറോട്ടോണിൻ ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ സിംറ്റം. ഇവിടെയാണ് ഒരു തെറ്റ് വന്നത്. അലർജിക് റെസ്പോൺസ് വരണമെങ്കിൽ മാസ്റ്റ് സെല്ലിൽ നിന്ന് ഹിസ്റ്റമിനും സെറോട്ടോണിനും ബ്ലഡിലേക്ക് വരുന്നതുകൊണ്ടാണ് അലർജിക് റെസ്പോൺസ് വരുന്നത്. ആ അലർജിക് റെസ്പോൺസിനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ പിന്നെയും ഹിസ്റ്റമിനും സെറോട്ടോണിനും കൊടുത്തിട്ട് കാര്യമില്ല. എന്ത് കൊടുക്കണം? തീർത്ത് പറഞ്ഞ കറക്റ്റാ. ഹിസ്റ്റമിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ടത് ആൻറ്റി ഹിസ്റ്റമിനാ. അതല്ലെങ്കിൽ അഡ്രിനാലിൻ കൊടുക്കുക, അല്ലെങ്കിൽ കോർട്ടിസോൾ പോലെയുള്ള സ്റ്റീറോയിഡുകൾ കൊടുക്കാം. ഇതൊക്കെയാണ് അലർജിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ആൻറ്റി അലർജിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാ. ഇനി അഞ്ചാമത്തെ നോക്കിക്കേ, പോളൻ കുഡ് ബി ദ പോസിബിൾ കോസ് ഓഫ് ദിസ് റിയാക്ഷൻ. ഒരു ഗാർഡനിൽ പോയിട്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായേ, അപ്പം മെയിനായിട്ട് അവിടെ റീസൺ വരാൻ സാധ്യത എന്തായിരിക്കാം, അവിടെയുള്ള പോളൻ ഗ്രെയിനുമായിട്ട് അയാളുടെ ബോഡി റിയാക്ട് ചെയ്തതായിരിക്കാം. സോ ഇവിടെ ഈ ഒരു സിംറ്റവുമായിട്ട് കറക്റ്റായിട്ട് വരുന്നത് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റുകളാണ്. 1, 2, 3 ആൻഡ് 5 ആണ് കേട്ടോ. ഓക്കെ, പറഞ്ഞവരെല്ലാം കറക്റ്റായിട്ട് തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന ആൻസർ ഓപ്ഷൻ 1 ആണ് കേട്ടോ. നന്നായിട്ട് പോകുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Given below are some stages of human evolution. Arrange them in correct sequence, past to recent. പഴയതിൽ നിന്ന് ഏറ്റവും പുതിയതിലേക്ക് അറേഞ്ച് ചെയ്യുക എന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഹോമോ ഹാബിലസ്, ഹോമോ സാപ്പിയൻസ്, ഹോമോ നിയാൻഡർതാലൻസിസ്, ഹോമോ ഇറക്ടസ്. അപ്പം നിങ്ങൾ അതിൻ്റെ ആൻസർ പറഞ്ഞേ, ഏതാണ് കറക്റ്റ് ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ? ഇതിനൊന്നും അധികം സമയം എടുക്കേണ്ട ക്വസ്റ്റ്യൻസ് അല്ലേ, സിമ്പിളായിട്ട് ആ ഓർഡർ അങ്ങ് അറേഞ്ച് ചെയ്താൽ മതി. ഏത് വരും? ഒരാളെ ആൻസർ പറഞ്ഞിട്ടുള്ളൂ, വേഗം ആൻസർ പറഞ്ഞേ ബാക്കിയുള്ളവർ. ഓക്കെ, അടുത്ത ആൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ആരായിരിക്കും വരുന്നത്? ഏറ്റവും ആദ്യം വരുന്നത് ഹോമോ ഹാബിലസ് ആയിരിക്കും അല്ലേ. ഇതാണ് ഫസ്റ്റ് വൺ, അതാണ് ഏറ്റവും പാസ്റ്റിലുള്ളത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ആരായിരിക്കും? ഹോമോ ഇറക്ടസ്, പിന്നീട് നിയാൻഡർതാലൻസിസ്, ആൻഡ് ഏറ്റവും ലാസ്റ്റ് ആണ് ഹോമോ സാപ്പിയൻസ് വന്നത്. സോ ആൻസർ ഓപ്ഷൻ 4 ആണ് കേട്ടോ. എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആൻസർ ആണ്. സൂര്യ പറഞ്ഞത് കറക്റ്റാണ്, രോഹിത് പറഞ്ഞത് കറക്റ്റാണ്. സോ ആൻസർ ഓപ്ഷൻ 4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രീത്തിങ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഈസ് ഒബ്റ്റെയിൻഡ് വെൻ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് O2 ഈസ് എഗൻസ്റ്റ് PCO2. സ്റ്റേറ്റ്മെൻറ്റ് 2. FRC is the volume of air that will remain in the lungs after a forced expiration. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. ഏത് ഓപ്ഷൻ വരും? രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായിട്ട് വായിച്ചിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞേ. ഒരാൾ ആൻസർ പറഞ്ഞിട്ടുള്ളൂ, അടുത്തയാൾ വന്നിട്ടുണ്ട്. തീർത്ത, ഫർഹ, ഗോകുൽ, ഇവരെല്ലാം പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുമ്പോൾ ഇതേ ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും. എക്സ് ആക്സിസിൽ എന്താ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ് കേട്ടോ, PO2. വൈ ആക്സിസിൽ എന്താ? പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജനുമാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഈസ് ഒബ്റ്റെയിൻഡ് വെൻ പെർസെൻറ്റേജ് സാച്ചുറേഷൻ വിത്ത് ഓക്സിജൻ എഗനിസ്റ്റ് PCO2 എന്നാണോ? എഗനിസ്റ്റ് PO2. തെറ്റിപ്പോയില്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാന്ന് മനസ്സിലായി. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2. FRC എന്താ? ഫങ്ഷണൽ റെസ്യൂഡിയൽ കപ്പാസിറ്റി. അതിങ്ങനെയാണ് പറയുന്നത്.
വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ റിമൈൻ ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. ഫോഴ്സ് ആയിട്ടൊന്നും നമ്മൾ എക്സ്പയർ ചെയ്യണ്ട. സാധാരണ ഒരു ശ്വാസം വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിൽ മിച്ചം കിടക്കുന്ന ആ വോളിയം ഓഫ് എയറിനെയാണ് നമ്മൾ ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തെറ്റല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 2ഉം തെറ്റാ. സോ നിങ്ങൾ പറഞ്ഞ ആൻസർ തന്നെയാണ് കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ഇൻകറക്റ്റ്. ആൻസർ ഓപ്ഷൻ 4 വരും. അങ്ങനെയാണ് എൻ്റെ ക്വസ്റ്റ്യൻ. വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ റിമൈൻ ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ഏത് വോളിയത്തിനെയാണ് നമ്മൾ ജനറലി പറയുന്നത്? വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ റിമൈൻ ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ. ഒരു ഫോഴ്സ്ഡ് എക്സ്പിരേഷന് ശേഷം നമ്മുടെ ലങ്സിൽ മിച്ചം കിടക്കുന്ന ആ വോളിയം ഓഫ് എയറിനെ വിളിക്കേണ്ട പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യാവോ? വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ റിമൈൻ ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ. ആ വോളിയത്തിന് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട പേരെന്താന്ന് പറഞ്ഞേ? 2 പേര് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറയാവേ. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഫോഴ്സ്ഡ് എക്സ്പിരേഷന് ശേഷം നമ്മുടെ ലങ്സിൽ മിച്ചം കിടക്കുന്ന ആ വോളിയം ഓഫ് എയറിന് കൊടുക്കേണ്ട പേരെന്താണെന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആ വോളിയം ഓഫ് എയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡ്യൂവൽ വോളിയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ FRCയും റെസിഡ്യൂവൽ വോളിയം തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ, ഒരു ഫോഴ്സിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ ഒരു നോർമലിൻ്റെ വ്യത്യാസം. ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ എന്ന് പറഞ്ഞാൽ FRCയിലേക്ക് പോവുക, ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ എന്ന് പറഞ്ഞാൽ റെസിഡ്യൂവൽ വോളിയത്തിലേക്ക് പോവുക കേട്ടോ. ഇനി ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എമംഗ് ദ ബിലോ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഇലക്ട്രിക്കൽ സിനാപ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു 5 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ 5 സ്റ്റേറ്റ്മെൻറ്റിൽ ഇലക്ട്രിക്കൽ സിനാപ്സിനെ പറ്റി കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുക. പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ന്യൂറോൺസ് ആർ ഇൻ വെരി ക്ലോസ് പ്രോക്സിമിറ്റി അറ്റ് ഇലക്ട്രിക്കൽ സിനാപ്സ്. കറക്റ്റ് അല്ലേ? ഇലക്ട്രിക്കൽ സിനാപ്സിൽ പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ വളരെ തൊട്ടടുത്തടുത്ത് വേണം കാണാനായിട്ട്. സോ കറക്റ്റ്. ഇലക്ട്രിക് കറൻസ് ആർ ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്. കറക്റ്റ് അല്ലേ? Transmission of an impulse across an electrical synapse is very similar to impulse conduction along a single axon. അതും correct. Impulse transmission is always faster in an electric synapse than that across a chemical synapse. Correct അല്ലേ? Electrical synapses are rare in our system. അതും correct അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ആൻസർ നമുക്കിവിടെ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ് കേട്ടോ. 4 ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ്ക്രീഷനിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഡയാലിസിസ്. 4 ഓപ്ഷൻ ഉണ്ട്. വായിച്ചിട്ട് ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ. നിങ്ങളുടെ ഓപ്ഷൻസ് കണ്ടിട്ടേ ഞാൻ ഇനി ആൻസർ പറയത്തുള്ളൂ കേട്ടോ. വേഗം ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസ് വായിച്ച് നോക്കണം കേട്ടോ. 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 4ഉം ഡയാലിസിസിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ എനിക്ക് കണ്ടുപിടിച്ച് തരണം. ഓക്കെ, ആൻസർ പോരട്ടെ. പാടാണോ ക്വസ്റ്റ്യൻ? സിമ്പിളല്ലേ? വായിച്ച് നോക്കിക്കേ. നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വായിച്ചേ. ക്ലിയർ ബ്ലഡ് ഈസ് പമ്പ്ഡ് ബാക്ക് ടു ബോഡി ത്രൂ എ വെയിൻ ആഫ്റ്റർ ആഡിങ് ഹെപ്പാരിൻ ടു ഇറ്റ്. ബ്ലഡ് ഈസ് ഡ്രെയിൻഡ് ഫ്രം കൺവീനിയൻറ്റ് ആർട്ടറി പമ്പ്ഡ് ഇൻ ടു എ ഡയാലിസിങ് യൂണിറ്റ് ആഫ്റ്റർ ആഡിങ് ആൻ ആൻറ്റികോയാഗുലൻറ്റ്. The dialysing fluid contains a coiled cellophane tube surrounded by a dialysing fluid having the same composition as that of plasma except the nitrogenous waste. The porous cellophane membrane based on concentration gradient. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡയാലിസിസിനെ പറ്റിയുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യം ഡയാലിസിസ് എന്താണെന്ന് പറയണം. ഓൾമോസ്റ്റ് ഇപ്പോഴാണ് എല്ലാവരും ആൻസർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, എന്താ ഡയാലിസിങ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് യുറീമിയ കൊണ്ട് സഫർ ചെയ്യുവാണെങ്കിൽ, സോ വാട്ട് ഈസ് യുറീമിയ? ബ്ലഡിൻ്റെ അകത്ത് യൂറിയയുടെ അക്യുമുലേഷൻ നടക്കുന്നു. ദാറ്റ് മീൻസ് കിഡ്നി പ്രോപ്പറായിട്ട് ഫിൽട്ടർ ചെയ്യുന്നില്ല.
അതുകൊണ്ടാണ് യുറീമിയ വന്നത് അല്ലേ. അങ്ങനെയുള്ളവരുടെ കേസിൽ സജസ്റ്റ് ചെയ്യുന്നതാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി യൂസ് ചെയ്യുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലഡിനെ എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുക്കണം. അപ്പം പുറത്തായിട്ട് ഒരു ഡയാലിസിങ് യൂണിറ്റ് ഉണ്ട്. ആൻഡ് അത് കോയിൽഡ് ആയിട്ടുള്ള പോറസ് ആയിട്ടുള്ള സെല്ലോഫാൻ ട്യൂബ് ഉണ്ട്. ഈ ട്യൂബ് കിടക്കുന്ന ഒരു ഡയാലിസിങ് ഫ്ലൂയിഡിൻ്റെ അകത്താണ്. ആ ഡയാലിസിങ് ഫ്ലൂയിഡിൻ്റെ അകത്ത് പ്ലാസ്മയ്ക്കകത്തുള്ള എല്ലാ കമ്പോണൻസും ഉണ്ട്, ഒരാളൊഴികെ. ആര്? നൈട്രോജനസ് വേസ്റ്റ് ഒഴികെ ഈ ബ്ലഡിൻ്റെ പ്ലാസ്മയുടെ അതേ കോമ്പോസിഷനാണ് ഡയാലിസിങ് ഫ്ലൂയിഡിനുള്ളത്. അപ്പോൾ ബ്ലഡ് എന്ത് ചെയ്യുന്നു, ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ആർട്ടറിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. പക്ഷേ ബ്ലഡിനൊരു പ്രശ്നമുണ്ട്, എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ ബ്ലഡ് കട്ട പിടിക്കും. അപ്പോൾ ഇവിടെ കട്ട പിടിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ കൊയാഗുലേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആൻറ്റി കൊയാഗുലൻ്റ് കൊടുത്തു. അങ്ങനെ എക്സസീവായിട്ട് കൊടുക്കുന്ന ആൻറ്റി കൊയാഗുലൻ്റ് ആണ് ഹെപ്പാരിൻ. ഹെപ്പാരിൻ ആഡ് ചെയ്ത് ബ്ലഡിനെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ആർട്ടറിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ആ ബ്ലഡ് ഇങ്ങനെ സെല്ലോഫാൻ ട്യൂബ് വഴി ഒഴുകുന്ന സമയത്ത്, സെല്ലോഫാൻ ട്യൂബിന് ചെറിയ പോറുകളുണ്ടല്ലോ, ഇനി ചുറ്റിനുമുള്ള ഡയാലിസിങ് ഫ്ലൂയിഡിൽ എന്തില്ല, നൈട്രോജനസ് വേസ്റ്റ് ഇല്ല. ഈ ഒഴുകി വരുന്ന ബ്ലഡിൻ്റെ അകത്താണ് ഈ ഹൈ എമൗണ്ട് ഓഫ് നൈട്രോജനസ് വേസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യും, ബ്ലഡിൻ്റെ അകത്തുനിന്ന് യൂറിയ പതുക്കെ ഈ പോറ് വഴി ഇറങ്ങി ചുറ്റിനുമുള്ള ഫ്ലൂയിഡിലേക്ക് വരാൻ തുടങ്ങും. അതിനനുസരിച്ച് ആ സെല്ലോഫാൻ ട്യൂബിക്കോടെ ഒഴുകി വരുന്ന ബ്ലഡിൻ്റെ അകത്തുള്ള യൂറിയയുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞു, ബ്ലഡ് കുറച്ചുകൂടെ പ്യൂരിഫൈഡ് ആയി. ഇനി ആ ബ്ലഡിനെ തിരിച്ചെങ്ങോട്ടേക്ക് തന്നെ കയറ്റണം, ബോഡിക്കകത്തേക്ക് കയറ്റണം. അപ്പോൾ അവിടെ ബ്ലഡ് പെട്ടെന്ന് ഹാർട്ടിലേക്ക് എത്തണമെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും ആ ബ്ലഡിനെ കയറ്റാൻ പോകുന്നത്, കൺവീനിയൻ്റ് ആയിട്ടുള്ള വെയിനിലേക്ക്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ സെല്ലോഫാൻ ട്യൂബിക്കോടെ ഒഴുകി വന്ന ബ്ലഡിൻ്റെ അകത്ത് ലാർജ് എമൗണ്ടിൽ ഹെപ്പാരിൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഹെപ്പാരിൻ ഇനി എന്ത് ചെയ്യണം, എക്സസീവ് ആയിട്ടുള്ള ഹെപ്പാരിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയണം. അതിനുവേണ്ടി നമ്മൾ കൊടുക്കേണ്ട ആ ഒരു സബ്സ്റ്റൻസിനെ വിളിക്കേണ്ട പേര് പിന്നെയും ഹെപ്പാരിൻ എന്നല്ല. എക്സസീവ് ഹെപ്പാരിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ട ആ സബ്സ്റ്റൻസിൻ്റെ പേര് ആൻറ്റി ഹെപ്പാരിൻ എന്നാണ് കേട്ടോ. സോ ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ 1 ആണ് ആൻസർ വരുന്നത്. ഹെപ്പാരിൻ എന്നല്ല, ആൻറ്റി ഹെപ്പാരിൻ എന്നാണ് കേട്ടോ. സോ ആൻസർ പറഞ്ഞിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ 1 ആണ്. ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. കൺവീനിയൻ്റ് ആയിട്ടുള്ള ആർട്ടറിയിൽ നിന്നാണ് എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ടുള്ള ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നു. എന്നിട്ട് സെല്ലോഫാൻ ട്യൂബിക്കോടെ പോകുന്ന സമയത്ത് ആ ഒരു സെല്ലോഫാൻ ട്യൂബ് കിടക്കുന്ന ഡയാലിസിങ് ഫ്ലൂയിഡിലാണ്. ആ ഫ്ലൂയിഡിൻ്റെ അകത്ത് നൈട്രോജനസ് വേസ്റ്റ് ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട്. ആൻഡ് പോറസിക്കോടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അനുസരിച്ചിട്ടാണ് പോകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. വേഗം 4 സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചേ, എന്നിട്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചേ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണേ. ഏതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നിങ്ങൾ പറയണം. വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ. ഇത് ലോക്കോമോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൻ്റെ അകത്ത് വന്ന ഡിസോർഡറുകളുടെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ്. എല്ലാം NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെയുള്ള പോർഷൻസ് ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ പറയാം. യെസ്, പറയുന്നവരെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പം ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ തരുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കണം കേട്ടോ. അല്ലാതെ പെട്ടെന്ന് വായിച്ച് വിട്ടിട്ട് ചിലപ്പോൾ 1, 2 ചെറിയ എന്തെങ്കിലും വാക്കുകളുടെ വ്യത്യാസത്തിലായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവുന്നോ തെറ്റാവുന്നോ ഒക്കെ. അപ്പോൾ കറക്റ്റായിട്ടൊന്ന് വായിച്ച് നോക്കുക. മയസ്തീനിയ ഗ്രാവിസ് ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, ശരിയല്ലേ? ദാറ്റ് അഫക്ട്സ് എവിടെയാണ്? ന്യൂറോ മസ്കുലാർ ജംഗ്ഷനാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആക്കി എടുത്തോ. മസ്കുലാർ ഡിസ്ട്രോഫി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എന്താ? പ്രോഗ്രസീവ് ഡീജനറേഷൻ ഓഫ് സ്കെൽറ്റൽ മസിലാണ്. മോസ്റ്റ്ലി എന്ത് വഴിയാണ് വരുന്നത്? ജനറ്റിക് ഡിസോർഡർ ആണ്, കറക്റ്റാണ്. ഇനി ഗൗട്ട് ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻ്റ് ആണ്, കോസ്റ്റ് ഡ്യൂ ടു അക്യൂമുലേഷൻ ഓഫ് പൊട്ടാസ്യം ക്രിസ്റ്റൽ എന്നാണോ? ഏത് ക്രിസ്റ്റൽസാ? യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് വന്ന് ഡെപ്പോസിറ്റഡ് ആവുന്നതുകൊണ്ടുണ്ടാവുന്ന ആ ഇൻഫ്ലമേഷനെ വിളിക്കുന്ന പേരാ ഗൗട്ട്. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാ. ടെറ്റനി ഈസ് എ റാപ്പിഡ് സ്പാസം ഇൻ മസിൽ കോസ്ഡ് ഡ്യൂ ടു ലോ കാൽഷ്യം ഇൻ ബോഡി ഫ്ലൂയിഡ്, കറക്റ്റ് അല്ലേ? സോ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൻസർ ഓപ്ഷൻ 2 എന്ന് വരുമെന്നാണ്. കറക്റ്റാണ്, ഓപ്ഷൻ 2 ആണ്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 3 മാത്രമാണ് ഇൻകറക്റ്റ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ.
ഈ ക്വസ്റ്റിന് നിങ്ങൾ തന്നെ ആൻസർ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. സ്റ്റഡി ദ ട്രാൻസ്വേഴ്സ് സെഷൻ ഓഫ് ബ്ലഡ് വെസൽ എ ആൻഡ് ബി ഗിവൺ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എ ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്. ഇതിൽ ഏത് ബ്ലഡ് വെസലാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് എയെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നും കൂടെ കണ്ടുപിടിച്ച് തരണേ. എ ആരാ, ബി ആരാന്ന് പറയണം. എന്നിട്ട് അവരെ പറ്റിയുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നും എനിക്ക് പറഞ്ഞു തരണം. അപ്പം 2 ബ്ലഡ് വെസലിനെ കൺസിഡർ ചെയ്താൽ മതിയേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ള ആർട്ടറിയും വെയിനുമാണ്. അപ്പോൾ ഇതിൽ എ ആണോ ബി ആണോ ആർട്ടറി വെയിൻ എന്നൊന്ന് ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് എയെ പറ്റി പറഞ്ഞിരിക്കുന്ന ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ആർട്ടറിനെയും വെയിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കണേ. ഇൻകറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കറക്റ്റല്ല, ഇൻകറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. സൂര്യകിരൺ ഓക്കെ, ഹംന ഓക്കെ. അപ്പോൾ ആദ്യം ബ്ലഡ് വെസൽസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാവേ. ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഈ നടുക്ക് തന്നിരിക്കുന്നതാണ് ല്യൂമൻ. ല്യൂമൻ നാരോ ആയിട്ടുള്ള ആള് ആർട്ടറി, ല്യൂമൻ വൈഡർ ആയിട്ടുള്ള ആള് വെയിന്. ഇനി അതുപോലെ തന്നെ ഈ നടുക്കുള്ള ലെയറിൻ്റെ പേര് ട്യൂണിക്ക മീഡിയ എന്ന. ട്യൂണിക്ക മീഡിയയ്ക്ക് തിക്നെസ് കൂടുതലാണെങ്കിൽ അതും ആർട്ടറി, ട്യൂണിക്ക മീഡിയയ്ക്ക് തിക്നെസ് കുറവാണെങ്കിൽ വെയിന്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഓർക്കേണ്ടത് കേട്ടോ. ല്യൂമൻ ചെറുതും ട്യൂണിക്ക മീഡിയ തിക്കറുമാണെങ്കിൽ ആർട്ടറി, ല്യൂമൻ വലുതും ട്യൂണിക്ക മീഡിയ തിന്നുവാണെങ്കിൽ വെയിന്. അപ്പം ഈ എ ആണ് ആർട്ടറി, ബി ആണ് നിങ്ങൾക്ക് വെയിൻ എന്ന് കിട്ടിയിട്ടുണ്ടാവുക. എന്നിട്ട് ഈ ആർട്ടറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഡിസ്ട്രിബ്യൂട്ട് ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡി. ശരിയല്ലേ? ഹാർട്ടിൽ നിന്ന് പല ബോഡി പാർട്സിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്ത് എത്തിച്ചു കൊടുക്കുന്ന ഒരാളാണ് ആർട്ടറി. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. എ ഹാവ് വാൽവ്സ് ഇൻ ദം. ഒരു പ്രശ്നമുണ്ട്. ഈ ആർട്ടറിയുടെ ല്യൂമൻ ചെറുതായതുകൊണ്ട് തന്നെ ഇതിലേക്കൂടെ ഹൈ പ്രഷറിലായിരിക്കും ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ബ്ലഡിന് പുറത്തേക്ക് അല്ലെങ്കിൽ പുറകിലോട്ട് തിരിച്ച് ബാക്ക് ഫ്ലോ നടത്താൻ ഒരു പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ജനറലി ഈ ആർട്ടറിയുടെ കേസിൽ എന്ത് കാണത്തില്ല, വാൽവ്സ് കാണത്തില്ല കേട്ടോ. അപ്പം 2 ആണ് ഇവിടെ ഇൻകറക്റ്റ് വന്നിരിക്കുന്നത്. ജനറലി ആർട്ടറിക്ക് വാൽവുകളില്ല. പിന്നെ ഏത് ബ്ലഡ് വെസലിനാണ് വാൽവ് ഉള്ളത്? വെയിനിൻ്റെ ല്യൂമൻ കുറച്ചുകൂടെ വലുതാണ്. അതായത് അതിലേക്കൂടെ ഒഴുകുന്ന ബ്ലഡിൻ്റെ പ്രഷർ കുറവാണ്. അപ്പം ബ്ലഡിന് ചില സമയത്ത് തിരിച്ച് ബാക്ക് ഫ്ലോ നടത്താനൊരു ടെൻഡൻസി ഉണ്ട്. ആ ബാക്ക് ഫ്ലോനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ജനറലി വെയിൻസിൻ്റെ വോളിലാണ് ആരെ നമുക്ക് കാണാൻ പറ്റുന്നത്? വാൽവുകളെ കാണാൻ പറ്റുക. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. എ ഹാവ് വാൽവ് ഇൻ ദം എന്ന് പറഞ്ഞതാണ് തെറ്റ്. ഇനി നോക്കിക്കേ, ദ വോൾ ഓഫ് എ ഈസ് തിക്ക് ആൻഡ് മസ്കുലാർ. കറക്റ്റ് അല്ലേ? ട്യൂണിക്ക മീഡിയ തിക്കാണ്. ഈ ട്യൂണിക്ക മീഡിയ ഫോം ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാ? സ്മൂത്ത് മസിൽസ് വെച്ചിട്ടാ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്മൂത്ത് മസിൽസ് ഉണ്ടായിരിക്കുന്ന ആർട്ടറിയുടെ വോളിലാണ്. ഇനി ഇൻ എ ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഈസ് ഫാസ്റ്റർ ആൻഡ് ഈസ് അണ്ടർ ഗ്രേറ്റ് പ്രഷർ. അതും കറക്റ്റ് അല്ലേ? സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 എന്നാണ് കേട്ടോ. പറഞ്ഞ തീർത്തയും ഹംനയൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യ പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണ്. സോ ആൻസർ ഓപ്ഷൻ 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. കാർഡിയാക് ഡിസോർഡർ വന്നിട്ടുണ്ട്, അതിൻ്റെ കോസും തമ്മിലൊന്ന് മാച്ച് ചെയ്യാനാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന, വേഗം ചെയ്തേ. എ ഉണ്ട്, ബി ഉണ്ട്, സി ഡി ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് മാച്ച് ചെയ്യണേ. ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹാർട്ട് നോട്ട് പമ്പിങ് ബ്ലഡ് എഫക്റ്റീവ്ലി ഇനഫ് ടു മീറ്റ് ദ നീഡ് ഓഫ് ബോഡി എന്നാണ് കേട്ടോ. 4 ആണ് വരിക. ഇനി കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് പെട്ടെന്ന് നിന്ന് പോകുന്ന അവസ്ഥയല്ലേ. ഹാർട്ട് സ്റ്റോപ്പ് സഡൻലി. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഹാർട്ട് മസിൽ ഈസ് സഡൻലി ഡാമേജ്ഡ് ബൈ ഇൻഅഡിക്വേറ്റ് ബ്ലഡ് സപ്ലൈ. C1. ദെൻ കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസ് വരാൻ, അല്ലെങ്കിൽ അതിനെ നമുക്ക് അതീരോസ്ക്ലീറോസിസ് എന്ന് പറയാം. അപ്പം A4 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കാരണം ഒറ്റ ഓപ്ഷൻ അങ്ങനെ വരുന്നുള്ളൂ അല്ലേ. ആൻസർ ഓപ്ഷൻ 3 എന്നാണ്. ഇതെല്ലാവരും ഓൾമോസ്റ്റ് പെട്ടെന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റെഫർ ടു ദി ഗിവൺ ഫിഗർ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. അപ്പോൾ ഇത് തന്നിരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഫിഗർ ആണ്. വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഇഫ് പാർട്ട് എക്സ് ഈസ് റിമൂവ്ഡ്? ഈ കാണിച്ചിരിക്കുന്നതാണ് എക്സ്. ആ എക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും എഫക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഫിഗർ നോക്കിയിട്ട് പറഞ്ഞേ, ഈ എക്സ് എന്ന് പറഞ്ഞ് ഈ ഭാഗം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞേ. ഓക്സിറ്റോസിൻ ആൻഡ് ADH വിൽ നോട്ട് ബി സിന്തസൈസ്ഡ്. ഓക്സിറ്റോസിൻ ആൻഡ് ADH വിൽ ബി സിന്തസൈസ്ഡ് ബട്ട് കുഡ് നോട്ട് ബി സ്റ്റോർഡ്. only synthesis of oxytocin will occur, only synthesis of ADH will occur. ആൻസർ തരുമ്പോൾ ശ്രദ്ധിച്ച് ഫിഗർ നോക്കി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയിട്ട് വേണം ആൻസർ തരാൻ കേട്ടോ. സ്പീഡിൽ നമ്മൾ ആൻസർ ചെയ്യണം, പക്ഷെ സ്പീഡിൽ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനൊക്കെ ക്ലിയർ ആയിട്ട് നോക്കി എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനേ. എക്സ് ആണ് റിമൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ആരെയാ? ഇതാണ് അഡിനോ ഹൈപ്പോഫൈസിസ്, ഇതാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. സാധാരണ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ സ്വന്തമായിട്ട് ഹോർമോണിനെ സിന്തസൈസ് ചെയ്യാനും സെക്രീറ്റ് ചെയ്യാനും ഉള്ള കഴിവ് അഡിനോ ഹൈപ്പോഫൈസിസിന് മാത്രമേ ഉള്ളൂ. പോസ്റ്റീരിയർ അല്ലെങ്കിൽ ന്യൂറോ ഹൈപ്പോഫൈസിസിന് സ്വന്തമായിട്ട് സിന്തസിസ് ഒന്നുമില്ല, അതായത് സ്വന്തമായിട്ട് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യത്തൊന്നുമില്ല. പക്ഷേ ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ കയ്യിൽ 2 ഹോർമോൺ ഇരിപ്പുണ്ട്, ഓക്സിറ്റോസിനും വാസോപ്രസിനും. വാസോപ്രസിന് ADH എന്ന് പറയുന്നത്. ഇത് ശരിക്കും പ്രൊഡ്യൂസ് ചെയ്തത് ഹൈപ്പോതലാമസിൽ നിന്നാണ്. ഹൈപ്പോതലാമസിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഈ ഓക്സിറ്റോസിനും വാസോപ്രസിനും ഹൈപ്പോതലാമിക് ന്യൂക്ലിയയുടെ ആക്സോൺ വഴി നേരെ എങ്ങോട്ടേക്ക് വരിക? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക്. എന്നിട്ട് ഓക്സിറ്റോസിനും വാസോപ്രസിനും ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റോർ ചെയ്യും. അപ്പം നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്ന കോൺസിക്വൻസ് എന്ന്. ഓക്സിറ്റോസിൻ ആൻഡ് ADH വിൽ നോട്ട് ബി സിന്തസൈസ് എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഓക്സിറ്റോസിനും ഈ ADHും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? ഹൈപ്പോതലാമസാ. ഹൈപ്പോതലാമസിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓക്സിറ്റോസിൻ ADH സിന്തസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി നോക്കിക്കേ, ഓക്സിറ്റോസിൻ ആൻഡ് ADH വിൽ ബി സിന്തസൈസ്ഡ് ബട്ട് കുഡ് നോട്ട് ബി സ്റ്റോർഡ്. അതല്ലേ കറക്റ്റ്? ഹൈപ്പോതലാമസ് ഓക്സിറ്റോസിനെയും ADHനെയും ഫോം ചെയ്യും, പക്ഷെ അതിനെ സ്റ്റോർ ചെയ്യാനുള്ള ആളാണ് പോയിരിക്കുന്നത്, അതുകൊണ്ട് സ്റ്റോറേജ് നടക്കില്ല. ആൻസർ ഓപ്ഷൻ 2 എന്ന് പറഞ്ഞവരുടെയാണ് കറക്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി 3ഉം 4ഉം അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിരിക്കും. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എന്തെന്ന് വരും? 2 എന്ന് വരും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാവേ. സ്റ്റേറ്റ്മെന്റ് 1. Gastrin act on the exocrine pancreas and stimulate secretion of HCl and pepsinogen. Statement 2. Secretin stimulates secretion of water and bicarbonate ion from exocrine pancreas. ആൻസർ പറഞ്ഞേ ഏത് വരുമെന്ന്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചുറ്റി വളച്ചിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻസർ പറഞ്ഞേ. 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്താ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഗ്യാസ്ട്രിൻ ആക്ട് ഓൺ എക്സോക്രൈൻ പാൻക്രിയാസ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് HCl ആൻഡ് പെപ്സിനോജൻ എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് സെക്രീറ്റിൻ സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് അയോൺസ് ഫ്രം എക്സോക്രൈൻ പാൻക്രിയാസ്. ആൻസർ പറഞ്ഞേ. ഗ്യാസ്ട്രിൻ്റെ ഫങ്ഷൻ എന്താ? സ്റ്റൊമക്കിൻ്റെ വോളിലുള്ള ചില സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റൊമക്കിൻ്റെ വോളിൽ തന്നെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകളുണ്ട്. ആ ഗ്യാസ്ട്രിക് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടെ നിന്ന് HClനെയും പെപ്സിനോജനെയും റിലീസ് ചെയ്യേണ്ട ആളാണ് ആരെന്ന് പറയുന്നത്? ഗ്യാസ്ട്രിൻ. എക്സോക്രൈൻ പാൻക്രിയാസിനെ അല്ല സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകളെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതുവഴി സെക്രീഷൻ ഓഫ് HCl ആൻഡ് പെപ്സിനോജന. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റാണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2. സെക്രീറ്റിൻ സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് അയോൺസ് ഫ്രം പാൻക്രിയാസ്. അത് കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റും സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റും എന്നാണ് കേട്ടോ. കുറച്ച് പേരെ ഇത് കറക്റ്റായിട്ട് ആൻസർ തന്നിട്ടുള്ളൂ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതും ഒരു ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണേ.
Which of the following embryonic development stage become embedded in the uterine endometrium by a process called implantation and leads to pregnancy? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഫിഗറിനകത്ത് ഏത് സ്റ്റേജാണ് യൂട്രസിൻ്റെ എൻഡോമെട്രിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഇംപ്ലാന്റേഷനിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ഫിഗറും NCERT തന്നിരിക്കുന്നതാണ്. ഓരോ ഫിഗറും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ പറയാം. പോരട്ടെ ആൻസർ. ഇംപ്ലാന്റേഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ഇതിൽ ഏത് സ്റ്റേജാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇംപ്ലാന്റ് ചെയ്യുന്നത് ആരാ? യൂട്രസിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നത് ഏത് സ്റ്റേജാണ്? ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലേ. അപ്പോൾ ഇതിലേതാ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. ബ്ലാസ്റ്റോസിസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. പുറത്തോടെ ഒരു ലെയർ ഓഫ് സെല്ല് കാണും, പേര് ട്രോഫോബ്ലാസ്റ്റ്. അകത്തൊരു മാസ് ഓഫ് സെല്ല് കാണും, പേര് ഇന്നർ സെൽ മാസ്. അത് വരുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ 3 ആണ് ബ്ലാസ്റ്റോസിസ്റ്റ് കേട്ടോ. ഇത് ഫെർട്ടിലൈസേഷൻ കാണിക്കുന്ന ഫസ്റ്റ് സ്റ്റേജ് ഫെർട്ടിലൈസേഷൻ കാണിക്കുക. ഇത് 8 to 16 സെല്ല് സ്റ്റേജ് മോറിലേനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഈ കാണിച്ചിരിക്കുന്ന ഒരു സെക്കൻഡറി യൂസൈറ്റ് അല്ലെങ്കിൽ ഓവമാണ് കേട്ടോ. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ 3 എന്നാണ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യന് assertion reason. Assertion: breastfeeding during the initial period of infant growth is highly recommended by the doctors for bringing a healthy baby. Reason: colostrum contains several antibodies absolutely essential to develop resistance for newborn baby. Assertion, reason കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. അസേർഷൻ, റീസൺ, ക്വസ്റ്റ്യൻ. തീർത്ത ആൻസർ പറഞ്ഞിട്ടുണ്ട്. സഹല, ആദിത് സച്ചിൻ, ഗോകുല്, ഹംന. ഓക്കെ, ഇതെല്ലാം കറക്റ്റ് പറഞ്ഞിരിക്കുന്നതെല്ലാം കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അസേർഷൻ കറക്റ്റ് അല്ലേ. ബ്രസ്റ്റ് ഫീഡിങ് ഇനീഷ്യൽ ഡേയ്സിൽ ബ്രസ്റ്റ് ഫീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഡെലിവറി കഴിഞ്ഞ് ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ഉണ്ടാകുന്ന ഫസ്റ്റ് മിൽക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് കൊളസ്ട്രം എന്നാ അല്ലേ. കൊളസ്ട്രത്തിനകത്ത് ഹൈ എമൗണ്ട് ഓഫ് ആൻറ്റിബോഡീസ് ഉണ്ട്, പ്രത്യേകിച്ച് IgA എന്നൊക്കെ പറയുന്ന ആൻറ്റിബോഡീസ് ഉണ്ട്. അത് കുടിക്കുന്നത് വഴി കുട്ടിക്ക് എന്ത് കിട്ടുക? ഇമ്മ്യൂണിറ്റി കിട്ടുക. അതാണ് റീസൺ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ അസേർഷൻ കറക്റ്റാണ്, റീസൺ കറക്റ്റാണ്. ആ റീസൺ അസേർഷൻ പറഞ്ഞിരിക്കുന്നതിന് കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെ കൊടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ 1 എന്ന് വരും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഡയഗ്രാം ഗിവൺ ബിലോ? ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ഡയഗ്രാം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് നോക്കാവേ. ഡയഗ്രാം ആരെയാണ് കാണിക്കുന്നത്? ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. ഏതാണ് ആ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി. കാണിച്ചിരിക്കുന്ന ഏത് ആരുടെ ഡയഗ്രമാ? കറക്റ്റാ. ഇതിന് ഓൾമോസ്റ്റ് എല്ലാവരും ആൻസർ പെട്ടെന്ന് തരുന്നുണ്ടേ. കാണിച്ചിരിക്കുന്നത് ഇംപ്ലാന്റ് ആണ്. ഇനി ഇവിടെ നോക്കിയേ. ഇറ്റ് ഈസ് എ ഡിവൈസ് ഓഫ് റബ്ബർ ആൻഡ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ടു കവർ സെർവിക്സ് ഡ്യൂറിങ് കോയിറ്റസ്. ആണോ? ഇത് സ്കിന്നിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു സാധനമാണ്, അല്ലാതെ സെർവിക്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ല. ഇറ്റ് ഈസ് എ ഡിവൈസ് മെയ്ഡ് ഓഫ് തിൻ റബ്ബർ ഓർ ലാറ്റക്സ് ഷീറ്റ് ആൻഡ് യൂസ് ടു കവർ പെന്നിസ് ഇൻ മെയിൽ. അല്ല, ഇത് രണ്ടും കോണ്ടത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. ഇനി ദിസ് ഡിവൈസ് ഈസ് ഇൻസേർട്ടഡ് ബൈ ഡോക്ടർ ഇൻ ദ യൂട്രസ് ത്രൂ വജൈന ആൻഡ് ഇൻക്രീസ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം വിത്തിൻ ദ യൂട്രസ്. അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന ഡോക്ടറൊക്കെ തന്നെ, പക്ഷേ യൂട്രസിലേക്കൊന്നും അല്ല ഇൻസേർട്ട് ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലേക്കാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഏതാ വരത്തുള്ളൂ? ഓപ്ഷൻ 4. ഇറ്റ് ഈസ് എ കോൺട്രാസെപ്റ്റീവ് ഇംപ്ലാന്റ് വിച്ച് ഈസ് പ്ലേസ്ഡ് അണ്ടർ ദി സ്കിൻ ആണ് കേട്ടോ. ഇതും ഹോർമോണൽ മെത്തേഡ് തന്നെയാണ്. പ്രൊജസ്ട്രോണോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ കോമ്പിനേഷനോ ആയിരിക്കും ജനറലി വരിക കേട്ടോ. ആൻസർ ഓപ്ഷൻ 4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേഗം നോക്കിക്കേ. എ പേഴ്സൺ എക്സ്പീരിയൻസ് എ ഷാർപ്പ് ഡ്രോപ്പ് ഇൻ ബ്ലഡ് വോളിയം ഡ്യൂ ടു ആൻ ഇഞ്ചുറി. വിച്ച് ഓഫ് ദി ഫോളോയിങ് സീക്വൻസ് റെപ്രസെൻറ്റ് ദ കറക്റ്റ് ഫിസിയോളജിക്കൽ റെസ്പോൺസ്? പെട്ടെന്ന് ബ്ലഡ് വോളിയം കുറഞ്ഞു പോയി, ഒരു ഇഞ്ചുറി ഒന്ന് ബ്ലഡ് വോളിയം കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ബ്ലഡ് വോളിയത്തിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി കിഡ്നിയിൽ കാണുന്ന ഒരു റെഗുലേഷൻ മെക്കാനിസത്തിൻ്റെ കറക്റ്റ് ഒരു ഫ്ലോ ചാർട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കിഡ്നിയുടെ റെഗുലേഷൻ ആക്ടിവിറ്റീസ് അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ആൻസർ പറയാമേ.
renin angiotensin 1, angiotensin 2, aldosterone reabsorption. ANF renin angiotensin 2 vasoconstriction high GFR. ADH renin aldosterone reabsorption water loss. Aldosterone renin angiotensin 2 vasodilation low GFR. തീർത്ത കറക്റ്റ്. രോഹിത് കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ ആദ്യം ബ്ലഡ് വോളിയം കുറയാന്ന് പറഞ്ഞാൽ ബ്ലഡിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ നഷ്ടപ്പെടുക അല്ലേ? അപ്പോൾ വെള്ളം നഷ്ടപ്പെട്ടാൽ JGS സെൽസ് സ്റ്റിമുലേറ്റഡ് ആയിട്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? റെനിനെ പ്രൊഡ്യൂസ് ചെയ്യും. റെനിൻ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കും, പിന്നീട് 2 ആക്കി കൺവേർട്ട് ചെയ്യും. ആൻജിയോടെൻസിൻ 2ന് 2 ഫംഗ്ഷൻ. ഒന്ന് ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്യും, 2 അഡ്രിനൽ കോർട്ടക്സിൽ നിന്ന് ആൾഡോസ്റ്റിറോണിനെ റിലീസ് ചെയ്യും. ആൾഡോസ്റ്റിറോൺ വന്നാൽ സോഡിയത്തിൻ്റെ ഒക്കെ റീഅബ്സോർപ്ഷൻ നടക്കും. സോ ആൻസർ ഓപ്ഷൻ 1 ആണ് കറക്റ്റായിട്ട് വരിക. ഇത് നോക്കിക്കേ, ഇവിടെ ANF റെനിൻ, ഇവിടെ ഓൾറെഡി ബ്ലഡ് വോളിയം കുറവാണ്. അതിൻ്റെ അർത്ഥം ബ്ലഡ് പ്രഷറൊക്കെ കുറഞ്ഞ് നിൽക്കുകയെന്നല്ലേ. ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ ഒരിക്കലും ആര് വരത്തില്ല? ANF വരത്തില്ല. ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിലേ ANF വരത്തുള്ളൂ, ഏട്രിയൽ നാട്രിയൂറേറ്റിക് ഫാക്ടർ. അതുകൊണ്ട് ഓപ്ഷൻ 2 വരത്തില്ല. ഇനി ADH റെനിൻ ആൾഡോസ്റ്റിറോൺ റീഅബ്സോർപ്ഷൻ, ഇത് നമുക്ക് പിന്നെ ഒരു കറക്റ്റിലേക്ക് വരാം. പക്ഷെ റീഅബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ വാട്ടർ ലോസ് ആണോ വരുന്നത്? വാട്ടർ പിന്നീട് നമ്മുടെ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ വാട്ടറിന് നഷ്ടം, വാട്ടർ ലോസ് സംഭവിക്കത്തില്ല. അതുകൊണ്ട് 3യും തെറ്റി. ഇനി ആൾഡോസ്റ്റിറോൺ റെനിൻ എന്ന് വരത്തില്ല. എന്ത് വന്നാലും ആദ്യം റെനിൻ, പിന്നീടാണ് ആൾഡോസ്റ്റിറോൺ മെക്കാനിസം വരിക. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. Which one of the following make use of RNA template to synthesize DNA? RNA ഉപയോഗിച്ച് DNA ഫോം ചെയ്യുന്നത് ഇതിൽ ആരാണ്? DNA polymerase, RNA polymerase, reverse transcriptase, DNA dependent RNA polymerase. അപ്പം നമുക്ക് RNA ടെംപ്ലേറ്റ് ഉണ്ട്. ആ RNA ടെംപ്ലേറ്റ് ഉപയോഗിച്ച് DNA ഫോം ചെയ്യുന്ന ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പറഞ്ഞേ. ഇതൊക്കെ സിമ്പിളാണേ. പോരട്ടെ, പറയുന്നവരെല്ലാം കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്. യെസ്, ആൻസർ ഏതാ വരുന്നത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് കേട്ടോ. RNA ടെംപ്ലേറ്റിൽ നിന്ന് DNA ഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് നോട്ട് ദ ക്രൈറ്റീരിയ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ? തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റിൽ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ക്രൈറ്റീരിയ അല്ലാത്തത് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു റെപ്ലിക്കേറ്റ്, ഇറ്റ് ഷുഡ് ബി കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ, it should provide scope for slow changes, it should always be single stranded. അപ്പോൾ ഒരു ജനറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഉറപ്പായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഒരാളല്ലേ. അപ്പോൾ ഓപ്ഷൻ 1 കറക്റ്റാണ്. ഇനി അത് കെമിക്കലിയും സ്ട്രക്ചറലിയും എന്തായിരിക്കണം? സ്റ്റേബിൾ ആയിരിക്കണം. അല്ലാതെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ അതൊരു പ്രോപ്പർ ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി അതുപോലെ തന്നെ ചെറിയ സ്ലോ ചേഞ്ചസിനുള്ള ഒരു ഓപ്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യണം. ഇനി ജനറ്റിക് മെറ്റീരിയൽ എപ്പോഴും സിംഗിൾ സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? RNA എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ സിംഗിൾ സ്റ്റാൻഡേർഡാണ്. പക്ഷെ നമ്മുടെയൊക്കെ കേസിൽ ജനറ്റിക് മെറ്റീരിയൽ DNA അല്ലേ? DNA എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡബിൾ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് സിംഗിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. യെസ്, എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. നോക്കിക്കേ, എ ചൈൽഡ് ഹാസ് ബ്ലഡ് ഗ്രൂപ്പ് O if the father has blood group A and mother has blood group B. Work out the genotype of parents. ഫാദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് തന്നിട്ടുണ്ട് A ആണ്, മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് തന്നിട്ടുണ്ട് B ആണ്. അപ്പോൾ ഇവരുടെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ചൈൽഡിന് ബ്ലഡ് ഗ്രൂപ്പ് O ആണ്. അങ്ങനെയാണെങ്കിൽ O വരണമെങ്കിൽ ഫാദറിൻ്റെയും മദറിൻ്റെയും ജീനോടൈപ്പ് എന്ത് പോസിബിലിറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. O വരണമെങ്കിൽ എന്താ കണ്ടീഷൻ? സ്മോൾ ഐ വരണം അല്ലേ, എന്നാലേ O വരത്തുള്ളേ. അങ്ങനെയാണെങ്കിൽ ഫാദർ A അല്ലേ, അപ്പോൾ ഫാദറിന് IA സ്മോൾ I എന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. മദർ B അല്ലേ, അങ്ങനെയാണെങ്കിൽ മദറിന് IB സ്മോൾ I ഇങ്ങനെ വേണം വരാനായിട്ടല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ IA യും
ഐ ബിയും തമ്മിലാണെങ്കിൽ ഉണ്ടാകുന്ന കുട്ടി എ ബി ആയിരിക്കും അല്ലേ? ഇനി ഈ ഐ എയും സ്മോൾ ഐയും കൂടെ ആണെങ്കിൽ ഉണ്ടാകുന്ന കുട്ടി എ ആയിരിക്കും. ഇനി പിന്നെയും ഈ സ്മോൾ ഐയും ഈ ഐ ബിയും ആണ് വരുന്നെങ്കിൽ ഉണ്ടാകുന്ന കുട്ടി ബി ആയിരിക്കും. ഇനി ഒരു പോസിബിലിറ്റിയും കൂടെ ഇല്ലേ, ഈ സ്മോൾ ഐയും ഈ സ്മോൾ ഐയും കൂടെ ആണെങ്കിൽ ഉണ്ടാകുന്ന പോസിബിലിറ്റി ഒ ആയിരിക്കും. സോ ഉറപ്പായിട്ടും ഫാദറിൻ്റെയും മദറിൻ്റെയും ജീനോടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ എ സ്മോൾ ഐ ആൻഡ് ഐ ബി സ്മോൾ ഐ ആണ് കേട്ടോ. യെസ്, ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എവല്യൂഷനിൽ നിന്ന്, വാട്ട് ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോളോയിങ് ഡയഗ്രാം ബി. അപ്പോൾ ഇത് എ എന്ന് പറഞ്ഞ ഡയഗ്രാം, ഇത് ബി എന്ന് പറയുന്ന ഡയഗ്രാം. അപ്പോൾ ബി എന്ന് പറയുന്ന ഡയഗ്രത്തിൽ എന്ത് കൈൻഡ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഡയറക്ഷണൽ ആണോ, സ്റ്റെബിലൈസിങ് ആണോ, ഡിസ്റപ്റ്റീവ് ആണോ, ബാലൻസിങ് ആണോ? വേഗം പറഞ്ഞോ, എന്ത് കൈൻഡ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ് ഈ ഫിഗറുകളിൽ കാണിച്ചിരിക്കുന്നത്? യെസ്, ആദ്യം ഒരു മീഡിയം പോപ്പുലേഷൻ ഉണ്ടായിരുന്നു അല്ലേ? പിന്നീട് ആ മീഡിയം പോപ്പുലേഷൻ ഡിസ്ട്രക്റ്റഡ് ആയിട്ട് ഒന്നില്ലെങ്കിൽ ഒരു കുറഞ്ഞ കാറ്റഗറി അല്ലെങ്കിൽ ഒരു മാക്സിമം കാറ്റഗറിയിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് സെലക്ഷനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേര് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്നാണ്. ആൻസർ പറഞ്ഞവരെല്ലാം കറക്റ്റായിട്ട് തന്നെ ഓപ്ഷൻ 3 എന്ന ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഈസ് ഓപ്ഷൻ 3, ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ബയോമോളിക്യൂൾസിൽ നിന്നാണ്. ഫൈൻഡ് ഔട്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. സെല്ലുലോസ് ഈസ് ദി മോസ്റ്റ് അബണ്ടന്റ് പോളിസാക്കറൈഡ്. Insulin is a homopolymer of fructose. Glycogen is a branched homopolysaccharide. Collagen is the most abundant human protein. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ, ഏതായിരിക്കും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരിക? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫർഹ, ഓക്കെ, വേഗം ആൻസർ പറഞ്ഞേ. 4 സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണേ, തീർത്ത. ഓക്കെ, ആൻസർ പറഞ്ഞേ. ഗൂഗിൾ ഓക്കെ. സെല്ലുലോസ് മോസ്റ്റ് അബണ്ടന്റ് പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇൻസുലിനെ ഒരു ഹോമോപോളിമർ എന്ന് പറയാൻ പറ്റുമോ? ഇൻസുലിൻ എന്ന് പറയുന്ന 2 ചെയിനൊക്കെ കൂടി വരുന്നത് അല്ലേ, അതൊരു ഹെറ്ററോപോളിമർ ആണ്. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ടൊരു ടേം ഉണ്ട്, ഇനുലിൻ എന്ന് പറയും. ഇനുലിനാണ് ആരെന്ന് പറയുന്നത്? ഹോമോപോളിമർ എന്ന് പറയുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ആണ് കറക്റ്റ്. ആൻസർ ഓപ്ഷൻ 2 ആണ് ഇവിടെ ഇൻകറക്റ്റ് വരുന്നത് കേട്ടോ. ഇൻസുലിൻ ഒരു ഹോമോപോളിമർ അല്ല, ഒരു ഹെറ്ററോപോളിമർ. ഒരു ഹോമോപോളിമറിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഇനുലിനെ പറ്റി പറഞ്ഞാൽ മതി. ഗ്ലൈക്കോജൻ ഒരു ബ്രാഞ്ച്ഡ് ഹോമോപോളിസാക്കറൈഡ് ആണ്. കൊളാജൻ മോസ്റ്റ് അബണ്ടന്റ് ഹ്യൂമൻ പ്രോട്ടീനുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനെ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് എൻസൈം ആക്ഷൻ. ഈ തന്നിരിക്കുന്നതിനകത്ത് കറക്റ്റ് ഏത് വരുമെന്നൊന്ന് പറഞ്ഞേ. ഹോളോ എൻസൈം, കോ എൻസൈം പ്ലസ് കോ ഫാക്ടർ. ഹോളോ എൻസൈം ഇസ് ഈക്വൽ ടു അപ്പോ എൻസൈം പ്ലസ് കോ ഫാക്ടർ. അപ്പോ എൻസൈം ഇസ് ഈക്വൽ ടു ഹോളോ എൻസൈം പ്ലസ് കോ എൻസൈം. കോ എൻസൈം ഇസ് ഈക്വൽ ടു അപ്പോ എൻസൈം പ്ലസ് ഹോളോ എൻസൈം. ഏത് വരും? ഇതും ബയോമോളിക്യൂൾസിൻ്റെ എൻസൈം പോർഷനിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണേ. ഇതിനൊക്കെ എല്ലാവരും വേഗം ആൻസർ പറയുന്നുണ്ട്. ആൻസർ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കറക്റ്റാണ്. ഹോളോ എൻസൈം എന്ന് പറയുന്നത് അപ്പോ എൻസൈം പ്ലസ് കോഫാക്ടർ കൂടി ചേരുന്നതാണ് ഒരു ഹോളോ എൻസൈം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് ആൻഡ് ഇൻകറക്റ്റ് അബൌട്ട് ഹ്യൂമൻ എൻഡോസ്കെൽറ്റൻ? ഒരു 5 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടേ. എന്നിട്ട് ഈ 5 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഹ്യൂമൻ എൻഡോസ്കെൽറ്റനെ പറ്റിയിട്ട് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേഗം വായിച്ചേ. വെർട്ടിബ്രൽ കോളം കോൺസ്റ്റിറ്റ്യൂട്ട് ദ മെയിൻ ഫ്രെയിംവർക്ക് ഓഫ് thorax only. Vertebral column constitute the main framework of thorax only. Ribs are 24 pairs and dicondylic in nature. The spinal cord has a central neural canal through which vertebral column passes. Vertebrochondral ribs are 6 in number. Spine of scapula project as a flat expanded humerus process. So, തന്നിരിക്കുന്ന ഈ 5 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് പറയണം.
ആൻസർ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാവേ. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് ആൻസർ പറഞ്ഞേ. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരിക? അപ്പം നമുക്ക് നോക്കാം. വെർട്ടിബ്രൽ കോളം കോൺസ്റ്റിറ്റ്യൂട്ട് ദ മെയിൻ ഫ്രെയിംവർക്ക് ഓഫ് തൊറാക്സ് ഒള്ളി. തെറ്റാ. വെർട്ടിബ്രൽ കോളം എവിടെയുണ്ട്? തൊറാക്സിലും ഉണ്ട്, അബ്ഡോമനിലും കാണപ്പെടുന്നുണ്ട് കേട്ടോ. ട്രങ്ക് റീജിയൻ എന്ന് പറയാം, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. അതുകൊണ്ട് അത് തെറ്റി. റിബ്സ് ആർ 24 പെയേഴ്സ് ആൻഡ് ഡൈക്കോണ്ടലിക് ഇൻ നേച്ചർ. റിബ്സ് 12 പെയർ, അല്ലെങ്കിൽ മൊത്തം പറഞ്ഞാൽ 24 എന്ന് പറയണം, 24 പെയർ വേണ്ട. അതുപോലെ ഡൈക്കോണ്ടലിക് അല്ല. ഒരു റിബിന്റെ ഡോർസൽ സൈഡിൽ 2 ഹെഡ് ലൈക്ക് പ്രൊജക്ഷൻസ് കാണും. ആരുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ? വെർട്ടിബ്രൽ കോളമായിട്ട് അറ്റാച്ച് ചെയ്യാൻ. 2 ഹെഡ് ലൈക്കാ, ബൈ 2 ഹെഡ് ലൈക്ക് ആയതുകൊണ്ട് സെഫാലിക് ഇൻ നേച്ചർ എന്നാണ് കേട്ടോ. ഇനി സ്പൈനൽ കോഡ് ഹാസ് എ സെൻട്രൽ ന്യൂറൽ കനാൽ ത്രൂ വിച്ച് വെർട്ടിബ്രൽ കോളം പാസസ്. തെറ്റ്. വെർട്ടിബ്രൽ കോളത്തിന് ഒരു എന്തുണ്ട്? ന്യൂറൽ കനാൽ ഉണ്ട്. അതിലെ കൂടെ സ്പൈനൽ കോഡാണ് പാസ് ചെയ്യുക. വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് ആർ 6 ഇൻ നമ്പർ. അത് ശരിയാ. ഈ വെർട്ടിബ്രോ കോൺട്രൽ റിബ് തന്നെ ഈ ഫോൾസ് റിബ് എന്ന് പറയുന്നത്. ഫോൾസ് റിബ് ഏതൊക്കെ പേരാ? 8th 9th 10th പേരാ അല്ലേ? അപ്പം ഇത് മൊത്തം എത്ര റിബ്സ് വരും? 6 എണ്ണം. അപ്പം ഡി കറക്റ്റാ. ഇനി അടുത്തത് നോക്കിക്കേ. സ്പൈൻ ഓഫ് സ്കാപ്പുല പ്രൊജക്റ്റ് ആസ് എ ഫ്ലാറ്റ് എക്സ്പാൻഡഡ് ഹ്യൂമറസ് പ്രോസസ്. തെറ്റല്ലേ? ആ സ്പൈനിനെ, ആ എക്സ്പാൻഡഡ് പ്രോസസ്സിനെ വിളിക്കുന്ന പേര് അക്രോമിയോൺ പ്രോസസ്സ് എന്നാണ്. അപ്പോൾ പറഞ്ഞ ആൾക്കാരുടെ എണ്ണം കുറവാണ്, പക്ഷേ പറഞ്ഞവരൊക്കെ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ 4 ആണ്. ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് ശരിയും ബാക്കി 4 സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റും ആണ് കേട്ടോ. ഇതുപോലത്തെ വലിയ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് പഠിക്കണേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂറോ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോതലാമിക് ന്യൂക്ലിയൈ ഇൻക്ലൂഡ്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഹോർമോണുകളിൽ ഏതൊക്കെയാണ് ഹൈപ്പോതലാമിക് ഹോർമോൺ എന്ന് പറഞ്ഞേ? വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ ഉള്ളി, റിലീസിങ് ഹോർമോൺസ് ഉള്ളി, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഉള്ളി, ഓൾ ഓഫ് ദി എബവ്. ഏത് വരും? വേഗം പറഞ്ഞ ആൻസർ. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ പറയാം. ഓക്കെ. തീർത്ത, ഗോകുല്, ഫർഹ, ഗ്ലൂമിങ് സ്റ്റാർസ് പറഞ്ഞവരൊക്കെ കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈപ്പോതലാമസ് 4 ടൈപ്പ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൊണ്ട് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കണമെങ്കിൽ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ വിളിക്കുന്ന പേര് റിലീസിങ് ഹോർമോൺ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൊണ്ട് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ നിർത്തണമെങ്കിൽ അതിനവരെ ഇൻഹിബിറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. പിന്നെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ കയ്യിൽ 2 ഹോർമോണിനെ സ്റ്റോർ ചെയ്യാൻ കൊടുത്തിട്ടില്ലേ? അത് ഹൈപ്പോതലാമസ് അല്ലേ ഫോം ചെയ്യുന്നത്? അതാരൊക്കെയാ? ഓക്സിറ്റോസിനും വാസോപ്രസിനും. സോ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ 4, ഓൾ ഓഫ് ദി എബവ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Select the correct set of hormones which interact with the membrane bound receptor and generate second messenger which in turn regulates cellular metabolism. അപ്പോൾ ഇവരുടെ റിസപ്റ്റർ ഇരിക്കുന്നത് ഒരു സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലാണ് റിസപ്റ്റർ കാണപ്പെടുക. അങ്ങനെയാണെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ഉള്ള ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ വരുന്ന ഒന്നില്ലെങ്കിൽ പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്, പ്രോട്ടീൻ, അതല്ലെങ്കിൽ അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്. ഇവർക്കൊന്നും ഒരു പ്ലാസ്മ മെംബ്രെയിനെ ലിപ്പിഡ് ബൈലെയറിനെ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ലിപ്പോഫോബിക് ആയിരിക്കും, ഹൈഡ്രോഫിലിക് ആയിരിക്കും. അങ്ങനെയുള്ളവർ ആരാന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ കാറ്റഗറിയിൽ ഈ റിസപ്റ്റർ സെല്ലിൻ്റെ അകത്ത് കാണുന്ന ഗ്രൂപ്പ് ഓഫ് ഹോർമോണുകളാണ് സ്റ്റീറോയിഡ് ഹോർമോൺസ്. അപ്പോൾ എവിടെയെങ്കിലും ഓപ്ഷനിൽ സ്റ്റീറോയിഡ് ഹോർമോൺ വരുന്നുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, FSH, LH ഓക്കെ. പക്ഷേ ഈസ്ട്രജൻ എന്ന് പറയുന്ന സ്റ്റീറോയിഡ് ഹോർമോണാണ്, കോർട്ടിസോൾ എന്ന് പറയുന്ന സ്റ്റീറോയിഡ് ഹോർമോണാണ്. ഇവർക്കൊന്നും മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ അല്ല, അതുകൊണ്ട് എ ഓപ്ഷൻ വരത്തില്ല. ഓക്കെ, നിങ്ങൾ പറയുന്ന ആൻസർ കറക്റ്റ് കേട്ടോ. പ്രൊജസ്ട്രോൺ വരത്തില്ല, അപ്പം നമുക്ക് ഈ ഓപ്ഷൻ തെറ്റാം. ആൾഡോസ്റ്റിറോണും സ്റ്റീറോയിഡ്, അതുകൊണ്ട് അതും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ FSH, തൈമോസിൻ, എറിത്രോപോയിറ്റിൻ, ഗ്ലൂക്കഗൺ, ഇവർക്കൊക്കെ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ആണ്. അതുപോലെ തന്നെ ഇവരെല്ലാം സെക്കൻഡറി മെസ്സഞ്ചേഴ്സും ഫോം ചെയ്യുന്നവരാണ്. ഇനി ഓപ്ഷൻ 4 നോക്കിക്കേ, എസ്ട്രാഡിയോൾ സ്റ്റീറോയിഡ് ഹോർമോണാണ്. സോ ആൻസർ ഓപ്ഷൻ 3 വരും.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് റെസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് എ ന്യൂറോൺ? ഒരു ന്യൂറോൺ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇരുന്നാൽ ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The axonal membrane is more permeable to Na plus ions. The axonal membrane is nearly impermeable to K plus ion. The axonal membrane is more permeable to K plus ion, nearly impermeable to Na plus ions. Negatively charged proteins are absent in the axoplasm. നിങ്ങൾ പറ ഏതായിരിക്കും ആൻസർ വരുന്നത്? റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ ഇരിക്കുന്ന ഒരു ന്യൂറോണിൻ്റെ മെംബ്രെയിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വരുമായിരിക്കും? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ റെസ്റ്റിംഗ് മെംബ്രെയിനിൽ ഇരിക്കുന്ന ഒരു ന്യൂറോണിൻ്റെ കേസ് പറയുമ്പോൾ അവിടെ ആ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ ആക്സോണൽ മെംബ്രെയിൻ സോഡിയത്തിന് നിയർലി ഇൻപെർമിബിളും പൊട്ടാസ്യത്തിന് എന്തായിരിക്കും മോർ പെർമിയബിളും ആണ് കേട്ടോ. പൊട്ടാസ്യത്തിനെ കൂടുതലായിട്ട് കടത്തിവിടാനും സോഡിയത്തിനെ അവർ അധികം കടത്തിവിടത്തുമില്ല. സോ നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റാണ്. ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാവേ. എ പേഷ്യൻ്റ് ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് a condition where their Leydig cells are non-functional. Which of the following clinical observations is most likely? അതായത് Leydig cells non-functional ആണ്. Leydig cells non-functional ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്ത് കാര്യമാണ് അവിടെ കൂടുതലും നടക്കാനുള്ള സാധ്യത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലേഡിക് സെല്ലിൻ്റെ ഫംഗ്ഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ കാര്യം പറയാം. ലേഡിക് സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്താ? ലേഡിക് സെൽസിലേക്ക് ലൂട്ടനൈസിങ് ഹോർമോൺ LH വന്ന് ആക്ട് ചെയ്യുമ്പോൾ ലേഡിക് സെൽസ് സ്റ്റിമുലേറ്റഡ് ആകും. ആൻഡ്രോജൻ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ മെയിൽ ഹോർമോൺ വരുമ്പോഴാണ് അവിടെ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ സ്പെർമാറ്റോജെനിസിസ് നടക്കുക. അതുപോലെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ ലേഡിക് സെൽസ് ആണ് ഇവിടെ നോൺ ഫങ്ഷണൽ ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളിൽ കാണുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒബ്സർവേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൻസർ എല്ലാം കറക്റ്റാണ്. ഗോകുല്, ഹൈഫ, ജോൺസൺ എല്ലാം പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ആൻസറാണ്. അവിടെ ഉറപ്പായിട്ടും GnRHന്റെ പ്രൊഡക്ഷൻ കൂടുതലാണ്. കാരണം ലേഡിക് സെൽസ് എന്ത് ചെയ്തിട്ടും ഈ പറയുന്ന ടെസ്റ്റോസ്റ്ററോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയെങ്കിലും മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിനെ മാക്സിമം സ്റ്റിമുലേറ്റ് ചെയ്യാൻ നോക്കിക്കും. അപ്പോൾ ഹൈപ്പോതലാമസ് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ബ്ലഡിൽ ലാർജ് എമൗണ്ട് ഓഫ് ലൂട്ടനൈസിങ് ഹോർമോൺ വരും. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ലേഡിക് സെൽസ് ഈ പറയുന്ന ടെസ്റ്റോസ്റ്ററോണിനെ പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് അവിടെ എന്ത് വരത്തില്ല? സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് വരില്ല. ആൻസർ ഓപ്ഷൻ 2 ആണ്. ഇനി നോർമൽ സ്പേം കൗണ്ട് ആണ് ബട്ട് ലോ സെമൻ വോളിയം. അതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. കാരണം ഇതൊക്കെ വെസിക്കിൾസ്, സെമിനൽ വെസിക്കിൾ, പ്രോസ്ട്രേറ്റ്, ബൾബോ യൂറിത്തലിൻ്റെ ഒക്കെ സെക്രീഷൻസാണ്. അതിനെ ഒന്നും ഇവിടെ അഫക്റ്റ് ചെയ്യുന്നില്ല. ലോ ലെവൽ ഓഫ് LH ഒരിക്കലും വരത്തില്ല. ലേഡിക് സെൽസ് സ്റ്റിമുലേറ്റഡ് ആവാത്തതുകൊണ്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ മാക്സിമം ലെവൽ ഓഫ് LH ആയിരിക്കും വരിക. ആൻഡ് നോർമൽ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ആയിരിക്കത്തില്ല. പക്ഷേ ആബ്സെൻസ് ഓഫ് സ്പേമിയോജെനിസിസ് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം സ്പേമിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് FSHൻ്റെ ആക്ടിവിറ്റിയിൽ സെർട്ടോളി സെൽസ് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്പേമിയോജെനിസിസിന്. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ കപ്പിൾ ഹാസ് ബീൻ അൺഎബിൾ ടു കൺസീവ് ഫോർ 3 years. Diagnostic test shows the male partner has a very low sperm count and few sperms present have extremely poor motility. Which technique is most likely to result in a successful fertilization? അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്പേം കൗണ്ട് കുറവാണ്, പിന്നെ ഉള്ള സ്പേമിന് മോട്ടിലിറ്റി കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പേമിൻ്റെ എണ്ണവും കുറവാണ്, ഉള്ള മിച്ചമുള്ള സ്പേമിന് മൂവ്മെൻറ്റും കുറവാണ്. അങ്ങനെയുള്ള പാർട്ട്നേഴ്സിന് ഏത് മെത്തേഡാണ് ഇതിൻ്റെ അകത്ത് ടെക്നിക്കാണ് അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗിഫ്റ്റ് ഉണ്ട്, IUI ഉണ്ട്, ICSI ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്. ഇതിലേത് മെത്തേഡായിരിക്കും വരിക? ഇവിടെ സ്പേമിന് മോട്ടിലിറ്റി കുറവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? മെയിൽ പാർട്ട്ണറിൽ നിന്ന് സ്പേം എടുത്ത് ഫീമെയിൽ പാർട്ട്ണറിൽ നിന്ന് ഓവവും എടുത്ത് നേരെ ആ സ്പേമിനെ ഫീമെയിലിൻ്റെ ഓവത്തിൻ്റെ ആ സൈറ്റോപ്ലാസത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൻസർ ഓപ്ഷൻ 3 എന്നാണ് കേട്ടോ. കറക്റ്റാണ്. ICSI ആണ് ഇതിന് വരുന്ന കറക്റ്റ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും എല്ലാ സുവോളജി ടോപ്പിക്കുകളിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ ഒരു സമയം കൊണ്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാടായിട്ട് ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്തതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ പോർഷൻസ് നിങ്ങൾ ഒന്നോടെ നോക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നീറ്റ് എക്സാമിന് വരാൻ പോകുന്ന നീറ്റ് എക്സാമിന് നല്ല മാർക്കുകൾ നിങ്ങൾക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
Hi, good morning. അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലുള്ള ടോപ്പിക്സിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നീറ്റിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് പോകുന്നു എന്നറിയുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയുള്ള ഒരു 2 മണിക്കൂർ സമയം കൊണ്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ കെമിസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ ഓൾമോസ്റ്റ് പഠനമൊക്കെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാകുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ഇതിൽ നമ്മുടെ എല്ലാ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എല്ലാം കൃത്യമായിട്ടുള്ള ഓർഡറിലൊന്നും അല്ല എടുത്ത് വെച്ചിരിക്കുന്നത്. അതിന് കാരണം നമ്മളിപ്പോൾ എൻട്രൻസ് എക്സാമിലും എല്ലാം കൃത്യമായിട്ടുള്ള ഓർഡറുകളിൽ ആൻസർ കിട്ടണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കിട്ടണം നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷഫിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും കുറേയൊക്കെ ചാപ്റ്ററുകൾ ഓർഡറായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഇലക്ട്രോ കെമിസ്ട്രി നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് നീറ്റിനെ സംബന്ധിച്ച്. അതിൻ്റെ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളും ഇലക്ട്രോലിറ്റിക് സെല്ലുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്വസ്റ്റൻ ഇങ്ങനെയാണ്: E0 that is equal to 1.1 volt for Daniel cell. Which of the following expression are correct description of the state of equilibrium this cell എന്നാണ് ചോദ്യം. ഇപ്പോൾ ഡാനിയൽ സെല്ലിനെ സംബന്ധിച്ച് അതിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷൻ ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഈ ഡാനിയൽ സെല്ലിൻ്റെ കേസിൽ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷനാണ്. അക്കോർഡിംഗ് ടു ദ നേൺസ്റ്റ് ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് അല്ലാത്ത സിറ്റുവേഷൻസിൽ നമ്മുടെ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന നേൺസ്റ്റ് ഇക്വേഷനാണ്. നേൺസ്റ്റ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെല്ല് ദാറ്റ് ഈസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 2.303 RT ഡിവൈഡഡ് ബൈ NFA ഇൻറ്റു ലോഗ് QC എന്നാണ് അതിൻ്റെ ജനറൽ ഫോർമാറ്റ് വരിക, അല്ലേ? ഈ സെല്ല് ദാറ്റ് ഈസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 2.303 RT ഡിവൈഡഡ് ബൈ NFA ഇൻറ്റു ലോഗ് QC എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ഷൻ കോഷ്യൻ്റ് ആണ്. ഇനി ഇത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് സംഭവിക്കുക. അറ്റ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് QCനെ മാറ്റിയിട്ട് KC എന്ന് എഴുതാൻ വേണ്ടി പറ്റും. QC എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ഷൻ കോഷ്യൻ്റ് ആണ്, KC എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ സെൽ റിയാക്ഷൻ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെല്ലിൻ്റെ വാല്യൂ 0 ആയി പോകും. കാരണം സെല്ല് ഡെഡ് ആയി പോകും. ദാറ്റ് മീൻസ് ഈ സെല്ലിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറുകയും ചെയ്യും. ഇനി ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെല്ലിൻ്റെ ഓവറോൾ സെൽ റിയാക്ഷൻ വരുന്നത് സിങ്ക് പ്ലസ് കോപ്പർ 2+ ഗീവ്സ് സിങ്ക് 2+2 കോപ്പർ എന്നാണ് നമുക്ക് കിട്ടുക, അല്ല? ഇതാണ് നമ്മുടെ ഡാനിയൽ സെല്ലിൻ്റെ ഓവറോൾ സെൽ റിയാക്ഷൻ വരിക. സിങ്ക് പ്ലസ് കോപ്പർ 2+ ഗീവ്സ് സിങ്ക് 2+ പ്ലസ് കോപ്പർ ആണ്. സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, കോപ്പറിന് റിഡക്ഷൻ സംഭവിക്കുന്നു. ഇവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഇലക്ട്രോണിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ ആണ്. സിങ്ക് 2+ ആകുന്ന സമയത്ത് 2 ഇലക്ട്രോണെ റിലീസ് ചെയ്യും. കോപ്പർ 2+ 2 ഇലക്ട്രോണെ മേടിച്ചുകൊണ്ട് കോപ്പറായിട്ട് മാറുന്നു. അവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഇലക്ട്രോണിൻ്റെ നമ്പർ അഥവാ Nൻ്റെ വാല്യൂ 2 വരികയും ചെയ്യും. ഇനി നമുക്ക് ഈ ഇക്വേഷനകത്തേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ therefore ഈ സെല്ലിൻ്റെ വാല്യൂ അറ്റ് ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയത്തിലെ ഈ സെല്ലിൻ്റെ വാല്യൂ 0 ആണ്. 0 ദാറ്റ് ഈസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 2.303 ഡിവൈഡഡ് ബൈ 303 RT ഡിവൈഡഡ് ബൈ NF നമുക്ക് അങ്ങനെ തന്നെ മതി. എന്നിൻ്റെ വാല്യൂ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഓപ്ഷൻ്റെ അകത്തൊക്കെ N അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇൻറ്റു ലോഗ് QCക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും? KC എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് മീൻസ് ഇതിവിടെ നിർത്തുന്നു, ബാക്കി ഇപ്പുറത്തേക്ക് മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ E0 സെല്ല് ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ E0 സെല്ലിൻ്റെ വാല്യൂ ക്വസ്റ്റൻ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എത്ര തന്നിരിക്കുന്നത്? E0 സെല്ല് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.1 വോൾട്ട് തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ ആ വാല്യൂ കൂടെ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ദാറ്റ്സ് 1.1 വോൾട്ട് ക്വസ്റ്റൻ തന്നിരിക്കുന്നതാണ്. അപ്പോൾ ആ 1.1 വോൾട്ടിനെ നമ്മൾ അവിടെ നിർത്തുന്നു, ബാക്കി ഇപ്പുറത്തേക്ക് മാറ്റുവാണെങ്കിൽ 2.303 RT ഡിവൈഡഡ് ബൈ NFA ഇൻറ്റു ലോഗ് KC ദാറ്റ് ഈസ് ഈക്വൽ ടു 1.1 എന്ന് കിട്ടും. ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓപ്ഷൻ നമ്പർ 2 ആണ് വന്നിരിക്കുന്നത്. 2.303 RT ഡിവൈഡഡ് ബൈ NFA ഇൻറ്റു ലോഗ് KC ദാറ്റ്സ് ഈക്വൽ ടു 1.1. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ തന്നെയായിരുന്നു. നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ ഒരു ആപ്ലിക്കേഷൻ്റെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നേൺസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ QC എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ഷൻ കോഷ്യൻ്റ് ആണ്. അതിനെ നമുക്ക് KC എന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ സെൽ പൊട്ടൻഷ്യൽ ബിക്കം 0 ആയിട്ട് മാറും. ഈ 2 കാര്യങ്ങൾ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നേൺസ്റ്റ് ഇക്വേഷനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഇപ്പം നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റൻ അതും നമ്മുടെ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിൽ തന്നെയുള്ള ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ ഇങ്ങനെയാണ്: A 0.05 molar solution of a salt occupying a volume between 2 platinum electrodes separated by a distance 1.6 cm and having an area 4 cm square has a resistance 200 ohm. What is the molar conductivity of the solution എന്നാണ് ചോദ്യം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് മോളാർ കണ്ടക്ടിവിറ്റി ആണ്.
ഒരു സൊല്യൂഷൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന 1 mol ഓഫ് ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്റ്റൻസിന് പറയുന്ന പേരാണ് മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ്റെ അകത്ത് 1 mol ഇലക്ട്രോലൈറ്റ് ആണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിക്ക് പറയുന്ന പേരാണ് മോളാർ കണ്ടക്ടിവിറ്റി. ഈ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ലാംഡ എം, ദാറ്റ് ഈസ് എ മോളാർ കണ്ടക്ടിവിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഇതാണ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഒരു എക്സ്പ്രഷൻ വരിക. മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് ഇതാണ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ദാറ്റ് ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. ഇതിനകത്ത് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. ഇതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഈ കാപ്പ അഥവാ കണ്ടക്ടിവിറ്റി നമുക്ക് കിട്ടണം. കണ്ടക്ടിവിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടക്ടിവിറ്റി കാപ്പ ദാറ്റ് ഈസ് ഈക്വൽ ടു ജി സ്റ്റാർ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ജി എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ് ആണ്, ജി സ്റ്റാർ എന്ന് പറയുന്നത് സെൽ കോൺസ്റ്റൻ്റ് ആണ്. ഈ ക്വസ്റ്റിൻ്റെ അകത്ത് കണ്ടക്റ്റൻസ് തന്നിട്ടില്ല, അതിന് പകരം തന്നിരിക്കുന്നത് റെസിസ്റ്റൻസ് ആണ് തന്നിരിക്കുക. അപ്പോൾ കണ്ടക്റ്റൻസിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് ആകും. അങ്ങനെയാണെങ്കിൽ കാപ്പ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 റെസിസ്റ്റൻസ് ഇൻറ്റു ജി സ്റ്റാർ എന്ന് പറയുന്ന സെൽ കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് L/A ആണ്. നമുക്ക് എല്ലും എയും ഒക്കെ തന്നിട്ടുണ്ട്, വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കാപ്പ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/200 ഇൻറ്റു എൽ എത്രയാണ് വന്നിരിക്കുന്നത് 2 platinum electrodes separated by a distance of 1.6 cm ആണ് ഇൻറ്റു 1.6 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വരുന്നത് 4 ആണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാപ്പ കിട്ടും. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കാപ്പ കിട്ടുന്നത് കാപ്പ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 ഡിവൈഡഡ് ബൈ 200 വരും അല്ലേ. 0.4 ഡിവൈഡഡ് ബൈ 200 ആണ് നമുക്ക് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.002 വരും. 0.002 എന്ന് നമുക്ക് കിട്ടും. കാപ്പയുടെ വാല്യൂ കിട്ടി. മൊളാരിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പുട്ട് ദ വാല്യൂസ് ഇൻ ഇക്വേഷൻ നമ്പർ 1. പുട്ട് വാല്യൂസ് ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ലേക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ലാംഡ എം മോളാർ കണ്ടക്ടിവിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു കാപ്പ 0.002 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. മൊളാരിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 0.05 മോളാർ തന്നിട്ടുണ്ട്. 0.05 മോളാറാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 0.05 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 40. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2, 40. നമ്മളോട് മോളാർ കണ്ടക്ടിവിറ്റിയാണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. മോളാർ കണ്ടക്ടിവിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു 40 എന്ന് നമുക്ക് ആൻസർ കിട്ടുകയും ചെയ്യും. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത്തേത് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ദാറ്റ് ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ. ഇത് വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ആണ്. കാപ്പ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയാണ്, എം നമ്മുടെ മൊളാരിറ്റിയുമാണ്. ഈ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് കണ്ടക്ടിവിറ്റി ദാറ്റ് ഈസ് കാപ്പ ഈസ് ഈക്വൽ ടു ജി സ്റ്റാർ. ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. കാപ്പ ദാറ്റ് ഈസ് ഈക്വൽ ടു ജി സ്റ്റാർ. കാപ്പ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി, ജി എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ് ആണ്. ക്വസ്റ്റ്യൻ്റെ അകത്ത് കണ്ടക്റ്റൻസ് തന്നില്ല, റെസിസ്റ്റൻസ് ആണ് തന്നത്. അപ്പോൾ 1 റെസിസ്റ്റൻസ് എടുത്താൽ അത് കണ്ടക്റ്റൻസ് ആയിക്കോളും. ജി സ്റ്റാർ സെൽ കോൺസ്റ്റൻ്റ് എന്നാണ് അറിയപ്പെടുക. സെൽ കോൺസ്റ്റൻറ്റ് L/A ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാപ്പ കണ്ടുപിടിക്കുക. കാപ്പ നേരെ കൊണ്ട് ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2, 40 എന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? ഓക്കെ, അതിന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സൊല്യൂഷൻ ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാൻ ഹോ ഫാക്ടറീസ് ആണ് ചോദ്യം. വാൻ ഹോ ഫാക്ടർ പല രീതികളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ. നമുക്കറിയാം, നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് വെരി ഡൈല്യൂട്ട് സൊല്യൂഷനകത്ത് പ്രസൻറ്റ് ചെയ്ത സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അബ്നോർമാലിറ്റീസ് ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള അബ്നോർമാലിറ്റീസിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാൻ ഹോ ഫാക്ടർ നമ്മൾ യൂസ് ചെയ്യുക. ഈ വാൻ ഹോ ഫാക്ടർ പല ഡിഫറൻറ്റ് രീതികളിൽ അത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ എന്ന് പറയുന്ന ഫോർമാറ്റാണ്. അതായത് വാൻ ഹോ ഫാക്ടറിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റാണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റ് 2 ഫോർമാറ്റുകളുടെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതിലൊരു ഫോർമാറ്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് മോളാർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സേർവ്ഡ് മോളാർ മാസ് എന്ന് പറയുന്നൊരു ഫോർമാറ്റാണ്. കാൽക്കുലേറ്റഡ് മോളാർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സേർവ്ഡ് മോളാർ മാസ്. അതുപോലെ തന്നെ ഒബ്സേർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന മറ്റൊരു ഫോർമാറ്റും നമുക്ക് പഠിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ വൺ ഇൻ ദ കേസ് ഓഫ് അസോസിയേഷൻ എന്നാണ് പറഞ്ഞിരിക്കുക. അസോസിയേഷൻ്റെ കേസിൽ വാൻ ഹോ ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അസറ്റിക് ആസിഡ് CH3COOH എന്ന് പറയുന്ന അസറ്റിക് ആസിഡ് ഞാൻ 2 പേരെ എടുത്തിട്ട് ബെൻസീൻ എന്ന് പറയുന്ന സോൾവെൻറ്റിനുള്ളിലേക്ക് ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ബെൻസീൻ എന്ന് പറയുന്ന സോൾവെൻറ്റിനകത്തേക്ക് ഞാൻ 2 അസറ്റിക് ആസിഡ് ആഡ് ചെയ്തു. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് ബെൻസീൻ സോൾവെൻറ്റിൻ്റെ അകത്ത് ഡൈമറൈസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ രണ്ടും കൂടെ ചേർന്ന് ഒന്നായിട്ട് മാറും. CH3COOH എന്ന് പറയുന്ന 2 പേരും കൂടെ ചേർന്ന് ഒന്നായിട്ട് ആക്ട് ചെയ്യും. അവിടെ ഡൈമറൈസേഷൻ സംഭവിക്കും. ഇവിടെ നമ്മൾ ഐ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ അത് രണ്ടും കൂടെ ചേർന്ന് ഒന്നായിട്ട് മാറി. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 1 ആയിട്ട് മാറിയിട്ടുണ്ട്. ബൈ ഹൈഡ്രജൻ ബോണ്ടാണ്. ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് അവർ രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു പാർട്ടിക്കിളായിട്ട് മാറുന്നത്. ബിഫോർ എത്ര ഉണ്ടായിരുന്നു? ബിഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഉണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. മോർ ദാൻ 1 ഇൻ കേസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയാൻ പറ്റില്ല. അസോസിയേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ അത് ലെസ് ദാൻ 1 കിട്ടും. കാരണം 0.5 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷൻ ലെസ് ദാൻ 1 ഇൻ ദ കേസ് ഓഫ് ഡിസോസിയേഷൻ. നമുക്ക് ഡിസോസിയേഷൻ ഒരു എക്സാമ്പിൾ എടുക്കാം. NaCl ആയിക്കോട്ടെ. NaCl നമ്മൾ അക്വസ് മീഡിയത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഡിസോസിയേറ്റ് ചെയ്ത് അത് Na+Cl- അയോണുകളായിട്ട് മാറും. ഇവിടെ നമ്മൾ ഐ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ വാൻ ഹോ ഫാക്ടർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ 2 ആണ്. ഒരു Na+ഉം ഒരു Cl- അവർ ഡിസോസിയേറ്റ് ചെയ്ത് 2 പാർട്ടിക്കിളായിട്ട് മാറി. ബിഫോർ ഡിസോസിയേഷൻ 1 ആണ്. ഒരു NaCl ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഐ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അഥവാ ഗ്രേറ്റർ ദാൻ 1 ആണ് കിട്ടിയിരിക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് ലെസ് ദാൻ 1 ഇൻ ദ കേസ് ഓഫ് ഡിസോസിയേഷൻ ആണ്. അത് തെറ്റാണ്. ഇനി മറ്റൊരെണ്ണം ഈക്വൽ ടു നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സേർവ്ഡ് മോളിക്കുലർ മാസ്. അത് ശരിയാണ്. കാരണം വാൻ ഹോ ഫാക്ടർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സേർവ്ഡ് മോളിക്കുലർ മാസ് എന്നാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. അടുത്തത് ഈക്വൽ ടു ഒബ്സേർവ്ഡ് മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ നോർമൽ മോളിക്കുലർ മാസ് അല്ല, തിരിച്ചാണ്. നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സേർവ്ഡ് മോളിക്കുലർ മാസ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ഇപ്പോൾ വാൻ ഹോ ഫാക്ടർ നമ്മുടെ സൊല്യൂഷൻ ചാപ്റ്ററിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ തന്നെയായിരുന്നു. ആൻസർ കിട്ടി അല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതും സൊല്യൂഷൻ ചാപ്റ്ററിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ആ ക്വസ്റ്റൻ ഇങ്ങനെയാണ്: ഫോർ ആൻ അക്വസ് സൊല്യൂഷൻ ഫ്രീസിംഗ് പോയിന്റ് ഈസ് -0.186 ഡിഗ്രി സെൽഷ്യസ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സെയിം സൊല്യൂഷൻ ഈസ് എന്നാണ് ചോദ്യം. KFന്റെ വാല്യൂ 1.86 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ KBയുടെ വാല്യൂ 0.512 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ആൻഡ് അക്വസ് സൊല്യൂഷൻ ഫ്രീസിംഗ് പോയിന്റ് തന്നിരിക്കുന്നത്, ഫ്രീസിംഗ് പോയിന്റ് സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് റെപ്രസെൻറ്റ് സിമ്പിൾ TF ആണ്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ TF ദാറ്റ് ഈസ് ഈക്വൽ ടു -0.186 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ TF കണ്ടുപിടിക്കാം. ഡെൽറ്റ TF ദാറ്റ് ഈസ് ഈക്വൽ ടു TF0 - TF എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. TF0 അഥവാ TF0 എന്ന് പറയുന്നത് പ്യുവർ സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ്. ഇവിടെ അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ സോൾവെൻറ്റ് വാട്ടർ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് വരുന്നത് 0 ആണ്. മൈനസ് ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ -0.186 ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. 0.186 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് കിട്ടി. ഇനി ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ മറ്റൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുന്നത് ഡെൽറ്റ TF ദാറ്റ് ഈസ് ഈക്വൽ ടു I × KFA × M എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. I × KFA × M എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. നമുക്ക് ഇതിനകത്തേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ TF 0.186 നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 0.186 ദാറ്റ് ഈസ് ഈക്വൽ ടു I വാല്യൂ നമുക്ക് 1 ആയിട്ട് എടുക്കാനേ പറ്റുള്ളൂ. കാരണം ഇവിടുത്തെ സൊല്യൂട്ട് ആരാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് സൊല്യൂട്ട് ആരാണെന്ന് പറയുന്നില്ല. അതിന് അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുന്നതായിട്ട് ഒരു ഇൻഫർമേഷനും ക്വസ്റ്റിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കാത്ത ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ് അഥവാ I വാല്യൂ നമുക്ക് 1 ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇനി KFൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1.86 എന്ന് തന്നിരിക്കുന്നു. ഇൻറ്റു ദ മൊളാലിറ്റി. ഈ ഒരു എക്സ്പ്രഷനകത്ത് നമുക്ക് നേരിട്ട് മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മൊളാലിറ്റിയുടെ ടൈമിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ മൊളാലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു 1.86 ഡിവൈഡഡ് ബൈ 0.186 ഡിവൈഡഡ് ബൈ 1.86 എന്ന് നമുക്ക് കിട്ടും. 0.186 ഡിവൈഡഡ് ബൈ 1.86 എന്ന് നമുക്ക് കിട്ടും. അവിടെ നിൽക്കട്ടെ. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താ? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സെയിം സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഡെൽറ്റ TF ദാറ്റ് ഈസ് ഈക്വൽ ടു I × KFA × M എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് ഈ ഡെൽറ്റ TFൻ്റെ വാല്യൂ നമുക്ക് എലിവേഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് അല്ല, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഡെൽറ്റ TB ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ TB ദാറ്റ് ഈസ് ഈക്വൽ ടു I × KB × M എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇക്വേഷൻ.
ഡെൽറ്റ ടി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം. അവിടെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഐ വാല്യൂ 1 തന്നെയാണ്, കാരണം സെയിം സൊല്യൂഷനാണ്. ഇനി കെ ബിയുടെ വാല്യൂ ക്വസ്റ്റൻ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 0.512 തന്നിരിക്കുന്നു. 0.512 എന്ന കെ ബി വാല്യൂ ക്വസ്റ്റൻ തന്നിരിക്കുന്നതാണ്. 512 ഇൻറ്റു ദ മൊളാലിറ്റി. മൊളാലിറ്റി നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് 0.186 ഡിവൈഡഡ് ബൈ 1.86. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച മൊളാലിറ്റി നമ്മൾ അവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 0.1 കൂടെ വരും. അങ്ങനെയാണെങ്കിൽ 0.0512 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ 0.0512 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് ആൻസർ ഓപ്ഷൻ നമ്പർ 2 ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഡെൽറ്റ ടി ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ തന്നെയാണ്. ഈ ഒരു ഐഡിയാസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ ടി എഫ് ആണ്. അതിൻ്റെ അകത്ത് ഡെൽറ്റ ടി എഫ് കണ്ടുപിടിക്കാൻ ടി എഫ് നോട്ട് മൈനസ് ടി എഫ് ചെയ്താൽ മതി. ടി എഫ് നോട്ട് എന്ന് പറഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ പ്യുവർ സോൾവെന്റ് ആണ്. അക്വ സൊല്യൂഷൻ എന്ന ക്വസ്റ്റൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോൾവെന്റ് വാട്ടർ ആണ്, വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് 0 ആണ്. മൈനസ് ഓഫ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ ചെയ്ത് കഴിയുമ്പോൾ ഡെൽറ്റ ടി എഫ് കിട്ടും. ഇനി ഡെൽറ്റ ടി എഫിന് നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ ഇക്വേഷനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊളാലിറ്റി കിട്ടും. അത് സെയിം സൊല്യൂഷനാണ്, അപ്പോൾ മൊളാലിറ്റി സെയിം ആണ്. ആ സമയത്താണ് ഡെൽറ്റ ടി ബി കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടത്. സോ ഡെൽറ്റ ടി ബി ദാറ്റ് ഈസ് ഈക്വൽ ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം ആണ്. 1 ഇൻറ്റു 0.512 ഇൻറ്റു നമുക്ക് 0.1 ആണ് വരിക. അത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.0512 ഡിഗ്രി എന്ന് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. കിട്ടിയോ? യെസ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതും നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. The cell constant of a solution whose specific conductance and observed conductance are same is equal to എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന സെൽ കോൺസ്റ്റൻ്റ് ആണ്. സെൽ കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് കണ്ടക്റ്റൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, കാപ്പ ദാറ്റ് ഈസ് ഈക്വൽ ടു ജി സ്റ്റാർ എന്ന് പറയുന്ന എക്സ്പ്രഷൻ. ഇതിനകത്തേക്ക് ജസ്റ്റ് വാല്യൂ കൊടുത്താൽ മതി. ഇതിനകത്തെ കാപ്പ എന്ന് പറയുന്നത് നമ്മുടെ സ്പെസിഫിക് കണ്ടക്റ്റൻസ് ആണ്. ജി എന്ന് പറഞ്ഞ കണ്ടക്റ്റൻസ് ആണ്. ജി സ്റ്റാർ എന്ന് പറഞ്ഞാൽ സെൽ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ജി സ്റ്റാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ജി സ്റ്റാർ ദാറ്റ് ഈസ് ഈക്വൽ ടു കാപ്പ ഡിവൈഡഡ് ബൈ ജി നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാപ്പയും ജിയും സെയിം ആണെന്നല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ദ സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാണ് ദ സെൽ കോൺസ്റ്റന്റ് ഓഫ് ദ സൊല്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അഥവാ ജി സ്റ്റാർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹു സ്പെസിഫിക് കണ്ടക്റ്റൻസ് ദാറ്റ് ഈസ് എ കാപ്പ ആൻഡ് ദ ഒബ്സേർവ്ഡ് കണ്ടക്റ്റൻസ് അത് ജി. സ്പെസിഫിക് കണ്ടക്റ്റൻസും ഒബ്സേർവ്ഡ് കണ്ടക്റ്റൻസും സെയിം ആണ്. ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നീറ്റ് എക്സാമിൽ എല്ലാം ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരുപക്ഷെ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം, മോഡറേറ്റ് ലെവലിലുണ്ടാകാം, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അറിയത്തില്ല, വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാവൂ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്ത് പോകരുത്. അത്തരം ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. വളരെ സിമ്പിളാണല്ലോ ഈ ക്വസ്റ്റ്യൻ, ഇതൊക്കെ ചോദിക്കുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ അകത്ത് അർത്ഥമില്ല. കാരണം ഒരു പക്ഷേ ഇത്തരം ക്വസ്റ്റ്യൻസും നീറ്റ് എക്സാമിൽ കണ്ടേക്കാം, നമുക്കറിയില്ല. എക്സാം നടന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാൽ കൂടെയും ഇത്തരം ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. The standard electrode potential for SN4+/SN2+ couple is 0.15 volt and that for chromium 3+ chromium couple is -7.4 volt. These two couples are connected in their standard state to make the cell. The cell potential will be എന്നാണ് ചോദ്യം. സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അപ്പോൾ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ സെല്ല് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്ന് പറയുന്ന ഇക്വേഷൻ അതൊക്കെ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡിനകത്ത് നമ്മൾ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ദ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഫോർ SN4+SN2+ കപ്പിളാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രോമിയം 3+ ക്രോമിയം കപ്പിള് നമുക്ക് തന്നിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ മാത്രമാണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈ സെൽ ധരിച്ചിട്ടുള്ളൂ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഇനി ഇതിനകത്ത് സെൽ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്തെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിരിക്കുന്നത് ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് തന്നിരിക്കുന്നത് 0.15 രണ്ടാമത്തെ നമുക്ക് തന്നിരിക്കുന്നത് -0.74 ആണ്. അപ്പോൾ ഇതിൽ ആര് കാഥോഡാണ് അല്ലെങ്കിൽ ആര് ആനോഡാണ് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് വളരെ സിമ്പിളാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഇത് റിഡക്ഷൻ ആണ് തന്നിരിക്കുന്നത്. 4+ നിന്ന് 2+ വരിക റിഡക്ഷൻ ആണ്. അതുപോലെ തന്നെ 3+ നിന്ന് 0 വരിക അതും റിഡക്ഷൻ തന്നെയാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടുതലുള്ള ആളെ കാഥോഡായിട്ടും റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കുറവുള്ള ആളെ നമുക്ക് ആനോഡായിട്ടും സെലക്ട് ചെയ്യണം.
കാരണം കാഥോഡിൽ റിഡക്ഷനാണ് സംഭവിക്കേണ്ടത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഗ്രേറ്റർ ആണെങ്കിൽ അതിന് റെഡ്യൂസ് ചെയ്യപ്പെടാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന രണ്ട് വാല്യൂസിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിലെ വാല്യൂ അഥവാ റിഡക്ഷൻ പൊട്ടൻഷ്യലിലെ വാല്യൂ കൂടുതലുള്ള ആൾ കാഥോഡായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.15 ആണ് നമ്മുടെ കാഥോഡായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. 0.15നെ നമ്മൾ കാഥോഡായിട്ട് എടുക്കുന്നു. മൈനസ് ഓഫ് ആനോഡായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് -0.74നെയാണ്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ആൻസർ ചെയ്ത് കിട്ടുന്നത് 0.89 നമുക്ക് ആൻസർ കിട്ടും. 0.89 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ തന്നെയായിരുന്നു ഇതും. നമ്മുടെ സെൽ പൊട്ടൻഷ്യലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ട് പോകണം. സെൽ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ സെൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണെങ്കിൽ അത് E0 സെൽ എന്ന് എഴുതും. E0 കാഥോഡ് മൈനസ് E0 ആനോഡ് എന്ന് ചെയ്താൽ മതിയാവും. അതിൻ്റെ അകത്ത് നമുക്ക് കാഥോഡ് ആനോഡ് എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ള കാര്യം ഓർത്തോണം. റിഡക്ഷൻ പൊട്ടൻഷ്യലിലെ വാല്യൂ കൂടുതലുള്ള ആൾ കാഥോഡും കുറവുള്ള ആൾ ആനോഡുമായിട്ട് സെലക്ട് ചെയ്യുക. ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2, 0.89. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ചാപ്റ്റർ കൈനറ്റിക്സ് എന്നാണ്. The unit of rate constant for the first and zero order reaction in terms of molarity m units are respectively. ഇത് ശരിക്കും ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് ആദ്യം വേണ്ട യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദ ഫസ്റ്റ് ആൻഡ് സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ആദ്യം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ റേറ്റ് ലോ ഇക്വേഷൻ റേറ്റ് R ദാറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഓൾ റേസ് ടു 1 ആണല്ലോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ലോ ഇക്വേഷൻ. ഇതിൻ്റെ അകത്തെ K ആണ് നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ്. അതിൻ്റെ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. K ഇവിടെ നിർത്തുന്നു. ഇതിനെ താഴേക്ക് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ K റേറ്റ് കോൺസ്റ്റന്റ് K ദാറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഡിവൈഡഡ് ബൈ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഓൾ റൈസ് ടു 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്ത് യൂണിറ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ റേറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ പെർ ലിറ്റർ പെർ മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ആണ്. നമുക്കിവിടെ ടൈം മോൾ പെർ ലിറ്റർ പെർ ടൈം അത് സെക്കൻഡിലാണ് എല്ലാ ഓപ്ഷൻ്റെ അകത്തും തന്നിരിക്കുന്നത്. ടൈം തന്നിരിക്കുന്നത് ഇവിടെ സെക്കൻഡാണ്, ഇവിടെ സെക്കൻഡാണ്, ഇവിടെ എല്ലാം സെക്കൻഡ് ആയതുകൊണ്ട് ഞാൻ ആ ടൈമിനെ സെക്കൻഡിൽ തന്നെ എടുത്ത് സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് റേറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുക. ഏത് ഓർഡർ ആണെങ്കിലും റേറ്റിൻ്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണ്. ഓൾ ഡിവൈഡഡ് ബൈ ദ കോൺസെൻട്രേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ്. മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ പെർ ലിറ്റർ ആണ്. മോൾ പെർ ലിറ്റർ ആണ്. അപ്പോൾ ഈ മോൾ പെർ ലിറ്റർ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് നമുക്ക് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത് നമുക്ക് ചോദിച്ചിരിക്കുന്ന സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. സീറോ ഓർഡർ റിയാക്ഷൻ്റെ പ്രത്യേകത റേറ്റ് R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റെ റേസ് ടു 0 ആണ്. അല്ലേ, എനി ക്വാണ്ടിറ്റി റേസ് ടു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയി പോകും. R ഈസ് ഈക്വൽ ടു K എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ Kയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് റേറ്റിൻ്റെ യൂണിറ്റ് തന്നെയാണ്. റേറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്നാണ്. മോൾ പെർ ലിറ്റർ ആണ് മൊളാരിറ്റി. അതിനെ നമുക്ക് മൊളാരിറ്റി സെക്കൻഡ് ഇൻവേഴ്സ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. മൊളാരിറ്റി സെക്കൻഡ് ഇൻവേഴ്സ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് നമ്മുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റേത് കിട്ടുന്നത് സെക്കൻഡ് ഇൻവേഴ്സും സീറോ ഓർഡർ റിയാക്ഷൻ്റേത് മൊളാരിറ്റി സെക്കൻഡ് ഇൻവേഴ്സും വരും. അപ്പോൾ സെക്കൻഡ് ഇൻവേഴ്സ് ആൻഡ് മൊളാരിറ്റി സെക്കൻഡ് ഇൻവേഴ്സ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1 വരും. ഓക്കെ, മൊളാരിറ്റി സെക്കൻഡ് ഇൻവേഴ്സും വരും അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റേത് സെക്കൻഡ് ഇൻവേഴ്സ് വരും. അടുത്തത് മൊളാരിറ്റി സെക്കൻഡ് ഇൻവേഴ്സും വരും. അല്ല, ഇതിനകത്ത് നമുക്ക് ശരിയാണ്. ഓക്കെ, മൊളാരിറ്റി ചോദിച്ചേക്കുന്നത് അതേ റെസ്പെക്റ്റീവ്ലി തന്നെയാണ് എടുത്തിരിക്കുന്നത്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദ ഫസ്റ്റ് ആൻഡ് സീറോ ഓർഡർ എന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓർഡറിൻ്റേത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ഫസ്റ്റ് ഓർഡറിൻ്റെയാണ്. അത് സെക്കൻഡ് ഇൻവേഴ്സ്, സെക്കൻഡ് ഓർഡറിൻ്റേത് മൊളാരിറ്റി സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, ഇനി ഞാൻ വേറെ ഹിൻറ്റും കൂടെ ജസ്റ്റ്, അതായത് ഈ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. ആ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 ടൈം റേസ് ടു -1. ഇപ്പോൾ ടൈം ആണെങ്കിൽ സെക്കൻഡിലാണെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് നമ്മുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്നിനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് റേറ്റ് കോൺസ്റ്റന്റ് വേണമെങ്കിലും നമുക്ക് യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിലാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ നിങ്ങൾ 1 കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ വരുന്നത് മോൾ റേസ് ടു 1 - ലിറ്റർ റേസ് ടു 1 - സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരും. മോൾ റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്വാണ്ടിറ്റി റേസ് ടു 0 ദാറ്റ്സ് ഈക്വൽ 1 ആണ്. ഇത് ലിറ്റർ റേസ് ടു 0 അതും 1 ആവും. പിന്നെ പോയിട്ട് എന്ത് മാത്രമേ ഉള്ളൂ, സെക്കൻഡ് ഇൻവേഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ സീറോ ഓർഡറിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്നിൻ്റെ വാല്യൂ നിങ്ങൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എൻ്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോൾ റേസ് ടു 1 - 0 ലിറ്റർ റേസ് ടു 0 - 1 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി മോള്
പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. അതാണെങ്കിൽ ഈ മോൾ പെർ ലിറ്റർ ആണ് മൊളാരിറ്റി സെക്കൻഡ് ഇൻവേഴ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്തോളൂ. ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഏത് ഓർഡർ റിയാക്ഷൻ്റെ വേണമെങ്കിലും റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ആ എണ്ണിൻ്റെ സ്ഥാനത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അതും കൈനറ്റിക്സ് ആണ്. The activation energy of a reaction can be determined from the slope of which of the following graph എന്നാണ് ചോദ്യം. ഇതിൻ്റെ തന്നിരിക്കുന്നത് ln k വേഴ്സസ് t ഗ്രാഫ് ഉണ്ട്, ln k by 2 വേഴ്സസ് t ഗ്രാഫ് ഉണ്ട്, ln k വേഴ്സസ് 1/t ഗ്രാഫ് ഉണ്ട്, t by ln k വേഴ്സസ് 1/t ഗ്രാഫ് ഉണ്ട്. അപ്പോൾ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മുടെ അരേനിയസ് ഇക്വേഷൻ ഉണ്ടല്ലോ. അരേനിയസ് ഇക്വേഷനിൽ പറയുന്നത് k ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ടി എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന അരേനിയസ് ഇക്വേഷൻ. ആക്ച്വലി റേറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അരേനിയസ് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഇതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ നാച്ചുറൽ ലോഗരിതം എടുക്കുകയാണെങ്കിൽ ദാറ്റ്സ് ln k ദാറ്റ് ഈസ് ഈക്വൽ ടു ln a ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ടി എന്ന് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ln a ഇൻറ്റു ബി ഫോർമാറ്റ് ആണ്. ln a ഇൻറ്റു ബിയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ln a പ്ലസ് ln b ആണ്. അങ്ങനെയാണെങ്കിൽ ln k ദാറ്റ് ഈസ് ഈക്വൽ ടു ln a പ്ലസ് ln ഇ റൈസ് ടു മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ടി എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇത് ln ഇ റൈസ് ടു എക്സ് ആണ്. ln ഇ റൈസ് ടു എക്സിൻ്റെ സൊല്യൂഷൻ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ln k ദാറ്റ് ഈസ് ഈക്വൽ ടു ln a മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ടി എന്ന് വരും. Now this expression is in the form of y equal to mx plus c. അല്ല, ഈ ഇക്വേഷൻ ഇപ്പം നിലവിൽ y equal to mx plus c എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. അതായത് y equal to mx plus c എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. ഈ പറഞ്ഞ എക്സ്പ്രഷൻ ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഫോർമാറ്റിലാണ്. നമ്മളിപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളിത് ഉപയോഗിച്ച് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇതിനകത്ത് വൈ ആക്സിസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ln k ആണ്. വൈ ആക്സിസിൽ നമ്മൾ ln k എടുക്കുകയാണ്. വൈ ആക്സിസ് ln k എടുക്കുകയാണ്. എക്സ് ആക്സിസിൽ നമ്മൾ 1/t എടുക്കാൻ പോവാണ്. എക്സ് ആക്സിസിൽ നമ്മൾ 1/t എടുക്കുകയാണ്. 1/t എടുക്കുന്നു. എന്ത് ഷേപ്പുള്ള ഗ്രാഫാണ് കിട്ടുക? നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വിത്ത് നെഗറ്റീവ് സ്ലോപ്പ് കിട്ടും. നമുക്ക് ഇത്തരത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. കാരണം ഇത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് മാത്രമേ കിട്ടും. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് നമ്മൾ കിട്ടുന്നു. ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എമ്മിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന ആളാണ്. മൈനസ് ഇ എ ബൈ ആർ ആണ് അതിൻ്റെ സ്ലോപ്പ് വരിക. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ആണ്. ഇതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് വരുന്നത് വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന വൈ ഇൻ്റർസെപ്റ്റ് വരുന്നത് സി ആണ്. അത് ln a ആണ്. അപ്പോൾ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഫ്രം ദ സ്ലോപ്പ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കിട്ടുകയാണെങ്കിൽ മൈനസ് ഇ എ ബൈ ആർ ആണ്. അതിൻ്റെ അകത്ത് ആറ് നമ്മുടെ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വളരെ ഈസിയായിട്ട് നമുക്ക് ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ln k എഗനസ്റ്റ് 1/t ഗ്രാഫ് വരച്ചെങ്കിൽ മാത്രമേ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടൂ. അതിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് സ്ലോപ്പാണ്. ആ നെഗറ്റീവ് സ്ലോപ്പ് മൈനസ് ഇ എ ബൈ ആർ ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ln k വേഴ്സസ് 1/t. ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, ln k എഗനസ്റ്റ് 1/t ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. നെഗറ്റീവ് സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് നമുക്ക് കിട്ടും. അതിൻ്റെ അകത്ത് ഈസി ആയിട്ട് നമുക്ക് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അഥവാ സ്ലോപ്പല്ല ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കിട്ടിയോ? യെസ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമുക്കില്ല അല്ലേ? ഓക്കെ, ഇത് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് നമ്മുടെ സൊല്യൂഷൻ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Which one of the following electrolyte has the same value of the Van Hoff factor I as that of Al2SO4 thrice if all are 100% ionized എന്ന് ക്വസ്റ്റ്യൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ Al2SO4 ട്രൈസിൻ്റെ വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിക്കുക. Al2SO4 ട്രൈസിൻ്റെ വാൻ ഹോഫ് ഫാക്ടർ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ 100% അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 അലുമിനിയം 3+ നമുക്ക് കിട്ടും. അതേപോലെ നമുക്ക് കിട്ടുന്നത് 3SO4 2- നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഐ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ 2 + 3 ദാറ്റ്സ് 5 ആണ്. 2 മോൾ അലുമിനിയം 3+ഉം 3 മോൾ സൾഫേറ്റും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ 2 + 3 5. ബിഫോർ അത് 1 ആണ്. കാരണം അവിടെ ഒരു Al2SO4 ട്രൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ്സ് 5 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ ഓരോ ഓപ്ഷൻസ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഓരോ ഓപ്ഷൻസ് എടുത്തിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ഓപ്ഷൻ നമ്പർ 1 K2SO4 ആണ്. K2SO4 നമ്മൾ അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 K+ കിട്ടും. അതുപോലെ തന്നെ ഒരു SO4 2- നമുക്ക് കിട്ടും. 2 K+ഉം 1 SO4 2-ഉം. ഇതിൻ്റെ ഐ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ ഐ വാല്യൂ ധരിച്ചെങ്കിലും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ 2 + 1 3 ആണ്. 3 ബിഫോർ 1 ആണ്. 1 K2SO4 ദാറ്റ്സ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അത് 5 അല്ല, സിമിലർ അല്ല. ഉടൻ തന്നെ ഓപ്ഷൻ നമ്പർ 2 ചെയ്യാം.
ഓപ്ഷൻ നമ്പർ 2 K3FeCN6 ആണ് തന്നിരിക്കുന്നത്. K3FeCN6 ആണ്. ഇതൊരു കോംപ്ലക്സ് കോമ്പൗണ്ട് ആണ്. ഈ കോംപ്ലക്സ് കോമ്പൗണ്ട് നമ്മൾ അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കോർഡിനേഷൻ സ്ഫിയറിനകത്തുള്ള ആൾക്കാർ വീണ്ടും ഫർദർ അയണൈസേഷൻ നടക്കില്ല. അപ്പോൾ അത് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3K+ കിട്ടും. അതുപോലെ പിന്നെ കിട്ടുന്നത് FeCN6 4- എന്ന് പറഞ്ഞൊരു സിംഗിൾ അയോണാണ് കിട്ടുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ 3K+ഉം ഒരു കോംപ്ലക്സും. ഇത് ടോട്ടലി 1 അയോണാണ്. അങ്ങനെയാണെങ്കിൽ 3 + 1 4 ആണ്. ബിഫോർ അത് 1 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടും. ഇപ്പോഴും നിലവിൽ തന്നിരിക്കുന്ന Al2SO4 ട്രൈസിൻ്റെ വാൻ ഹോഫ് ഫാക്ടറിനോട് സെയിം ആയിട്ട് കിട്ടിയിട്ടില്ല. ഉടൻ തന്നെ നമ്മൾ തേർഡ് ഓപ്ഷൻ ചെക്ക് ചെയ്യണം. തേർഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത് AlNO3 ട്രൈസ് എന്നാണ് തന്നിരിക്കുന്നത്. AlNO3 ട്രൈസ് അത് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ അലുമിനിയം 3+ കിട്ടും. അതുപോലെ തന്നെ 3NO3- കിട്ടും. ഇത് ഹൈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ 1 + 3 4, ബിഫോർ 1 ദാറ്റ്സ് ഈക്വൽ ടു 4 ആണ്. അതും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ കൂടെ ചെക്ക് ചെയ്യാണ്. ഫോർത്ത് ഓപ്ഷനാണ്. അത് K4FeCN6 ആണ് തന്നിരിക്കുക. K4FeCN6 തന്നിരിക്കുന്നു. ഇത് നമുക്ക് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 4K+ കിട്ടും. അതുപോലെ തന്നെ കിട്ടുന്നത് FeCN6 4- ആണ്. FeCN6 4- ആണ് കിട്ടുക. ഇത് ഹൈ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ 4 + 1 ദാറ്റ്സ് ഈക്വൽ ടു 5, ബിഫോർ 1 ദാറ്റ്സ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റിനകത്ത് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ട ആളുടെ സെയിം വാൻ ഹോഫ് ഫാക്ടർ തന്നെയാണ് കിട്ടിയിരിക്കുക. Al2SO4 ട്രൈസിൻ്റെ വാൻ ഹോഫ് ഫാക്ടർ 5 ആയിരുന്നു. ഈ കിട്ടിയിരിക്കുന്ന K4FeCN6ൻ്റെ വാൻ ഹോഫ് ഫാക്ടറും 5 തന്നെയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4 K4FeCN6. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സൊല്യൂഷൻ ഓഫ് അസറ്റോൺ ഇൻ എത്തനോൾ എന്നാണ് ചോദ്യം. അസറ്റോൺ ഇൻ എത്തനോൾ ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഷോ എ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ, അതുപോലെ ഷോ എ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ, ബിഹേവ് ലൈക്ക് എ നിയർ ഐഡിയൽ സൊല്യൂഷൻ, ഒബേ റൗൾസ് ലോ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അസറ്റോൺ പ്ലസ് എത്തനോൾ ആണ്. അസറ്റോൺ പ്ലസ് എത്തനോൾ സൊല്യൂഷൻ ഓൾവേസ് ഗീവ് എ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2 വരും. ഷോസ് എ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. കാരണം ആ സൊല്യൂഷനകത്ത് കാണപ്പെടുന്ന സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻസ് ആർ വീക്കർ ദാൻ ദോസ് ബിറ്റ്വീൻ സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻസ് ബ്രേക്ക് ചെയ്തിട്ട് വളരെ ഫാസ്റ്റായിട്ട് സൊല്യൂട്ടിൻ്റെയും സോൾവെൻ്റെയും വേപ്പറുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഫോം ചെയ്യും. അവിടെ വേപ്പറിൻ്റെ കണ്ടൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും, വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. ദേ ഗിവ് എ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം ദ റൗൾസ് ലോ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് NH2- ഈസാണ് ചോദ്യം. കോൺജുഗേറ്റ് ആസിഡ് ഓഫ് NH2-. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആരാണ് ഈ കോൺജുഗേറ്റ് ആസിഡ് അല്ലെങ്കിൽ കോൺജുഗേറ്റ് ബേസ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഒരു കോൺജുഗേറ്റ് പെയറിൻ്റെ അകത്ത് 2 ആൾക്കാരുണ്ടാകും. ഒരു കോൺജുഗേറ്റ് പെയർ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ അകത്ത് 2 ഡിഫറെൻറ്റ് സ്പീഷ്യസുകളുണ്ട്. 1 ആസിഡും 1 ബേസും ആണ് അതിനുള്ളിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുക. ഒരു കോൺജുഗേറ്റ് പെയറിൻ്റെ അകത്ത് 2 സ്പീഷ്യസ് ഉണ്ട്, 1 ആസിഡ് ആൻഡ് 1 ബേസ്. ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ദേ ആർ ഡിഫർ ബൈ ഓൺലി 1 H+. ആ ആസിഡും ബേസും തമ്മിലുള്ള ഡിഫറൻസ് ഓൺലി 1 H+ൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടാകാവൂ. ഒരു കോൺജുഗേറ്റ് പെയറിൻ്റെ അകത്ത് ഒരു ആസിഡ് ഒരു ബേസും ആണുള്ളത്. അവർ തമ്മിലുള്ള ഡിഫറൻസ് ഓൺലി 1 H+ൻ്റെ ഡിഫറൻസേ കാണാവൂ. അതേപോലെ തന്നെ ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ കോൺജുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും. ഇനി ആസിഡ് വീക്ക് ആണെങ്കിൽ കോൺജുഗേറ്റ് ബേസ് സ്ട്രോങ് ആകുകയും ചെയ്യും. ഒരു കോൺജുഗേറ്റ് പെയറിൻ്റെ അകത്ത് 2 ആളിൽ ഒരാൾ സ്ട്രോങ്ങും മറ്റേ ആൾ വീക്കുമായിരിക്കും, ഒരാൾ ആസിഡ് മറ്റേ ആൾ ബേസുമായിരിക്കും. അവർ തമ്മിലുള്ള ഡിഫറൻസ് ഓൺലി 1 H+ൻ്റെ ഡിഫറൻസ് ആകുകയും ചെയ്യും. അപ്പോൾ ഇവിടെ NH2- കോൺജുഗേറ്റ് ആസിഡാണ് കണ്ടുപിടിക്കേണ്ടത്. കോൺജുഗേറ്റ് ആസിഡ് ഓഫ് NH2- ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ NH2- എന്ന് പറയുന്നയാൾ ഒരു H+നെ മേടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു ബേസ് ആണല്ലോ. അതുകൊണ്ടാണല്ലോ അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുക. ഇതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് NH2- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ആസിഡ് ആണെങ്കിൽ പിന്നെ അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് ഇല്ല. ഇത് ബേസ് ആയതുകൊണ്ടാണ് അതിന് കോൺജുഗേറ്റ് ആസിഡ് ഉള്ളത്, അല്ലേ? ബേസിനാണ് കോൺജുഗേറ്റ് ആസിഡ് ഉള്ളത്, ആസിഡിനാണ് കോൺജുഗേറ്റ് ബേസ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി NH2- എന്ന് പറയുന്ന ആൾ ബേസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലേ? ബേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് H+നെ മേടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അത് ഒരൊറ്റ H+നെ മേടിച്ച് കഴിഞ്ഞാൽ അത് NH3 എന്നായിട്ട് മാറും, NH3 ആയിട്ട് മാറും. നമുക്കറിയാം ഈ NH2- NH3 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൺലി 1 H+ൻ്റെ ഡിഫറൻസ് ആണ്. ഈ NH2- H+നെ മേടിച്ചയാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ബേസ് ആണ്.
ഇനി ഈ NH3ക്ക് NH2 മൈനസ് ആകണമെങ്കിൽ അത് H+നെ റിലീസ് ചെയ്താൽ മതി. H+നെ റിലീസ് ചെയ്താൽ മതി. H+നെ റിലീസ് ചെയ്യുന്നയാളെ നമ്മൾ വിളിക്കുന്ന പേര് ആസിഡ് എന്നാണ് വിളിക്കുക. NH2 മൈനസ് ബേസ് ആണ്, NH3 ആസിഡാണ്. തീർച്ചയായിട്ടും ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഓൺലി 1 H+ൻ്റെ ഡിഫറൻസേ ഉള്ളൂ. NH2 മൈനസിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് NH3 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4 NH3. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് എക്സിസ്റ്റ്, ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നതിൽ എക്സിസ്റ്റ് ചെയ്യാത്ത ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുക. NF5 ഉണ്ട്, PF5 ഉണ്ട്, ASF5 ഉണ്ട്, SBF5 ഉണ്ട്. ഇതിൻ്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യാത്ത ആളെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലൂറൈഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. നിങ്ങളുടെ P ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് പ്രകാരം ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാത്ത സ്പീഷ്യസ് എന്ന് പറയുന്നത് NF5 ആണ്. മറ്റുള്ളവരൊക്കെ എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ സ്റ്റെബിലിറ്റിയുടെ കാര്യങ്ങളല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സിസ്റ്റ് ചെയ്യാത്ത ആളെയാണ് ചോദിച്ചിരിക്കുക, ദാറ്റ് ഈസ് NF5 ആണ്. എന്താണ് അതിൻ്റെ റീസൺ? അതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. നൈട്രജൻ്റെ മാക്സിമം കോവാലൻസി എന്ന് പറയുന്നത് 4 ആണ്, ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽ. നൈട്രജന് വേക്കൻറ്റ് ഡി ഓർബിറ്റൽ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ മാക്സിമം കോവാലൻസി എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നത് 4 ആണ്. എന്ന് പറഞ്ഞാൽ മാക്സിമം 4 ആളുമായിട്ട് മാത്രമേ അതിന് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റൂ. 4-ൽ കൂടുതൽ ആൾക്കാരുമായിട്ട് അതിന് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും NF5 എന്ന് പറഞ്ഞ ഒരു സ്പീഷ്യസിൻ്റെ ഫോർമേഷൻ അവിടെ സാധ്യമാകില്ല. NF5 ഉണ്ടാകില്ല. അതേസമയം ഫോസ്ഫറസിനെ സംബന്ധിച്ച് വേക്കൻറ്റ് ഡി ഓർബിറ്റലുണ്ട്, കോവാലൻസി 4-ൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. PF5ൻ്റെ ഫോർമേഷൻ പോസിബിളാണ്. ASനും F5 പോസിബിളാണ്. SBF5 ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷേ NF5 ഒരിക്കലും ഫോം ചെയ്യില്ല. കാരണം നൈട്രജൻ്റെ മാക്സിമം കോവാലൻസി 4 ആണ്. അതിന് മാക്സിമം 4 ആളുമായിട്ട് മാത്രമാണ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുക. 5 ഫ്ലൂറിനുമായിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു പോസിബിലിറ്റി നൈട്രജൻ ഇല്ല. അതുകൊണ്ട് തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലൂറൈഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്, ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഡർ ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രോപ്പർട്ടി സ്റ്റേറ്റഡ് അഗൈൻസ്റ്റ് ഇറ്റ് എന്നാണ് ചോദ്യം. ഇതിൻ്റെ അകത്ത് ഏതാണ് കറക്റ്റ് അല്ലാത്തതെന്നാണ് ചോദ്യം. പ്രോപ്പർട്ടി സ്റ്റേറ്റഡ് നോട്ട് അഗൈൻസ്റ്റ് ഇറ്റ് എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ ഓർഡറാണ് തന്നിരിക്കുക. നമുക്കറിയാം ഹാലജൻസ് ആണ്. ഹാലജൻസ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയോഡിൻ ആണ്. ടോപ്പ് ടു ബോട്ടത്തിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. നമ്മൾ പഠിക്കുന്നുണ്ട് P ബ്ലോക്കിൽ. പീരിയോഡിക് ടേബിളിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള എലമെൻറ്റ് പറയുന്നത് ഫ്ലൂറിനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ F2, ദെൻ Cl2, ദെൻ Br2, ദെൻ I2. ദാറ്റ്സ് എ കറക്റ്റ് ഓർഡറാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് അല്ലേ വേണ്ടത്? നോട്ട് കറക്റ്റ് ആണ്. അടുത്തത് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ്. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ F2നെ സംബന്ധിച്ച് ദെൻ Cl2, then Br2, then I2 ആണല്ലോ വരിക അല്ലേ. ടോപ്പ് ടു ബോട്ടത്തിൽ അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ബോണ്ട് ലെങ്ത്തും ഇൻക്രീസ് ചെയ്യും. ടോപ്പ് ടു ബോട്ടത്തിൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യും. റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യും. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്ലൂറിനാണ് അല്ലേ. കാരണം ബോണ്ട് ലെങ്ത് വളരെ കുറവാണ്. ബോണ്ട് ലെങ്ത് കുറവായതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാൻ മോർ എമൗണ്ട് ഓഫ് എനർജി വേണം എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലൂറിൻ്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ടും ഇതിൻ്റെ അകത്ത് ഇനിയും ധാരാളം ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ രണ്ടാൾക്കും ഉള്ളത് കൊണ്ടും ഇവർ തമ്മിൽ റിപ്പൽ ചെയ്യും. ഇത് വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളുണ്ട്. അവരുടെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് തമ്മിൽ റിപ്പൽ ചെയ്യുമ്പോൾ ഈ ബോണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഈസി ആയിട്ട് ബ്രേക്ക് ആയി പോകും. നമ്മൾ വിചാരിക്കുന്ന ബോണ്ട് ലെങ്ത് വളരെ കുറവായതുകൊണ്ട് അതിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ താല്പര്യം വളരെ കൂടുതലായിരിക്കുമല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ റീസൺ ബോണ്ട് ലെങ്ത് കുറവായതുകൊണ്ട് രണ്ട് ഫ്ലൂറിൻ ആറ്റത്തിലും എക്സസ് ആയിട്ട് കാണപ്പെടുന്ന ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ പരസ്പരം റിപ്പൽ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ആ ബോണ്ട് അവിടെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ഈ F2ൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ താല്പര്യം മറ്റുള്ളവരെക്കാളും ഹൈ അല്ല. ഇത് ബോണ്ട് ഡിസോസിയേഷൻ താല്പര്യം ഏറ്റവും ഹയസ്റ്റ് വരുന്നത് Cl2നാണ്. അതിലും കുറവ് തന്നെയാണ് F2ൽ വരിക. ദെൻ Br2, I2 എന്ന് പറയുന്ന ജനറൽ ഓർഡർ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ തന്നിരിക്കുന്ന ബോണ്ട് ഡിസോസിയേഷൻ താല്പര്യം ഈ ഓർഡർ ഇൻകറക്റ്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഇനി അടുത്തത് ഓക്സിഡൈസിങ് പവർ ആണ്. F2 ഈസ് ഗ്രേറ്റർ ദാൻ Cl2, Br2, I2 ഓക്സിഡൈസിങ് പവർ കറക്റ്റ് ആണ്. അതുപോലെ തന്നെ അസിഡിക് പ്രോപ്പർട്ടി ഇൻ വാട്ടർ അതും കറക്റ്റ് ആണ്. കാരണം ഇതിൻ്റെ അകത്ത് H+ ഈസി ആയിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. HI ഗ്രേറ്റർ ദാൻ HBr ഗ്രേറ്റർ ദാൻ HCl ഗ്രേറ്റർ ദാൻ HF അതും കറക്റ്റ് തന്നെയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇൻകറക്റ്റ് ആയിട്ടുള്ള ആളാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഓപ്ഷൻ നമ്പർ 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. അസേഷൻ പറഞ്ഞിരിക്കുന്നു K-menophore and K2Cr2O7 are intensely colored compound. തീർച്ചയായിട്ടും രണ്ട് പേർക്ക് കളറുണ്ട് അല്ലേ? K-menophore കളറുണ്ട്, K2Cr2O7 കളറുണ്ട്. K-menophore ഡാർക്ക് പർപ്പിൾ കളറാണ്, K2Cr2O7 ഒരു ഓറഞ്ച് കളറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് പേർക്കും കളറുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അടുത്തത് ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ് ഹാവിംഗ് ഇലക്ട്രോൺ ഇൻ ഓർബിറ്റൽസ് ആർ കളേഡ് ഡ്യൂ ടു DD ട്രാൻസിഷൻ. അതും കറക്റ്റാണ്. ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ് കളേഡ് ആകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് DD ട്രാൻസിഷൻ എന്ന് പറയുന്ന ഫിനോമിനനാണ്. പക്ഷേ K-menophore K2Cr2O7 കളേഡ് ആയിരിക്കുന്നതിൻ്റെ റീസൺ എന്തല്ല? DD ട്രാൻസിഷൻ അല്ല. അവർക്ക് DD ട്രാൻസിഷൻ പോസിബിൾ അല്ല, കാരണം D0 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ആണ് വരിക. അതുകൊണ്ട് K-menophoreലും K2Cr2O7ൻ്റെയും കളറിൻ്റെ റീസൺ DD ട്രാൻസിഷൻ അല്ല. ജനറലി ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സിൻ്റെ കളറിൻ്റെ റീസൺ DD ട്രാൻസിഷൻ ആണെങ്കിലും K-menophoreൻ്റെയും K2Cr2O7ൻ്റെയും കളറിൻ്റെ റീസൺ DD ട്രാൻസിഷൻ അല്ല. അങ്ങനെ വരുമ്പോൾ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ശരി തന്നെയാണ്, പക്ഷേ അത് ഫസ്റ്റ് അസേഷൻ്റെ എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ ഇതിനകത്ത് ആൻസർ എടുക്കാൻ പറ്റുന്നത് ഇഫ് അസേഷൻ ആൻഡ് റീസൺ ബോത്ത് ആർ കറക്റ്റ് ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. അസേഷൻ ആൻഡ് റീസൺ ബോത്ത് ആർ കറക്റ്റ്, റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ അല്ല. ഇഫ് അസേഷൻ ആൻഡ് റീസൺ ബോത്ത് ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് നോട്ട്, ഇവിടെ ഒരു നോട്ട് ഉണ്ട്, നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. അത് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല. ഓക്കെ, നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നാണ് വരിക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. നെക്സ്റ്റ് വൺ, K-menophore acts as an oxidizing agent in alkaline medium. When alkaline K-menophore is treated with Ki, iodide ion is oxidized to ഏത് മീഡിയം ആണെന്ന് നോക്കിക്കേ. K-menophore ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അതിന് കുറേ ആൾക്കാർ ഓക്സിഡൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിലൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മീഡിയം മാറുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന പ്രോഡക്റ്റുകളുടെ ഡിഫറൻസ് വരും. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നോട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അയോഡൈഡിനെ ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്താണ്. അസിഡിക് മീഡിയത്തിലാണ് അയോഡൈഡിനെ ഓക്സിഡൈസ് ചെയ്യുന്നതെങ്കിൽ അത് അയോഡീൻ ആയിട്ട് മാറും. ഈ അയോഡൈഡ് എന്ന് പറയുന്നത് I- ആണ്, അയോഡീൻ എന്ന് പറയുന്നത് I2 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അസിഡിക് മീഡിയത്തിലാണ് K-menophore അയോഡൈഡിനെ ഓക്സിഡൈസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് അയോഡീൻ ആണ്. അതേസമയം ആൽക്കലൈൻ അഥവാ ബേസിക് മീഡിയത്തിലാണെങ്കിൽ അത് അയോഡൈഡിനെ അയോഡേറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. അയോഡൈഡ് I- ആണ്, അയോഡേറ്റ് IO3- ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ K-menophore acts as an oxidizing agent in alkaline medium. ദാറ്റ്സ് വെരി നോട്ടബിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. ആൽക്കലൈൻ മീഡിയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽക്കലൈൻ മീഡിയത്തിലാണെങ്കിൽ K-menophore is treated with Ki അയോഡൈഡ് അയോൺ. Ki അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ K+ഉം I- കിട്ടും. അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന I- അയോൺ, അതാണ് ഈ അയോഡൈഡ് അയോൺ. അതിനെ വിളിക്കുന്ന പേരാണ് അയോഡൈഡ് അയോൺ ഈസ് ഓക്സിഡൈസ്ഡ് ടു IO3-. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3 IO3- ബിക്കോസ് ദ മീഡിയം ഈസ് ആൽക്കലൈൻ മീഡിയം. ഇത് അസിഡിക് മീഡിയം ആയിരുന്നെങ്കിലോ നമുക്ക് എന്ത് ആൻസർ കിട്ടിയേനെ? I2 അഥവാ അയോഡിൻ എന്ന് കിട്ടിയേനെ. പക്ഷേ ഇത് ആൽക്കലൈൻ മീഡിയം ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് IO3- ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ദ മെറ്റൽ ഇൻ ദാറ്റ് കോംപ്ലക്സ് ആണ് ചോദ്യം. ആ തന്നിരിക്കുന്ന കോംപ്ലക്സിൻ്റെ അകത്ത് മെറ്റലിൻ്റെ കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. ഇപ്പോൾ ഈ കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. കോർഡിനേഷൻ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് നമ്പർ ഓഫ് ഈച്ച് ടൈപ്പ് ലിഗാൻഡ് ഇൻറ്റു ഡെൻസിറ്റി ചെയ്താൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഏത് കോംപ്ലക്സിൻ്റെ വേണമെങ്കിലും കോർഡിനേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്ന സമയത്ത് കോർഡിനേഷൻ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ ടൈപ്പ് ലിഗാൻഡ് എത്ര ഉണ്ടെന്ന് നോക്കിക്കേ. ഇതിൻ്റെ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ലിഗാൻഡ് ഉണ്ട്. ഇതൊരു ഹെട്രോലിറ്റിക് കോംപ്ലക്സ് ആണ്. ഒരേ ടൈപ്പ് ലിഗാൻഡുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരം കോംപ്ലക്സുകളെ നമ്മൾ ഹോമോലിറ്റിക് കോംപ്ലക്സ് എന്നും, ഒന്നിലധികം ഡിഫറെൻറ്റ് ടൈപ്പ് ലിഗാൻഡുകൾ ഉണ്ടെങ്കിൽ അത്തരം കോംപ്ലക്സിലെ നമ്മൾ ഹെട്രോലിറ്റിക് കോംപ്ലക്സ് എന്നാണ് വിളിക്കുക. ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ലിഗാൻഡുകളുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ഹെട്രോലിറ്റിക് കോംപ്ലക്സ് ആണ്. ഇതിനകത്ത് ആദ്യത്തെ ടൈപ്പ് ലിഗാൻഡ് 2 ആണ്. അത് എഥിലീൻ ഡയമീൻ ആണ്. അതിൻ്റെ ഡെൻസിറ്റി 2 ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ സമയം എത്ര സൈറ്റുകൾ ഉപയോഗിച്ച് മെറ്റലാറ്റോമായിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും എന്നതാണ് ഡെൻസിറ്റി. എത്ര സൈറ്റുകൾ ഉപയോഗിച്ച് ഒരേ സമയം മെറ്റലാറ്റോമായിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും എന്നതാണ് ആ ലിഗാൻഡിൻ്റെ ഡെൻസിറ്റി. ഇത് എഥിലീൻ ഡയമീൻ, അതിൻ്റെ ഡെൻസിറ്റി 2 ആണ് വരിക. ഓക്കെ, ഇനി പ്ലസ് ആണ്, ഇത് സമ്മേഷൻ. അങ്ങനെയാണെങ്കിൽ പ്ലസ്. രണ്ടാമത്തെ സെക്കൻഡ് ടൈപ്പ് ലിഗാൻഡ് 2 ആണുള്ളത്. അതിൻ്റെ ഡെൻസിറ്റി 1 ആണ്, കാരണം ഹാലൈഡ്സിൻ്റെ ഒക്കെ ഡെൻസിറ്റി 1 ആണ് വരിക. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 2 × 2 4 + 2 ദാറ്റ്സ് ഈക്വൽ ടു 6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4 6.
ഓക്കെ, ആൻസർ 6 വരും. ഓപ്ഷൻ നമ്പർ 4 വരും. ഓക്കെ, കോർഡിനേഷൻ നമ്പർ ഓഫ് ദ മെറ്റലാണ് കണ്ടുപിടിക്കേണ്ടത്. കോർഡിനേഷൻ നമ്പർ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഈ ഒരു ഫോമിൽ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓരോ ടൈപ്പ് ലിഗാൻഡ് എത്ര എണ്ണം ഉണ്ട് അതിൻ്റെ ഡെൻസിറ്റി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോർഡിനേഷൻ നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Among NiCO 4 times, NiCN 4 times 2 minus and NiCl 4 times 2 minus species, the hybridization state at the nickel atom are respectively എന്നാണ് ചോദ്യം. ആദ്യത്തേത് NiCO 4 times ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. NiCO 4 ടൈംസ് ഇങ്ങനെ ഒരു കോംപ്ലക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ സെൻട്രൽ ആറ്റത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടുത്തെ സെൻട്രൽ ആറ്റം നിക്കലാണ്. ഇനി അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. എക്സ് പ്ലസ് 0, കാരണം CO ന്യൂട്രൽ ലിഗാൻഡാണ്, ഓവറോൾ ചാർജ് 0 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും X = 0 ആണ്, ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ദാറ്റ് ഈസ് 3D84S2 ആണ്. നിക്കലിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D84S2 ആണ്. ഓക്കെ, അപ്പോൾ നിക്കൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്, എൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D84S2 ആണ്. നേരെ ഈ ഓർബിറ്റൽസിൻ്റെ ഡയഗ്രാം ഇങ്ങനെ ബോക്സ് ഡയഗ്രാം വരച്ചിട്ട് അതിൻ്റെത്തേക്ക് ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുക. ദിസ് ഇസ് 3D ഓർബിറ്റൽ, ദിസ് ഇസ് 4s ഓർബിറ്റൽ. ഇതിനകത്ത് ഇലക്ട്രോണെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 3D8 ആണ് വരിക. 1 2 3 4 5 6 7 8 എന്ന് വരും. ദെൻ 4s2 വരും. ഇനി നിങ്ങൾ ആ കോംപ്ലക്സിലേക്ക് നോക്കിക്കേ. NiCO 4 ടൈംസ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ആണ് നമുക്കിവിടെ ഫോം ചെയ്യേണ്ടത്. ഇവിടെ CO എന്ന് പറഞ്ഞ ലിഗാൻഡാണുള്ളത്. CO ലിഗാൻഡ് ഈസ് എ വെരി സ്ട്രോങ് ലിഗാൻഡാണ്. ലിഗാൻഡ് വളരെ സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഔട്ടറിൽ കിടക്കുന്ന ഇലക്ട്രോണുകളെ അകത്തേക്ക് അത് പെയർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പുറമേയുള്ള ഇലക്ട്രോണുകളെ അകത്ത് കിടക്കുന്ന അൺപെയർഡ് ഇലക്ട്രോണുകളുമായിട്ട് അവർ പെയർ ചെയ്യിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 4sൽ നിന്ന് ഈ 2 ഇലക്ട്രോണുകളെയും അകത്ത് കിടക്കുന്ന അൺപെയർഡ് ഇലക്ട്രോണുമായിട്ട് ഇവിടെ CO എന്ന് പറഞ്ഞ ലിഗാൻഡ് പെയർ ചെയ്യിക്കും. അങ്ങനെ പെയറിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 3D ഓർബിറ്റലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ഫില്ലായി പോകും. അതേസമയം തന്നെ 4s വേക്കൻറ്റും ആകും. 4s ഫുള്ള് വേക്കൻറ്റും ആകും. 4s വേക്കൻ്റ് ആകും. ദെൻ 4p ഓൾറെഡി വേക്കൻ്റ് ആണ്, കാരണം മുമ്പിലേക്കുള്ള ഓർബിറ്റൽസ് എല്ലാം വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഇവിടെ 4p 4d അങ്ങനെയുള്ള മുമ്പിലേക്കുള്ള ഓർബിറ്റൽസ് ഒക്കെ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. അത് അവിടെയും അങ്ങനെ തന്നെ ഉണ്ട്. ഇനി ഓരോ ലിഗാൻഡുകൾ വരുന്നു. നെക്സ്റ്റ് വേക്കൻ്റ് ഓർബിറ്റൽസിലേക്ക് ഓരോ പെയർ ഇലക്ട്രോണുകളെ വീതം ഷെയർ ചെയ്തുകൊണ്ട് അവർ കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. ഫസ്റ്റ് CO ഇങ്ങോട്ടേക്ക് ഒരു പെയർ ഓഫ് ഇലക്ട്രോണെ ഷെയർ ചെയ്യും. സെക്കൻഡ് ഇവിടെയും, തേർഡ് ഇവിടെയും, ഫോർത്ത് ഇവിടെയും. ഇങ്ങനെ ലിഗാൻഡുകൾ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്ത മെറ്റലാറ്റത്തിൻ്റെ ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ആ ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ നമ്പർ കമ്പൈൻ ചെയ്താൽ ഹൈബ്രിഡൈസേഷൻ കിട്ടും. ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഒരു എസും 3pയും ആണ്. ഹൈബ്രിഡൈസേഷൻ ബിക്കം sp3. ഹൈബ്രിഡൈസേഷൻ sp3. ഇനി നമുക്ക് അടുത്ത ആളുടെ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വൺ NiCN 4 times 2 minus ആണ് തന്നിരിക്കുക. NiCN 4 times 2 minus. NiCN 4 times 2 minus. ഇവിടെ സെൻട്രൽ ആറ്റം നിക്കലാണ്. എൻ്റെ ഓക്സിഡേഷൻ പേര് വരുന്നത് X -4 ദാറ്റ് ഈസ് ഈക്വൽ ടു -2, X is equal to +2 എന്ന് കിട്ടും അല്ലേ. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇത് X is equal to +2 എന്ന് കിട്ടും. നിക്കൽ 2+ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D84S0 ആണ്. 3D84S0. ഇവിടെ D ഓർബിറ്റലുണ്ട്. ഡിക്ക് നമ്മൾ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നു. 1 2 3 4 5 6 7 8 3D84S0 ആണ്. 4S0 ആണ്. നമുക്കറിയാം ലിഗാൻഡ് സയനൈഡ് സ്ട്രോങ് ലിഗാൻഡാണ്. തീർച്ചയായിട്ടും ഈ കിടക്കുന്ന ഇലക്ട്രോണുകളെ അകത്തേക്ക് അത് പെയർ ചെയ്യിക്കും. അങ്ങനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ NiCN 4 ടൈംസ് പറഞ്ഞ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സെൻട്രൽ ആറ്റമായ നിക്കലിൻ്റെ അകത്തെ ഇലക്ട്രോണുകളെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഓൾറെഡി ഫുൾ പെയർഡ് ആയിരുന്നു. ഇതിപ്പം നിലവിൽ പെയർഡ് ആകും. ഇത് വേക്കൻ്റ് ആകും. ദിസ് ഇസ് 3D. 4s ഓൾറെഡി വേക്കൻ്റ് ആണ്. അതുപോലെ തന്നെ 4p വേക്കൻ്റ് ആണ്. മുമ്പിലേക്കുള്ള ഓർബിറ്റൽസ് ഒക്കെ വേക്കൻ്റ് ആണ്. എത്ര ലിഗാൻഡുകൾ മെറ്റലാറ്റോമായിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുക്കണം? ടോട്ടൽ 4 സയനൈഡ് ലിഗാൻഡ്സ് ആണ് മെറ്റലാറ്റോമായിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. സോ ദ ഹൈബ്രിഡൈസേഷൻ ബിക്കം DSP2. The hybridization DSP2. The second one, the hybridization is DSP2. ഓക്കെ, നെക്സ്റ്റ് വൺ NiCl 4 times 2 minus ആണ് തന്നിരിക്കുക. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേക്കാം. NiCl 4 times 2 minus. NiCl 4 times 2 minus. ഇവിടെയും സെൻട്രൽ ആറ്റം നിക്കലാണ്. നിക്കലിൻ്റെ ഓക്സിഡേഷൻ പേര് വരുന്നത് X -4 ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ആണ്. X is equal to +2 ആണ് വരിക. നിക്കൽ 2+ൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D84S0 ആണ്. 3D84S0 ആണ്. 1 2 3 4 5 6 7 8 3D8. ബാക്കി മുകളിലേക്കുള്ള ഓർബിറ്റൽസ് എല്ലാം വേക്കൻ്റ് ആണ്. ഇനി ഇവിടെ ഫോം ചെയ്യേണ്ട കോംപ്ലക്സ് NiCl 4 times 2 minus ആണ്. ഹാലൈഡുകൾ വീക്ക്ലി കാൻഡികളാണ്. ഒരിക്കലും അതിന് അൺപെയർഡ് ഇലക്ട്രോണുകളെ പെയർ ചെയ്യാനുള്ള പവർ ഇല്ല. അതുകൊണ്ട് ഇവിടെ കിടക്കുന്ന അൺപെയർഡ് ഇലക്ട്രോണുകൾക്ക് ഒരു മാറ്റവും വരില്ല. അവർ അങ്ങനെ തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യപ്പെടും. അതിൻ്റെ അകത്ത് അൺപെയർഡ് ഇലക്ട്രോണുകൾ പെയർ ചെയ്യപ്പെടില്ല. ദിസ് ഇസ് 3D. 4s ഓൾറെഡി വേക്കൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ 4p മുമ്പിലേക്കുള്ള ഓർബിറ്റൽസ് എല്ലാം തന്നെ വേക്കൻ്റ് ആണ്. 4pയും വേക്കൻ്റ് തന്നെയാണ്. എത്ര ലിഗാൻഡുകൾ മെറ്റലാറ്റോമായിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുക്കണം? 4 ക്ലോറിൻ ആറ്റം. 1 2 3 4 ഓരോരുത്തരും ഓരോ പെയർ ഇലക്ട്രോണുകളെ വീതം ഷെയർ ചെയ്യും. ഹൈബ്രിഡൈസേഷൻ sp3 എന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും.
ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ 3 കോംപ്ലക്സുകളുടെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. ആദ്യത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3, രണ്ടാമത്തേത് dsp2, അടുത്തതും sp3 ആണ്. അപ്പോൾ sp3 dsp2 sp3 വരും. sp3 dsp2 sp3 ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. sp3 dsp2 sp3 ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കൈൽ ഹാലൈഡീസ് എന്നാണ് ചോദ്യം. നമ്മുടെ ഹാലോ ആൽക്കൈൻസ് എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. ആൽക്കൈൽ ഹാലൈഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണ് ചോദിച്ചിരിക്കുക. വളരെ ഈസിയായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കേസുള്ളൂ. ഇതിൻ്റെ എല്ലാം ആൽക്കൈൽ പാർട്ട് സെയിം തന്നെയാണ്. C2H5 ആണ് എല്ലാവരുടെയും ആൽക്കൈൽ പാർട്ട് വരിക. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് മാസ് നോക്കേണ്ടതായിട്ട് വരും. മാസ് കൂടുന്നതിനനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. മാസ് കൂടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഹാലജൻ്റെ മാസ് നിങ്ങൾ പരിഗണിച്ചാൽ മതി. അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്ലോറിന് ബ്രോമിൻ അയഡിൻ, ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മാസ് ഉള്ളത് അയഡിനാണ്. അപ്പോൾ C2H5 ഐക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നീട് C2H5 Br-ഉം അത് കഴിഞ്ഞാൽ C2H5 Cl-ഉം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2 ആണ്. ഇവരുടെ എല്ലാം ആൽക്കൈൽ പാർട്ട് സെയിം തന്നെയാണ്. ആൽക്കൈൽ പാർട്ട് സെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ മാത്രം നോക്കിയാൽ മതിയാവും. ഇവിടെ നമ്മൾ മാസ് നോക്കുന്ന സമയത്ത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇതിൽ അയഡിൻ്റെ മാസാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അയഡിൻ്റെ മാസ് കൂടുതലായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും C2H5 ആണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് കാണിക്കുക. അത് കഴിഞ്ഞാൽ C2H5 Br-ഉം അത് കഴിഞ്ഞാൽ C2H5 Cl-ഉം. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. നെക്സ്റ്റ് വൺ. Which of the following can be used as the halide component for Friedel-Crafts reaction? Okay, Friedel-Crafts reactionൻ്റെ അകത്ത് തീർച്ചയായിട്ടും അത് നമ്മുടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണല്ലോ. അവിടെ ഉണ്ടാകുന്ന ഒരു കാർബോക്യാറ്റോൺ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഉണ്ടാകുന്ന കാർബോക്യാറ്റോൺ ഇൻ്റർമീഡിയറ്റിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വളരെ വലിയ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് സംഭവിക്കുമ്പോൾ അവിടെ ഇലക്ട്രോഫൈൽ അഥവാ കാർബോക്യാറ്റോൺസ് ഫോം ചെയ്യുന്നുണ്ട്. Friedel-Crafts റിയാക്ഷൻ്റെ ഇൻ്റർമീഡിയറ്റുകൾ കാർബോക്യാറ്റോൺസ് ആണ്. അപ്പോൾ കാർബോക്യാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വലിയ റോളുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോക്യാറ്റോൺ ഫോം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് Friedel-Crafts റിയാക്ഷനിൽ പങ്കെടുക്കും. അതേസമയം ഉണ്ടാകുന്ന കാർബോക്യാറ്റോൺ ഇൻ്റർമീഡിയറ്റിന് സ്റ്റെബിലിറ്റി ഇല്ല എങ്കിൽ അവർ Friedel-Crafts റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള ചാൻസും വളരെ കുറവായിരിക്കും. നമുക്ക് നോക്കാം. ആദ്യത്തേത് ക്ലോറോ ഈത്തീൻ ആണ്. ക്ലോറോ ഈത്തീൻ എന്ന് പറയുന്നയാൾ CH2 ഡബിൾ ബോണ്ട് CH2Cl അല്ലേ, ഇതാണ് ക്ലോറോ ഈത്തീൻ. CH2 ഡബിൾ ബോണ്ട് CHCl, ഇതാണ് നമ്മുടെ ക്ലോറോ ഈത്തീൻ എന്ന് പറയുന്ന ആൾ. ഈ ക്ലോറോ ഈത്തീൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ഈ Cl പാർട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന കാർബോക്യാറ്റോൺ എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH+ എന്ന് പറയുന്ന കാർബോക്യാറ്റോൺ ആണ്. ഇത് നമ്മുടെ വിനൈൽ കാർബോക്യാറ്റോൺ ആണ്. വിനൈൽ കാർബോക്യാറ്റോണ് സ്റ്റെബിലിറ്റി ഒന്നുമില്ല, അത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള കാർബോക്യാറ്റോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാർബോക്യാറ്റോണിൻ്റെ ഫോർമേഷൻ അവർ പ്രിഫർ ചെയ്യുന്നില്ല. അതിനാൽ തന്നെ Friedel-Crafts റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അടുത്തത് ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് ആണ്. ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പം CH3 CHCl CH3 ആണ്. ഇതിൻ്റെ അകത്ത് Cl പാർട്ട് അഥവാ ലീവിംഗ് ഗ്രൂപ്പ് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പോർഷൻ എന്ന് പറയുന്നത് CH3 CH+ CH3 ആണ്. ഈ ഉണ്ടായിരിക്കുന്നത് ഒരു സെക്കൻഡറി കാർബോക്യാറ്റോൺ ആണ്. സെക്കൻഡറി കാർബോക്യാറ്റോൺ ഒരു റീസണബിൾ സ്റ്റെബിലിറ്റി ഉണ്ട്. അത് ഹൈലി സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റില്ല, അതിന് സ്റ്റെബിലിറ്റി വളരെ കുറവാണെന്നും പറയാൻ പറ്റില്ല. ഒരു റീസണബിൾ സ്റ്റെബിലിറ്റി ഉള്ള ആൾ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡറി കാർബോക്യാറ്റോൺ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവരെന്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്, Friedel-Crafts റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഉണ്ടാകുന്ന കാർബോക്യാറ്റോണിന് ഒരു മിനിമം സ്റ്റെബിലിറ്റി ഉണ്ട്. അടുത്തത് തന്നിരിക്കുന്നത് ക്ലോറോ ബെൻസീൻ ആണ്. ക്ലോറോ ബെൻസീൻ നോക്കാം. ക്ലോറോ ബെൻസീൻ എന്ന് പറഞ്ഞ ആൾ ഇതാണ് ക്ലോറോ ബെൻസീൻ. ഇതിൻ്റെ അകത്ത് ക്ലോറിൻ പാർട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് നമ്മുടെ ഫിനൈൽ കാറ്റോൺ ആണ്. ഈ ഫിനൈൽ കാറ്റോൺ ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഇത്തരം കാറ്റോൺ ഉണ്ട്, കാരണം റെസൊണൻസിൽ ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റെബിലിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് ഇത്തരം കാർബോക്യാറ്റോണിൻ്റെ ഫോർമേഷൻ അവർ പ്രിഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ Friedel-Crafts റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ബ്രോമോബെൻസീൻ ഇത് തന്നെയാണ് പ്രശ്നം. നമുക്ക് ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബ്രോമിനാണുള്ളത്. അതിൻ്റെ അത് ബ്രോമിൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ഫിനൈൽ കാറ്റോൺ തന്നെയാണ് കിട്ടുക. ബെൻസീൻ റിങ്ങിൽ പോസിറ്റീവ് ചാർജ് വന്നാൽ ആ ഫിനൈൽ കാറ്റോണിന് സ്റ്റെബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അവരും Friedel-Crafts റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഹാലൈഡ് കോമ്പൗണ്ട് ഫോർ Friedel-Crafts റിയാക്ഷൻ? ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. കാരണം Friedel-Crafts റിയാക്ഷൻ കാർബോക്യാറ്റോൺ ഇൻ്റർമീഡിയറ്റ് വഴിയാണ് പ്രൊസീഡ് ചെയ്യപ്പെടുക. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ള കാർബോക്യാറ്റോണെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡിനാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, ഉള്ളതിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോക്യാറ്റോണെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് മോസ്റ്റ് അസിഡിക് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഇതിനകത്ത് അസിഡിക് ആയിട്ടുള്ള ആളെ കണ്ടുപിടിക്കണം. അസിഡിക് ആയിട്ടുള്ള ആളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+നെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് പോർഷന് സ്റ്റെബിലിറ്റി കിട്ടുമെങ്കിൽ മാത്രമേ അവർ H+നെ റിലീസ് ചെയ്യും. ആസിഡിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണല്ലോ H+നെ റിലീസ് ചെയ്യുക. ഇവരൊക്കെ H+നെ റിലീസ് ചെയ്യാൻ വില്ലിംഗ് ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ H+ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് ഉണ്ടാകുന്ന നെഗറ്റീവ് ചാർജ്, ആ നെഗറ്റീവ് ചാർജ് ആ റിമൈനിങ് അവിടെ ബാലൻസ് കിടക്കുന്ന കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ അവിടെ ഫോം ചെയ്യപ്പെടുന്ന നെഗറ്റീവ് ചാർജിനെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് H+നെ റിലീസ് ചെയ്യുകയും ആസിഡിക് ക്യാരക്ടർ കാണിക്കുകയും ചെയ്യും. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് H+ റിലീസായി കഴിഞ്ഞാൽ ഈ H+ ഇവിടുന്ന് റിലീസായി പോയി കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ആ പോർഷൻ നെഗറ്റീവ് ചാർജിനെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആരും തന്നെ അവിടെ ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് H+നെ റിലീസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം H+നെ റിലീസ് ചെയ്യുമ്പോഴാണല്ലോ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യുക. നെഗറ്റീവ് ചാർജ് ഉണ്ടായത് കൊണ്ടാണല്ലോ അതിൻ്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞു പോയത്. അതുകൊണ്ട് H+നെ റിലീസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതിന് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് H+നെ റിലീസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അസിഡിക് ക്യാരക്ടർ കാണിക്കാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, ഇത് ഫിനോളാണ്. ഫിനോളിനെ സംബന്ധിച്ച് H+നെ അത് റിലീസ് ചെയ്തേക്കാം. H+നെ റിലീസ് ചെയ്താൽ ഉണ്ടാകുന്ന ഫിനോക്സൈഡ് അയോണിന് റെസണൻസ് വഴി ഒരു പരിധിവരെ സ്റ്റെബിലിറ്റി കിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് H+നെ റിലീസ് ചെയ്യാനുള്ള സാധ്യത സെക്കൻഡ് ഓപ്ഷനിലുണ്ട്. കാരണം H+ റിലീസ് ചെയ്താൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ചാർജുള്ള ഫിനോക്സൈഡ് അയോണിന് റെസണൻസ് വഴി സ്റ്റേബിൾ ആകാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് H+നെ റിലീസ് ചെയ്തിട്ട് അസിഡിക് ക്യാരക്ടർ കാണിച്ചേക്കാം. ഓക്കെ, ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ H+നെ ഇവിടുന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫിനോക്സൈഡ് അയോൺ അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായ NO2 ഉള്ളത് കൊണ്ട് തന്നെ അവിടെ സ്റ്റെബിലിറ്റി കിട്ടുന്നതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ അതിന് സ്റ്റെബിലിറ്റി കിട്ടും അല്ലേ? കാരണം നെഗറ്റീവ് ചാർജിന് അത് വളരെ പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്തോളും. കാരണം ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അതിൻ്റെ ഓർത്തോ പൊസിഷനിലുണ്ട്. ഓർത്തോ പാരാ പൊസിഷനിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈ ഫീനോളിൻ്റെ അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഫീനോളിൻ്റെ അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസസ് ഓൺ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റ് ഓർത്തോ പാരാ പൊസിഷനാണ്. ഓർത്തോ പൊസിഷനിൽ NO2 ഗ്രൂപ്പ് അഥവാ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് അത് വളരെ ഈസി ആയിട്ട് H+നെ റിലീസ് ചെയ്തിട്ട് അസിഡിക് ക്യാരക്ടർ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയും അത് H+നെ റിലീസ് ചെയ്തേക്കാം. അങ്ങനെ ഫിനോക്സൈഡ് അയോൺ ഉണ്ടാകും. ആ ഫിനോക്സൈഡ് അയോണിന് റെസണൻസ് വഴി അതിന് സ്റ്റെബിലിറ്റി കിട്ടും. പക്ഷേ ഇവിടെ ഉള്ള ഒരു CH3 എന്ന് പറയുന്ന ഒരു പരിധി വരെ അങ്ങോട്ടേക്ക് ഇലക്ട്രോണിനെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ NO2 ഗ്രൂപ്പിന് ഇലക്ട്രോൺ വിഡ്രോ ചെയ്യാനുള്ള ടെൻഡൻസി ആണുണ്ടെങ്കിൽ CH3ക്ക് ഇലക്ട്രോണെ എന്തായാലും വിഡ്രോ ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന 4 പേരെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് H+നെ റിലീസ് ചെയ്യുന്ന ആളും ഏറ്റവും കൂടുതൽ അസിഡിക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളും ഓപ്ഷൻ നമ്പർ 3 ആണ്. എന്തുകൊണ്ടെന്നാൽ H+നെ റിലീസ് ചെയ്ത് കഴിഞ്ഞ അവിടെ ബാലൻസ് ഉണ്ടാകുന്ന ഫിനോക്സൈഡ് അയോൺ അതിൻ്റെ നെഗറ്റീവ് ചാർജിനെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അതിൻ്റെ ഓർത്തോ പൊസിഷനിലുണ്ട്. ഒന്നാമത് അതിന് റെസണൻസ് വഴി സ്റ്റെബിലിറ്റി കിട്ടും. അതിൻ്റെ കൂടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അതിനെ ഇലക്ട്രോണിനെ വിഡ്രോ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി വളരെയധികം ഇൻക്രീസ് ചെയ്യും. അതിനാൽ തന്നെ അത് H+നെ റിലീസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In Clemenson's reduction, carbonyl compound is treated with, അത് ചുമ്മാ തിയറി ബേസ്ഡ് ക്വസ്റ്റൻ ആണ് അല്ലേ? Clemenson's reductionൻ്റെ അകത്ത് the carbonyl compound is treated with dash. എന്ത് വെച്ചാൽ ട്രീറ്റ് ചെയ്യുക? സിങ്ക് അമാൽഗം പ്ലസ് HCl. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. സിങ്ക് അമാൽഗം പ്ലസ് HCl. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1, സിങ്ക് അമാൽഗം പ്ലസ് HCl അല്ലേ? അപ്പോൾ അതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ. Which of the following compound will give a butanone on oxidation with alkaline K-manophore solution എന്നാണ് ചോദ്യം. ബ്യൂട്ടാനോൺ കിട്ടണം. അപ്പോൾ സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കണം അല്ലേ? പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് പോകും. സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കീറ്റോൺ കിട്ടുകയുള്ളൂ. ഇവിടെ തന്നിരിക്കുന്നതിലെ ഫസ്റ്റ് ഓപ്ഷൻ ബ്യൂട്ടൈൻ 1-ol ആണ്. ബ്യൂട്ടൈൻ 1-ol എന്ന് പറഞ്ഞാൽ പ്രൈമറി ആൽക്കഹോളാണ് അല്ലേ? ഒന്ന് എഴുതി നോക്കിക്കേ. ബ്യൂട്ടൈൻ 1-ol നമ്മൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ CH3 CH2 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 OH ആണ്. ഇതാണ് ബ്യൂട്ടൈൻ 1-ol. ബ്യൂട്ടൈൻ 1-ol എന്ന് പറയുന്നത് പ്രൈമറി ആൽക്കഹോളാണ്. പ്രൈമറി ആൽക്കഹോളിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഒരിക്കലും നമുക്ക് കീറ്റോൺ കിട്ടില്ല. നമുക്ക് വേണ്ടത് കീറ്റോൺ ആണ്, ബ്യൂട്ടാനോൺ. ദാറ്റ്സ് എ കീറ്റോൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്യൂട്ടൈൻ 2-ol. ബ്യൂട്ടൈൻ 2-ol എന്ന് പറയുന്നത് CH3 CH OH CH2 CH3. ബ്യൂട്ടൈൻ 2-ol. ബ്യൂട്ടൈൻ 2-ol അത് സെക്കൻഡറി ആൽക്കഹോളാണ്. ഇത് പ്രൈമറി ആൽക്കഹോൾ ആയിരുന്നു. ഇത് സെക്കൻഡറി ആൽക്കഹോളാണ്. സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡേഷന് വിധേയമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കീറ്റോൺ കിട്ടുകയുള്ളൂ.
അങ്ങനെ ആകുമ്പോൾ ബോത്ത് ഓഫ് ദിസ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റില്ല, നൺ ഓഫ് ദിസും ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. കാരണം അതൊരു സെക്കൻഡറി ആൽക്കഹോളാണ് ബ്യൂട്ടൈൻ ടോൾ. അതിനെ KMnO4 വെച്ച് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടാനോൺ അഥവാ കീറ്റോൺ നമുക്ക് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടേർഷറി അമീൻ എന്നാണ് ചോദ്യം. ഇതിനകത്ത് ടേർഷറി അമീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആദ്യത്തേത് 1-methyl cyclohexylamine. 1-methyl cyclohexylamine ടേർഷറി അമീൻ അല്ല. അടുത്ത ട്രൈ-ഈഥൈലമീൻ. ട്രൈ-ഈഥൈലമീൻ അതേല്ലോ. ട്രൈ-ഈഥൈലമീൻ എന്ന് പറയുമ്പോൾ C2H5 ട്രൈസ് എന്നല്ലേ. ട്രൈ-ഈഥൈലമീൻ. ട്രൈ-ഈഥൈലമീൻ എന്ന് പറയുന്നത് ട്രൈ-ഈഥൈലമീൻ ടെർഷറി അമീൻ എന്നാണ് ചോദിച്ചിരുന്നത്. ട്രൈ-ഈഥൈലമീൻ അല്ലേ? അല്ല, നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് ട്രൈ-ഈഥൈലമീൻ നമുക്കിവിടെ ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റും. ശരിയല്ലേ? ഓക്കെ, ടേർഷറി ബ്യൂട്ടൈലമീൻ അല്ല, നോർമൽ മീഥൈൽ അനിലീൻ അല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2 തന്നെയാണ്, ട്രൈ-ഈഥൈലമീൻ. Triethylamine is a tertiary amine. So the correct answer is option number 2. Okay, next question. Okay, next question. Reason for the lanthanoid contraction is ആണ് ചോദ്യം. Lanthanoid contraction നമ്മുടെ ഡി ആൻഡ് ഫ്ലോക്ക് എലമെൻസിലും നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ലാന്ത്രോയിഡ് കൺട്രാക്ഷൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് പുവർ ഷീൽഡിംഗ് പവർ ഓഫ് ദ ഇന്നർ ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ് ആണ് അല്ലേ. പുവർ ഷീൽഡിംഗ് പവർ ഓഫ് ദ എഫ് ഓർബിറ്റൽസ്. ഓക്കെ, the negligible screening effect of the F orbitals ആണ്. negligible screening effect of the F orbitals ആണ്. that's a correct answer. increasing nuclear charge, decreasing nuclear charge, decreasing screening effect. അതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, negligible screening effect of the F orbitals അല്ലെ. F ഓർബിറ്റൽസിൻ്റെ പുവർ ഷീൽഡിംഗ് പവർ കാരണമാണ് ഈ പറഞ്ഞിരിക്കുന്ന ലാന്ത്രോയിഡ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞ ഫെനോമിനൻ നടക്കുക. ലാന്ത്രോയിഡ് കൺട്രാക്ഷൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പുവർ ഷീൽഡിംഗ് പവർ അല്ലെങ്കിൽ നെഗ്ലിജിബിൾ സ്ക്രീനിങ് എഫക്ട് ഓഫ് ദ എഫ് ഓർബിറ്റൽസ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ ടൈപ്പ് ഓഫ് ഐസോമെറിസം ഷോൺ ബൈ ദ കോംപ്ലക്സ് CO, അത് സ്മോൾ ലെറ്റർ CO ആണ്. ഇതാണ് കോംപ്ലക്സ് CO, Cl2 എത്തിലീൻ ഡയമീൻ ടോയ്സ്. ഇതാണ് കോംപ്ലക്സ്. ഈസ് ആണ് ചോദ്യം. ഇതിനകത്ത് ഏത് ഐസോമെറിസം ആണുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. ഫസ്റ്റ് അയോണൈസേഷൻ ഐസോമെറിസം നടക്കില്ല, കാരണം ഇതൊരു അയോണൈസബിൾ സ്പീഷീസ് അല്ല. അയോണൈസേഷൻ ഐസോമെറിസം നടക്കണമെങ്കിൽ എന്താണ് അയോണൈസേഷൻ ഐസോമെറിസം? രണ്ട് കോംപ്ലക്സുകളുടെ മോളിക്കുലർ ഫോമിൽ സെയിം ആവുക, അവർ അയോണൈസ് ചെയ്താൽ കിട്ടുന്ന അയോണുകൾ ഡിഫറൻറ്റ് ആകുക. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണൈസേഷൻ ഐസോമെറിസം. ഇത് എന്തായാലും അയോണൈസ് ചെയ്യാൻ പോകുന്നില്ല, ഇതിൻ്റെ അയോണൈസേഷൻ ഐസോമെറിസം നടക്കില്ല. അടുത്തത് കോർഡിനേഷൻ ഐസോമെറിസം. നോ, കോർഡിനേഷൻ ഐസോമെറിസം കാണണമെങ്കിൽ അതിൻ്റെ കാറ്റോണും ആനയോണും കോംപ്ലക്സ് ഫോമിലായിരിക്കണം. രണ്ട് കോർഡിനേഷൻ സ്പിയർ അടുത്തടുത്ത് വന്നെങ്കിൽ മാത്രമേ ലിഗാൻഡുകൾ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ തരത്തിലുള്ള കോർഡിനേഷൻ ഐസോമെറിസം തരാൻ പറ്റും. കാറ്റോണും ആനയോണും കോംപ്ലക്സ് ഫോമിലുള്ള അല്ലെങ്കിൽ രണ്ട് കോർഡിനേഷൻ സ്പിയറുകൾ ക്ലോസ് ആയിട്ട് വരുന്ന തരത്തിലുള്ള കോമ്പൗണ്ടുകളിൽ മാത്രമേ കോർഡിനേഷൻ ഐസോമെറിസം കാണാൻ പറ്റൂ. ഇതിൻ്റെ ആകെ കൂടെ ഒരൊറ്റ കോംപ്ലക്സ് മാത്രമേ ഉള്ളൂ, കോർഡിനേഷൻ ഐസോമെറിസം നടക്കില്ല. അടുത്ത ജോമെട്രിക്കൽ ഐസോമെറിസം. തീർച്ചയായിട്ടും ജോമെട്രിക്കൽ ഐസോമെറിസം നടക്കാനുള്ള ഒരു സാധ്യത ഇതിൻ്റെ അകത്തുണ്ട്. കാരണം എന്തുകൊണ്ടെന്നാൽ ഇതിനകത്ത് 0 എന്ന് പറഞ്ഞ സെൻട്രൽ ആറ്റം കോർഡിനേഷൻ നമ്പർ 6 വരും. കാരണം ക്ലോറിൻ്റെ ഡെൻസിറ്റി 1 ആണ്, 2 പേരുണ്ട്. എഥിലീൻ ഡയമീൻ എന്ന് പറഞ്ഞാൽ ബൈഡൻഡേറ്റ് ലിഗാൻഡ് ആണ്, അതുകൂട്ട് 2 പേരുണ്ട്. ഇവരെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എഥിലീൻ ഡയമീനെ ഒരേ സമയം 2 സൈറ്റുകളിലേക്ക് ബോണ്ട് ചെയ്യുന്നു, ക്ലോറിൻ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ഒരേ സമയം ഓരോ സൈറ്റിലേക്ക് ബോണ്ട് ചെയ്തു. ഇതാണ് ഒരു അറേഞ്ച്മെൻറ്റ്. ഇതിനകത്ത് മറ്റൊരു അറേഞ്ച്മെൻറ്റ് കൂടെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ അകത്ത് 1, 2, 3, 4, 5, 6 ഒരു എഥിലീൻ ഡയമീൻ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം, അടുത്തതിനെ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യാം. എന്നിട്ട് 2 ക്ലോറിനെ ഇങ്ങനെ കൂടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടാളുടെയും മോളിക്കുലർ ഫോമുല സെയിം ആണ്. ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് സെയിം ടൈപ്പ് സ്പീഷീസുകൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വന്നിരിക്കുന്നു. ഇവിടെ സെയിം ടൈപ്പ് സ്പീഷീസുകൾ ഓപ്പോസിറ്റ് ആണ് വന്നിരിക്കുക. സെയിം ടൈപ്പ് സ്പീഷീസുകൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വന്നു അല്ലെങ്കിൽ സെയിം ടൈപ്പ് ലിഗാൻഡുകൾ സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് സിസ് ഐസോമർ എന്ന് വിളിക്കാൻ പറ്റും. ഇത് ഓപ്പോസിറ്റ് വന്നിരിക്കുന്നതിനെ നമുക്ക് ട്രാൻസ് ഐസോമർ എന്ന് വിളിക്കാൻ പറ്റും. ഈ സിസ് ട്രാൻസ് ഐസോമറിസം ആണല്ലോ ജോമെട്രിക്കൽ ഐസോമറിസം എന്നറിയപ്പെടുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്. അടുത്തത് ലിങ്കേജ് ഐസോമറിസം പറ്റില്ല. കാരണം ലിങ്കേജ് ഐസോമറിസം ഉണ്ടാകണമെങ്കിൽ ആംബിഡെൻഡേറ്റ് ലിഗാൻഡുകൾ ഉണ്ടാകണം. NO2-, SCN- പോലെയുള്ള ആംബിഡെൻഡേറ്റ് ലിഗാൻഡുകളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലിങ്കേജ് ഐസോമറിസം കാണാൻ പറ്റൂ. ഇതിനകത്ത് ആംബിഡെൻഡേറ്റ് ലിഗാൻഡുകൾ ഇല്ല. ലിങ്കേജ് ഐസോമറിസം പോസിബിൾ അല്ല, ജോമെട്രിക്കൽ ഐസോമറിസം മാത്രമാണ് പോസിബിൾ ആകുക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3, ജോമെട്രിക്കൽ ഐസോമറിസം. കിട്ടിയോ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ദ നെയിം ഓഫ് ദ കോംപ്ലക്സ് അയോൺ FeCN6 3- എന്നാണ് ചോദ്യം. FeCN6 3-. ഈ ഒരു കോംപ്ലക്സ് നെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ റൂളുകളിലേക്ക് പോകുന്ന സമയത്ത് കാറ്റോണും ആനിയോണും ഉണ്ടെങ്കിൽ ആദ്യം കാറ്റോൺ നെയിം ചെയ്ത് കഴിഞ്ഞ് മാത്രമേ ആനിയോണെ നെയിം ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ എന്തായാലും ഒരു ആനിയോണിക് പാർട്ട് മാത്രമേ ഉള്ളൂ, കാറ്റോണിക് പാർട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഡയറക്റ്റ് നെയിം ചെയ്യാം. ഇത് ആനിയോണിക് പാർട്ട് നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് കോംപ്ലക്സ് ആയതുകൊണ്ട് ലിഗാൻഡുകളെ നെയിം ചെയ്ത് കഴിഞ്ഞ് മാത്രമേ സെൻട്രൽ ആറ്റം നെയിം ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ലിഗാൻഡ് നെയിം ചെയ്യുന്ന സമയത്ത് CN ആണ്. CN ആക്ച്വലി CN മൈനസ് ലിഗാൻഡുകളാണ്. മൈനസ് ചാർജുള്ള ലിഗാൻഡ് ആയതുകൊണ്ട് അവരുടെ പേരിൻ്റെ ലാസ്റ്റ് O എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ടാകണം. ഇതിൻ്റെ പേര് വരുന്നത് സയനിഡോ എന്നാണ്. സയനിഡോ അല്ലെങ്കിൽ സയനോ. സയനിഡോ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യണം. സയനിഡോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സയനോ എടുക്കാവുന്നതാണ്. ഇനി 6 പേരുള്ളത് കൊണ്ട് അതിനെ നമ്മൾ ഹെക്സ സയനോ അല്ലെങ്കിൽ ഹെക്സ സയനിഡോ എന്ന് വിളിക്കും. ഇവിടെ എന്തായാലും ഓപ്ഷൻ്റെ അകത്ത് സയനിഡോ തന്നിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഹെക്സ സയനോ എന്ന് വിളിക്കാം. അപ്പോൾ ലിഗാൻഡ് കഴിഞ്ഞാൽ ദെൻ സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റം നെയിം ചെയ്യുന്ന സമയത്ത് ആനിയോണിക് കോംപ്ലക്സ് ആണെങ്കിൽ സെൻട്രൽ ആറ്റത്തിൻ്റെ പേരിൻ്റെ ലാസ്റ്റ് ATE എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ ആറ്റത്തിനെ ഫെറേറ്റ് എന്നാണ് വിളിക്കേണ്ടത്. ഫെറേറ്റ്. ഇനി അതിൻ്റെ അകത്ത് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്താൽ X - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു -3, X ദാറ്റ് ഈസ് ഈക്വൽ ടു +3 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഹെക്സ സയനിഡോ ഫെറേറ്റ് 3 എന്നാണ് വരിക. ഹെക്സ സയനോ അയണൊന്നുമല്ല, ഹെക്സ സയനോ നൈട്രേറ്റ്, ഹെക്സ സയനോ അതുമല്ല, സയനൈറ്റോ ഫെറേറ്റ് അതല്ല, ഹെക്സ സയനിഡോ ഓക്കെ ആണല്ലോ ഇതല്ലേ. ഹെക്സ സയനിഡോ ഉണ്ട്. ഹെക്സ സയനിഡോ ഫെറേറ്റ് 3 അയോൺ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. ഹെക്സ സയനിഡോ ആണ് കറക്റ്റ്. സയനിഡോ, ഹെക്സ സയനിഡോ ഫെറേറ്റ് 3. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4 വരും. ഓക്കെ, സയനിഡോ ഉണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. സയനിഡോ ആണ് മോർ കറക്റ്റ്. ഹെക്സ സയനിഡോ ഫെറേറ്റ് 3 വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. ഓക്കെ, നെക്സ്റ്റ് വൺ. How many gram of KCl must be added to 75 gram of water to produce a solution with molality of 2.25? Molalityയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ മൊളാലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് all divided by mass of solvent in kilogram. ഇതിനെ വേണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് വേണമെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് മാറ്റി എഴുതാം. കാരണം നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ബി എന്ന് പറഞ്ഞ സൊല്യൂട്ടിനാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓൾ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് W ആണ് മാസ്. സോൾവെൻറ്റിനെ ഞാൻ A എന്ന് എഴുതാണ് മാസ് ഓഫ് സോൾവെൻറ്റ്. അത് ഗ്രാമിലാണ് തരുന്നതെങ്കിൽ കിലോഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് 1000 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഇൻ ഗ്രാമിലായിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക അല്ലേ. ഗ്രാമിലാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രാമിലെടുക്കാം. അങ്ങനെയാണെങ്കിൽ കിലോഗ്രാമിലേക്ക് മാറ്റേണ്ടി വരും. അതിന് വേണ്ടി 1000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, കാരണം ഇക്വേഷനകത്ത് മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം തന്നെ വേണം. അപ്പോൾ ഗ്രാമിലാണ് എടുക്കുന്നതെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിലോഗ്രാം ആക്കണം. ഇതിന് നമുക്ക് ജസ്റ്റ് മൊളാലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ഈ ഡിനോമിനേറ്റർ റിവേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഓൾ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ് അത് വരും അല്ലേ. ഇനി നമ്മളോട് കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി ഗ്രാം ഓഫ് KCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സൊല്യൂട്ടാണ് KCl, അത് WB ആണ് അല്ലെ. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് WB അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെവിടെ നിർത്തുന്നു, ബാക്കിയല്ല ഇപ്പുറത്തേക്ക് മാറ്റുന്നു. അങ്ങനെ മാറ്റിയാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു മൊളാലിറ്റി ഇൻറ്റു മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ് ഓൾ ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊളാലിറ്റി എത്രയാണ് മൊളാലിറ്റി വേണ്ടത്? മൊളാലിറ്റി 2.25 ഇൻറ്റു മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ KCl ആണ്. KCl മോളാർ മാസ് ഏകദേശം 74.5 കണ്ട വരുന്നത് 74.5 ആണ് വരിക. 74.5 വരും. 74.5 ഇൻറ്റു ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ് 75 gram ഓഫ് വാട്ടർ ആണ്. 75 gram ഓഫ് വാട്ടർ ദാറ്റ്സ് എ സോൾവെൻറ്റ് ഓൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 12.5 gram എന്ന് കിട്ടും. 12.57 gram. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3, 12.57
57 gram എന്നാണ് കിട്ടുക. 12.57 gram. So the correct answer is option number 3, 12.57 gram. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ തന്നെയാണ്. മൊളാലിറ്റി ഒക്കെ ബേസിക് കൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്നതാണ്. സൊല്യൂഷൻ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ മൊളാലിറ്റിയുടെ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 12.57 gram എന്ന് കിട്ടും. So correct answer option number 3. Next one. Number of molecules in 4.25 gram of ammonia is ആണ് ചോദ്യം. നമ്പർ ഓഫ് മോളിക്യൂൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് മോളെ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി അല്ലേ. നമ്പർ ഓഫ് മോളെ അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. നമ്പർ ഓഫ് മോളിക്യൂൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോള് ഇൻറ്റു ദ അവഗാഡ്രോസ് നമ്പർ. ആദ്യം നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഇൻറ്റു അവഗാഡ്രോസ് നമ്പർ. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഗിവൺ മാസ് തന്നിരിക്കുന്നത് 4.25 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് അമോണിയ 17 വരും ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. 4.25 divided by 17 into 6.022 into 10⁻23 ചെയ്താൽ 1.5 into 10⁻23 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 into 10⁻23 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1, 1.5 into 10⁻23. ഓക്കെ, ബേസിക് കൺസെപ്റ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് അല്ലേ. നമ്പർ ഓഫ് മോളിക്യൂൾ കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്താൽ നമ്പർ ഓഫ് മോൾ കിട്ടും. ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾ കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 1.5 into 10⁻23. കിട്ടില്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആരത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ ഈസ് കറക്റ്റ് ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ ദ 4f ഓർബിറ്റൽ എന്നാണ് ചോദ്യം. ഓക്കെ, 4f ഓർബിറ്റൽ 4f ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വരുന്നത് 4 ആണ് അല്ലെ. ഷെൽ നമ്പർ അഥവാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4 വരും. ഇനി എല്ലിൻ്റെ വാല്യൂ വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൽ വാല്യൂ വരുന്നത് 0 ആണെങ്കിൽ അത് എസ് ഓർബിറ്റലും, 1 ആണെങ്കിൽ പി ഓർബിറ്റലും, 2 ആണെങ്കിൽ ഡി ഓർബിറ്റലും, 3 ആണെങ്കിൽ അത് എഫ് ഓർബിറ്റൽസിനെയും റെപ്രസെൻറ്റ് ചെയ്യും. ഇത് 4f ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലിൻ്റെ വാല്യൂ വരുന്നത് 3 ആണ്. കാരണം എഫ് ഓർബിറ്റൽസിൻ്റെ കറസ്പോണ്ടിങ് എൽ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഇനി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എടുക്കുകയാണെങ്കിൽ -L to +L വരെയാണ്. -L എല്ലിൻ്റെ വാല്യൂ 3 ആണ്. -L എന്ന് പറയുമ്പോൾ -3 ദെൻ -2 -1 0 +1 +2 ആൻഡ് +3 ഇത്രയും പോസിബിൾ വാല്യൂസ് എമ്മിനുണ്ട്. ഇനി അടുത്തത് എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +½ അല്ലെങ്കിൽ -½ +or ഇതല്ലാതെ വേറെ വാല്യൂസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിന് പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. എന്നിൻ്റെ വാല്യൂ 4 വരാം, എല്ലിൻ്റെ വാല്യൂ 3 വരാം, എമ്മിൻ്റെ വാല്യൂ +4 പറ്റില്ല. എമ്മിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ -3 അല്ലെങ്കിൽ -2 -1 0 +1 +2 +3 ഈ പറഞ്ഞ വാല്യൂസ് മാത്രമേ പറ്റൂ. എമ്മിൻ്റെ വാല്യൂ +4 പറ്റില്ല. അതുകൊണ്ട് ആ ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. അടുത്ത എൻ വാല്യൂ 4 വരാം. ഓക്കെ, എൽ വാല്യൂ 4 വരാൻ പറ്റില്ല. എൽ വാല്യൂ 3 പറ്റൂ. എല്ലിൻ്റെ വാല്യൂ 4 വരാൻ പറ്റില്ല. കാരണം എഫ് ഓർബിറ്റൽസിൻ്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അടുത്തത് എൻ വാല്യൂ 4 വരാം, എൽ വാല്യൂ 3 വരാം, എമ്മിൻ്റെ വാല്യൂ +1 തീർച്ചയായിട്ടും പറ്റും. ഇതല്ലേ എമ്മിൻ്റെ വാല്യൂ +1 പോസിബിൾ ആണ്, വാലിഡ് ആണ്. എസിൻ്റെ വാല്യൂ പ്ലസ് ഓർ -½ ആണ്, +½ വാലിഡ് ആണ്. അപ്പോൾ എല്ലാം മാച്ച് ആയിരുന്നു. ഓപ്ഷൻ നമ്പർ 3 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, യെസ്, ഇവിടെ ഇത് പറ്റില്ല. കാരണം എൻ്റെ വാല്യൂ 3 പറ്റില്ല, എൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ അതും തെറ്റാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. കിട്ടിയില്ല അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് ഈസ് എന്നാണ് ചോദ്യം. ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഇലക്ട്രോൺ ഉള്ള സ്പീഷ്യസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്. സെയിം നമ്പർ ഇലക്ട്രോണുകളാണ് ഉള്ളതെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്. അതിൽ തന്നിരിക്കുന്ന H2-നകത്ത് ആകെ 2 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. 2 ഇലക്ട്രോൺ. CO2-ൻ്റെ അകത്ത് കാർബണിൻ്റെ അകത്ത് എത്രയാണ്? 6 ഇലക്ട്രോൺ ഉണ്ട്. ഓക്സിജൻ്റെ അകത്ത് വരുമ്പോൾ 8ഉം 2 ഇല്ലേ. അപ്പോൾ 16 22ഓളം ഇലക്ട്രോൺ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് അല്ല. ഇനി ബാക്കി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് കിട്ടുന്ന സെയിം നമ്പർ ഓഫ് ഇലക്ട്രോണുകൾ വരണം. അതിൻ്റെ അകത്ത് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇല്ല. അടുത്തത് നൈട്രജൻ്റെ അകത്ത് 7 ഇലക്ട്രോൺ ഉണ്ട്. H2S-ൻ്റെ അകത്ത് എന്തായാലും 7 കൂടുതൽ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അത് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് അല്ല. N2 എന്ന് പറയുമ്പോൾ 7 14 ഇലക്ട്രോൺ ഉണ്ട്. എൻ്റെ അകത്ത് 14 ഇലക്ട്രോൺ ഉണ്ട്. കാർബണിൻ്റെ അകത്ത് 6ഉം ഓക്സിജൻ്റെ അകത്ത് 8ഉം 8 14 ഇലക്ട്രോൺ ഉണ്ട്. 14 ഇലക്ട്രോൺ. കാർബണിൻ്റെ അകത്ത് 6ഉം നൈട്രജൻ്റെ അകത്ത് 7ഉം 7 13 പിന്നെ ഒരു -1 കൂടെ ഉണ്ട്. അതിൻ്റെ അകത്ത് ടോട്ടൽ 14 ഇലക്ട്രോൺ 14 ഇലക്ട്രോൺ ഉണ്ട്. ഓക്സിജൻ്റെ അകത്ത് 8 ആണുള്ളത്. 2 ഓക്സിജൻ 8 × 2 എന്ന് പറഞ്ഞാൽ 16 ഇലക്ട്രോൺ വരും.
+2 എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്തു. 16 - 2 എന്ന് പറഞ്ഞാൽ അതും 14 ഇലക്ട്രോൺ ആണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഉള്ളത് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. ദേ ആർ നോൺ ആസ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്. സെയിം നമ്പർ ഇലക്ട്രോൺ ഉള്ള ആൾക്കാർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്. സോ അവരുടെ എല്ലാ 14 ഇലക്ട്രോൺസ് ആണ് വരിക. അവർ ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Which of the following is a correct order of size of the given species ആണ് ചോദ്യം. ഒരേ ആൾ തന്നെയാണ് അല്ലേ, എല്ലാ ഐഡിൻ്റെ കേസ് തന്നെയാണ്. ഒന്ന് ഐ തന്നിട്ടുണ്ട്, അതുപോലെ ഒന്ന് ഐ തന്നിട്ടുണ്ട്, ഒന്ന് I- തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ I+ തന്നിട്ടുണ്ട്. നെഗറ്റീവ് ചാർജുള്ള ആളുടെ സൈസ് കൂടുതലും പോസിറ്റീവ് ചാർജുള്ള ആളുടെ സൈസ് കുറവുമായിരിക്കും. അപ്പോൾ ഐയെ സംബന്ധിച്ച് നെഗറ്റീവ് ചാർജുള്ള I- സൈസ് ഐയേക്കാളും കൂടുതലും, പോസിറ്റീവ് ചാർജുള്ള I+ൻ്റെ സൈസ് ഐയേക്കാളും കുറവുമായിരിക്കും. I- greater than I greater than I+. I- greater than I greater than I+. So the correct answer is option number 4. I- greater than I greater than I+. So correct answer option number 4. Next one. The order of screening effect of electrons of sp, d and f orbitals of a given shell of an atom on its outer shell electrons is ആണ് ചോദ്യം. ഇത് ഷീൽഡിംഗ് പവർ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഏത് ഓർബിറ്റൽസിനാണ്? എസ്സിനാണ് ഏറ്റവും കൂടുതൽ ഷീൽഡിംഗ് പവർ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് പി ആണ്, അത് കഴിഞ്ഞാൽ പിന്നീട് ഡി ആണ്, അത് കഴിഞ്ഞിട്ടാണ് ആര് വരിക? എഫ് വരിക. ഇതാണ് ഷീൽഡിംഗ് പവറിൻ്റെ ഓർഡർ വരിക. എസ് ഈസ് ഗ്രേറ്റർ ദാൻ, പി ഈസ് ഗ്രേറ്റർ ദാൻ, ഡി ഈസ് ഗ്രേറ്റർ ദാൻ എഫ് വരും. എസ്, പി, ഡി, എഫ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഏറ്റവും കൂടുതൽ ഷീൽഡിംഗ് പവർ ഉള്ള എസ് ആണ്, ദെൻ പി ആണ്, ദെൻ ഡി ആണ്, ദെൻ എഫ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. എസ് ഗ്രേറ്റർ ദാൻ, പി ഗ്രേറ്റർ ദാൻ, ഡി ഗ്രേറ്റർ ദാൻ എഫ് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി സിഗ്മ ആൻഡ് പൈ ബോൺസ് ആർ പ്രസൻറ്റ് ഇൻ ടൊളുവീൻ? അപ്പോൾ ടൊളുവീൻ ആരാന്ന് പറഞ്ഞാലല്ലേ അതിൻ്റെ സിഗ്മയും പൈ ബോണ്ടിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ടൊളുവീൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിലേക്ക് ഒരു CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ടൊളുവീൻ എന്നാണ്. CH3 ഇതാണ് ടൊളുവീൻ. ഇതിനകത്ത് എത്ര സിഗ്മ ബോണ്ട് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. ഇതിനകത്ത് സിഗ്മ ബോണ്ട് കൗണ്ട് ചെയ്യണമെങ്കിൽ ഇതിനെ ചുമ്മാ എക്സ്പാൻഡ് ചെയ്തൊന്ന് എഴുതേണ്ടി വരും. ഇത് CH3 അല്ലേ, ഇതാണ് CH3. ഇതിൻ്റെ സിഗ്മ ബോണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കി എത്ര സിഗ്മ ബോണ്ട് ഉണ്ടെന്ന്. ഇതൊരു സിഗ്മ ബോണ്ടാണ്, ഇതൊരു സിഗ്മ ബോണ്ടാണ്. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ടോട്ടൽ 10 അല്ലേ സിഗ്മ ബോണ്ട് വരിക. ഹൗ മെനി സിഗ്മ ആൻഡ് പൈ ബോണ്ട് പ്രസൻറ്റ് ഇൻ ടൊളുവീൻ എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ സിഗ്മ ബോണ്ട് എത്ര വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത്? ടൊളുവീൻ്റെ അകത്ത് സിഗ്മ ബോണ്ടിൻ്റെ എണ്ണം വരുന്നത് ഇത് 1 2 3 4 5 6 7 8 9 10. നമുക്ക് എവിടെയോ തെറ്റിയോ? ഹൗ മെനി സിഗ്മ ആൻഡ് പൈ ബോൺസ് ആർ പ്രസൻറ്റ് ഇൻ ടൊളുവീൻ. ഇതിൻ്റെ ഓപ്ഷൻ കാണുന്നില്ലല്ലോ. ടൊളുവീൻ്റെ അകത്തെ സിഗ്മ ബോണ്ടിൻ്റെ എണ്ണം എത്ര വരിക? 15 വരുമോ? അതെവിടെ എന്നാണ്? ഹൗ മെനി സിഗ്മ ബോൺസ് ആൻഡ് പൈ ബോൺസ്? പൈ ബോൺസ് എന്തായാലും 3 പൈ ബോൺസേ ഉള്ളൂ. ഇത് 1 2 3 ആണ് പൈ ബോൺസ് വരിക. അപ്പോൾ സിഗ്മ ബോണ്ടിൻ്റെ എണ്ണം നമുക്ക് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഞാൻ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സിഗ്മ ബോണ്ട് ഇൻ ടൊളുവീൻ. ഓപ്ഷൻ ഇല്ലാത്തതാണോ? ഹൗ മെനി സിഗ്മ ആൻഡ് പൈ ബോൺസ് ആർ പ്രസൻറ്റ് ഇൻ ടൊളുവീൻ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇതിൻ്റെ അകത്തെ നമ്മൾ നമ്മൾ മറന്നു ഒരു കേസ് പറഞ്ഞത് ഈത്തലല്ല, ഓരോ ഹൈഡ്രജനും കൂടി ഉണ്ട്. യെസ്, ഇതാണ് യെസ്, ഇതെല്ലാം ഓരോ ഹൈഡ്രജനും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിനകത്തെ സിഗ്മ ബോണ്ടിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, ഇതിൻ്റെ സിഗ്മ ബോണ്ടിൻ്റെ എണ്ണം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ.
ഇതിൻ്റെ സിഗ്മ ബോണ്ടിൻ്റെ എണ്ണം എന്ന് കൗണ്ട് ചെയ്ത് ഇതല്ലേ ഒറിജിനൽ 12 എന്ന് പറയുന്ന സ്ട്രക്ചർ വരുന്നത്. സിഗ്മ ബോണ്ടിൻ്റെ എണ്ണം ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6, 7, 8, 9, 10, 11, 12, 13, 14 ആൻഡ് 15. അപ്പോൾ 15 സിഗ്മ ബോണ്ട്സ് ഉണ്ട്. യെസ്, 15 സിഗ്മ ബോണ്ട് ഉണ്ട്. ഇനി പൈ ബോണ്ട് വരുന്ന എത്ര? 3 ഉള്ളൂ അല്ലേ? ഇത് 1, ഇത് 2, 3. അപ്പോൾ 3 പൈ ബോണ്ട് വേണുള്ളത്. 3 പൈ ബോണ്ട് വേണുള്ളത്. ഓക്കെ, യെസ്, 15 സിഗ്മ ബോണ്ട് ആൻഡ് 15 സിഗ്മ ബോണ്ട് ആൻഡ് 3 പൈ ബോണ്ട് വരും അല്ലേ? 15 സിഗ്മ. ഓക്കെ, യെസ്, കറക്റ്റ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1 വരും. 3 പൈയും 15 സിഗ്മയും വരും. ഓക്കെ, യെസ്. ബെൻസീൻ റിങ്ങിലെ ഹൈഡ്രജനെ മറന്നുപോയി, അതാണ് പറ്റിപ്പോയത്. അങ്ങനെ മറന്നു പോകല്ലേ. ഓക്കെ, സോറി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഫുൾ സ്ട്രക്ചർ വരച്ച് നോക്കണം. അതിൻ്റെ അകത്ത് 15 സിഗ്മ ബോണ്ട് വരുന്നുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ഹാവ് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് എന്നാണ് ചോദ്യം. പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകണമെങ്കിൽ ആ കോമ്പൗണ്ട് അസിമെട്രിക്കൽ ആയിരിക്കണം. സിമെട്രിക്കൽ ആയിട്ടുള്ള കോമ്പൗണ്ടിൽ എന്തായാലും പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകില്ല. അപ്പോൾ അസിമെട്രിക്കൽ ആയിട്ടുള്ള കോമ്പൗണ്ടുകളിൽ മാത്രമേ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകൂ. ഒന്നാമത്തെ SiF4 ആണ്. SiF4നെ സംബന്ധിച്ച് അത് ടെട്രാഹെഡ്രൽ ഷേപ്പാണ്. അതിൻ്റെ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഇല്ല. ഇത് ടെട്രാഹെഡ്രാണ്. ടെട്രാഹെഡ്രയ്ക്ക് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഇല്ല. ഓക്കെ, ഇതിനകത്ത് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഇല്ല. SF4 അത് T ഷേപ്പല്ലേ വരിക. SF4നെ സംബന്ധിച്ച് T ഷേപ്പ്, T അല്ല, സീസോ വരും അല്ലേ. SF4നെ സംബന്ധിച്ച് 1, 2, 3, 4, 5, 6 ആണ് വരിക. ഇത് SF4 ആണ് വരിക. ഇത് SF4 വരും. SF4 എന്ന് പറഞ്ഞാൽ സീസോ ഷേപ്പാണ്. എന്തായാലും അതിന് സിമ്മട്രി അതിനകത്തില്ല. ഇതിൻ്റെ അത് സിമ്മട്രി ഇല്ല. ഇത് സീസോ ഷേപ്പാണ് വരിക. SF4ൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഇത് SF4ന് സിമ്മട്രി ഇല്ല. ഇപ്പോൾ സിമ്മട്രി ഇല്ലാത്തതുകൊണ്ട് എല്ലാം പരസ്പരം ക്യാൻസലായി പോകില്ലല്ലോ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്. XCF4 സ്ക്വയർ പ്ലെയിനാറാണ് വരുന്നത്. അതും സിമ്മട്രിക്കൽ അറേഞ്ച്മെൻ്റ് ആണ് വരുന്നത്. XCF4ന് സിമ്മട്രി ഉണ്ട്, കാരണം അത് സ്ക്വയർ പ്ലെയിനാറാണ് വരിക. BF3 എന്ന് പറഞ്ഞാൽ ട്രയഗണൽ പ്ലെയിനാറാണ്. അതിനകത്തൊക്കെ സിമ്മട്രി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉള്ളതാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ഹാവ് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുക. അപ്പോൾ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് SF4. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. നെക്സ്റ്റ് വൺ. The major product formed in the dehydrohalogenation reaction of 2-bromopentane is pent2-ene. This product is formed is because of on എന്നാണ് ചോദ്യം. എവിടെയാണ്? 2-bromopentane. 2-bromopentane എന്ന് പറയുമ്പോൾ CH3, CHBr, CH2, CH2, CH3. 1, 2, 3, 4, 5. 2-bromopentane. അതിൻ്റെ അന്ന് ഡീഹൈഡ്രോഹാലജനേഷൻ നടത്തുന്നു. ഡീഹൈഡ്രോഹാലജനേഷൻ നടത്തിയപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദ മേജർ പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ മേജർ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ഡീഹൈഡ്രോഹാലജനേഷൻ എന്ന് പറയുമ്പോൾ ബ്രോമിന് അറ്റാച്ച് ചെയ്ത കാർബണാണ് ആൽഫ കാർബൺ. ആൽഫ കാർബണിലേക്ക് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്ത ആൾക്കാരെയൊക്കെ നമുക്ക് ബീറ്റ കാർബൺ എന്ന് വിളിക്കാൻ പറ്റും. അതിനകത്ത് 2 ഡിഫറൻറ്റ് ബീറ്റ കാർബൺസ് വരുന്നുണ്ട്. അപ്പോൾ 2 ഡിഫറൻറ്റ് ബീറ്റ കാർബൺസ് വരുന്ന സമയത്ത് ഈ ലെഫ്റ്റിലെ ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യണോ, റൈറ്റിലെ ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യണോ എന്നൊരു കോമ്പറ്റീഷൻ അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ മേജർ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന എന്തായാലും റൈറ്റിലെ ബീറ്റ കാർബണിനെ ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ്. കാരണം മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഈസ് എ മേജർ പ്രോഡക്റ്റ് ആണ് നമ്മൾ പഠിക്കുക. മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യം ആലോചിച്ചാൽ മതി. ഒന്നിലധികം ഡിഫറൻറ്റ് ബീറ്റ കാർബണാറ്റവും ബീറ്റ ഹൈഡ്രജനും ഉണ്ടെങ്കിൽ അതിൽ ഹൈഡ്രജൻ്റെ എണ്ണം കുറവുള്ള ബീറ്റ കാർബൺ എന്ന് ഹൈഡ്രജനെ എലിമിനേറ്റ് ചെയ്താൽ മതി. ഈ ലെഫ്റ്റിലെ ബീറ്റ കാർബണിൽ 3 ഹൈഡ്രജൻ ഉണ്ട്, റൈറ്റിലെ ബീറ്റ കാർബണിൽ 2 ഹൈഡ്രജനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ റൈറ്റിലെ ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനെ എലിമിനേറ്റ് ചെയ്യിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH3, CH ഡബിൾ ബോണ്ട്, CH2, CH3 എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. 2-pentene എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുന്ന അക്കോർഡിംഗ് ടു ദ സെയ്റ്റ്സ് ഓഫ് റൂളാണ് അല്ലേ. സെയ്റ്റ്സ് ഓഫ് റൂൾ അനുസരിച്ചാണ് ഈ പ്രോഡക്റ്റ് ഫോർമേഷൻ സംഭവിച്ചിരിക്കുക. മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഈസ് എ മേജർ പ്രോഡക്റ്റ്. ഒന്നിലധികം ഡിഫറൻറ്റ് ബീറ്റ കാർബണും ബീറ്റ ഹൈഡ്രജനും ഉണ്ടെങ്കിൽ അതിൽ ഹൈഡ്രജൻ്റെ എണ്ണം കുറവുള്ള ബീറ്റ കാർബണിൽ നിന്ന് വേണം ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യാൻ. അവിടെ ഡബിൾ ബോണ്ട് വരും. ഇവിടെ ആയിരുന്നെങ്കിൽ ഇങ്ങോട്ട് ഡബിൾ ബോണ്ട് വരും, ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. ഇവിടുന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്താൽ ഡബിൾ ബോണ്ട് വരുന്നു അക്കോർഡിംഗ് ടു ദ സെയ്റ്റ്സ് ഓഫ് റൂൾ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, ഹൺസ് റൂളോ ഹോഫ്മാൻ റൂളൊന്നും അല്ല, ഹക്കൽസ് റൂളും അല്ല. ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. സെയ്റ്റ്സ് ഓഫ് എലിമിനേഷൻ. നെക്സ്റ്റ് വൺ. The correct increasing order of the basic strength for the following compound is ആണ് ചോദ്യം. ബേസിനെ സംബന്ധിച്ച് നമുക്കറിയാം ഈ
NH ഗ്രൂപ്പുകൾക്ക് നൈട്രജനിൽ ലോൺ പെയർ ഇരിപ്പുണ്ട്. ആ ലോൺ പെയറിനെ എത്ര ഫാസ്റ്റായിട്ട് മറ്റൊരാളിലേക്ക് കൊടുക്കാൻ പറ്റുമോ, അഥവാ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന സ്പീഷീസുകളെയാണ് നമ്മൾ ബേസ് എന്ന് വിളിക്കുക, ലൂവീസ് ബേസ്. ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ്സ് ആർ ദ ലൂവീസ് ബേസ്. ഇവിടെ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളുണ്ട്. ഈ നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്, ഈ നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്, ഈ നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്. ഇതിൽ എവിടെ നിന്ന് ഏറ്റവും ഫാസ്റ്റായിട്ട് ആ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുമെന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന നൈട്രജനിൽ നിന്ന് ലോൺ പെയറിന് ഈ ബെൻസീൻ റിങ്ങുമായിട്ട് റെസൊണൻസിൽ പങ്കെടുക്കാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന ലോൺ പെയറിനും ബെൻസീൻ റിങ്ങിലായിട്ട് റെസൊണൻസിൽ പങ്കെടുക്കാൻ പറ്റും. ഇതിനും ബെൻസീൻ റിങ്ങുമായിട്ട് റെസൊണൻസിൽ പങ്കെടുക്കാൻ പറ്റും. റെസൊണൻസിൽ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് അത് ഡൊണേഷന് കാര്യമായിട്ട് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ ഇവരെല്ലാം റെസൊണൻസിൽ പങ്കെടുക്കുമെങ്കിലും ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന CH3 ഗ്രൂപ്പ് ഇലക്ട്രോണെ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇലക്ട്രോണെ ഒരു പുഷ് ചെയ്യുന്ന ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് റെസൊണൻസിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം തന്നെ ഇലക്ട്രോണെ കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പുഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ റെസൊണൻസിൽ പങ്കെടുക്കാനുള്ള സാധ്യത കുറച്ചെങ്കിലും കുറഞ്ഞു പോകും. കാരണം ഇലക്ട്രോണെ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ട്രോൺ ഡെൻസിറ്റി റിങ്ങിലേക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. ചിലപ്പോൾ റെസൊണൻസിൽ പങ്കെടുത്തേക്കാം, എന്നാലും മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് റെസൊണൻസിൽ പങ്കെടുക്കാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നൈട്രജനെ മേലിൽ നിന്ന് ഇലക്ട്രോണെ കുറച്ചും കൂടി ഈസി ആയിട്ട്, ഉള്ളതിൽ ഈ 3 പേരിൽ ഏറ്റവും ഈസി ആയിട്ട് ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നൈട്രജൻ്റെ അകത്തുള്ള ലോൺ പെയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബേസിക് സ്ട്രെങ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് തേർഡ് വണ്ണിലായിരിക്കും. തേർഡ് വൺ. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഫസ്റ്റ് വണ്ണേ വരുള്ളൂ. ഫസ്റ്റ് വണ്ണേ വരും. എന്തുകൊണ്ടെന്നാൽ ഫസ്റ്റ് വണ്ണേ ഈ NO2ൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങോട്ടേക്ക് വിഡ്രോ ചെയ്യപ്പെടാനും അല്ലെങ്കിൽ റെസൊണൻസിൽ പങ്കെടുത്തെത്തുന്ന ഓർ പാരാപൊസിഷനിലെ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ വിഡ്രോ ചെയ്യാൻ NO2 ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഡൊണേഷന് ഇലക്ട്രോൺ പെയർ നൈട്രജൻ്റെ മേളിൽ അത്ര ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഫസ്റ്റ് വണ്ണിലാണ്, ഏറ്റവും കുറവ് വരുന്നത് സെക്കൻഡ് വണ്ണിലാണ്. കാരണം അവിടുത്തെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാ ഉള്ളത്? 2, 1, 3. 2, 1, 3. ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. 2, 1, 3 ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4 എന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. ഏറ്റവും കുറവ് വരുന്ന 2 ആണ്, ദെൻ 1, ഏറ്റവും കൂടുതൽ 3 വരും. യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4 നമുക്ക് കിട്ടും. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത എന്നതാ? അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് കണ്ടെയ്നർ എ ലിക്വിഡ് ഈസ് സ്റ്റിർഡ് വിത്ത് എ പാഡിൽ ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്നാണ് ചോദ്യം. ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് കണ്ടെയ്നറാണ്. അപ്പോൾ ഡെൽറ്റ ഇ ഈക്വൽ ടു W ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലേ? ക്ലോസ്ഡ് കണ്ടെയ്നറാണ്. ഡെൽറ്റ ഇയും ഈക്വൽ ടു W ആണ്. അവർ രണ്ടുപേരും നോട്ട് ഈക്വൽ ടു 0 ആണ്. Q ഈസ് ഈക്വൽ ടു 0 വരും. Q ഈസ് ഈക്വൽ ടു 0 വരും. ഇൻ എ ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് കണ്ടെയ്നറാണ്, ലിക്വിഡ് ആണ്, സ്റ്റിർഡ് വിത്ത് എ പാഡിൽ ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ. ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ടു ദ ഫോളോയിങ് ഈസ് ട്രൂ എന്നാണ് ചോദ്യം. ഡെൽറ്റ ഇ ഈക്വൽ ടു W വരും. രണ്ടുപേരും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. Q ഈസ് ഈക്വൽ ടു 0 വരികയും ചെയ്യും അല്ലേ? സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1 വരും. ഓപ്ഷൻ നമ്പർ 1 ഈസ് എ കറക്റ്റ് ആൻസർ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the enthalpy of element in their standard state are taken as 0. The enthalpy of formation of a compound എന്നാണ് ചോദ്യം. enthalpy of a formation of a compound is always പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ എന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല. കാരണം ഉണ്ടാകുന്ന കോമ്പൗണ്ട് സ്റ്റേബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സോതെർമിക് ആയിരിക്കും. എക്സോതെർമിക് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടാണ് ചിലപ്പോൾ ഫോം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻഡോതെർമിക് കോമ്പൗണ്ട് ഫോർമേഷൻസ് പോസിബിളാണ്. അത്തരം കേസുകൾ അത് പോസിറ്റീവായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുണ്ടാകുന്ന കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റിനെ ആശ്രയിച്ച് മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റൂ. അത് ഓൾവേസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഉണ്ടാകുന്ന കോമ്പൗണ്ടിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സോതെർമിക് ആയിരിക്കും, നെഗറ്റീവ് വാല്യൂ വരും. അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് പോസിറ്റീവ് വാല്യൂ മാത്രമേ വരുള്ളൂ. അത് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ് പറ്റില്ല, ഇറ്റ്സ് ഓൾവേസ് പോസിറ്റീവ് പറ്റില്ല. മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റെബിലിറ്റി ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്. So the correct answer is option number 3, may be positive or negative. Next one, the ratio of Kp by Kc for the reaction എന്നാണ് ചോദ്യം. Kp Kc തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Kp that is equal to Kc into RT raised to delta n എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുക. ഈ ഡെൽറ്റ n എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് ആൻഡ് ഗേഷ്യസ് റിയാക്റ്റൻ്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് ആൻഡ് ഗേഷ്യസ് റിയാക്റ്റൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഡെൽറ്റ എൻ എന്ന് പറയുന്ന ആൾ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡെൽറ്റ എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഡെൽറ്റ എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ്, 1 മോള് കാർബൺ ഡയോക്സൈഡ് 1
മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻ്റ്. ഇവർ രണ്ടുപേരും ഗേഷ്യസ് ഫോമിലുള്ളതാണ്. അപ്പോൾ ഇത് 1 പ്ലസ് 1/2 അല്ലേ. 1 മോൾ കാർബൺ മോണോക്സൈഡും ഹാഫ് മോൾ ഓക്സിജനുമാണ് വരിക. 1 + 1/2 വരും. അപ്പോൾ ഡെൽറ്റ എൻ്റെ വാല്യൂ വരുന്നത് ഡെൽറ്റ എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇത് എത്രയാണ് 2 + 1 3/2 വരും. 1 - 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 എന്ന് വരും. -1/2 അല്ലേ. -1/2 നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദെയർഫോർ Kp ദാറ്റ് ഈസ് ഈക്വൽ ടു Kc × RT റേസ് ടു -1/2 എന്നാണ് വരിക. നമുക്ക് വേണ്ടത് എന്താ Kp/Kc ആണ്. അപ്പോൾ Kc ഇങ്ങോട്ടേക്ക് എടുക്കാം. Kc ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ Kp / Kc ദാറ്റ് ഈസ് ഈക്വൽ ടു RT റേസ് ടു -1/2 എന്ന് നമുക്ക് എഴുതാം. RT റേസ് ടു -1/2. ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. RT റേസ് ടു -1/2. യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. നെക്സ്റ്റ് വൺ. The solubility product of a salt having general formula mx2 in water is 4 × 10⁻⁻12. The concentration of m⁻2+ ion in the aqueous solution of the salt is ആണ് ചോദ്യം. നമുക്ക് തന്നിരിക്കുന്ന സോൾട്ട് mx2 എന്ന് പറഞ്ഞ ഫോർമാറ്റിലുള്ള സോൾട്ടാണ്. mx2 സോൾട്ട് ഈസ് ഇൻ ഈക്വിലിബ്രിയം വിത്ത് m⁻2+ + 2x- ആണ് ഫോം ചെയ്യുക. അതിൻ്റെ സോലിബിലിറ്റി പ്രോഡക്റ്റ് തന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. നമുക്കിതിനെ എസ് എന്നും ഇത് 2 ആയതുകൊണ്ട് നമുക്ക് 2s എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ KSP ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് m2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് x- ൻ്റെ സ്ക്വയർ ആണല്ലോ വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു SA ഇൻറ്റു KSP ഈസ് ഈക്വൽ ടു SA ഇൻറ്റു m2+ന് പകരം എസും x- പകരം 2s വരാം. 2s-ൻ്റെ സ്ക്വയറും വരും. അങ്ങനെയാണെങ്കിൽ KSP ദാറ്റ് ഈസ് ഈക്വൽ ടു 4s³ എന്ന് വരും. ഓക്കെ, നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. KSP ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. KSPയുടെ വാല്യൂ തന്നിരിക്കുന്നത് 4 × 10⁻⁻12 ദാറ്റ് ഈസ് ഈക്വൽ ടു 4s³ എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ s³ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 10⁻⁻12 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഈ 4നെ താഴെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻12 എന്ന് കിട്ടും. s³ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻12 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ s ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻4 എന്ന് കിട്ടും. 10⁻⁻4 എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ദ കോൺസെൻട്രേഷൻ ഓഫ് m2+ അയോൺ ഇൻ ദ അക്വസ് സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ ഓഫ് m2+ അയോൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു s ആണ് അല്ലേ. കാരണം m2+ൻ്റെ കോൺസെൻട്രേഷന് പകരമാണല്ലോ നമ്മൾ s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. കോൺസെൻട്രേഷൻ ഓഫ് m2+ന് പകരമാണല്ലോ നമ്മൾ s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അല്ലേ. അങ്ങനെയാണെങ്കിൽ s ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻4 തന്നെയാണ്. അഥവാ 1 × 10⁻⁻4 എന്ന് എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് m2+ന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തയാൾ s ആണ്. അപ്പോൾ s ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 10⁻⁻4 എന്ന് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും. 1 × 10⁻⁻4. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3, 1 × 10⁻⁻4 മോളാർ. യെസ്, ഓപ്ഷൻ നമ്പർ 3 കറക്റ്റ്. ഓക്കെ, കിട്ടിയില്ലോ അല്ലേ. യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. H2 ആക്ട് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ ഏത് മീഡിയത്തിലാണ് H2 ഓക്സിഡൈസിങ് ഏജൻറ്റ് ആകുക? അസിഡിക് മീഡിയം, ആൽക്കലൈൻ മീഡിയം, അസിഡിക് ആൻഡ് ആൽക്കലൈൻ മീഡിയം, ന്യൂട്രൽ മീഡിയം. ഇതിൽ ഏത് മീഡിയത്തിലാണ് H2 ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുക എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. അസിഡിക്കും ആൽക്കലൈൻ മീഡിയം എല്ലാ മീഡിയത്തിലും ഈ പറഞ്ഞിരിക്കുന്ന H2 ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുക തന്നെ ചെയ്യും. അസിഡിക് മീഡിയം അല്ല, ആൽക്കലൈൻ മീഡിയം തന്നെയല്ല, അസിഡിക് ആൻഡ് ആൽക്കലൈൻ മീഡിയം വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3, അസിഡിക് ആൻഡ് ആൽക്കലൈൻ മീഡിയം. ഓക്കെ, നെക്സ്റ്റ് വൺ. Carboxylic acid have a higher boiling point than aldehydes, ketones and even alcohol of comparable molecular mass. It is due to their എന്നാണ് ചോദ്യം. കാർബോക്സിലിക് ആസിഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് ആൽഡിഹൈഡിനേക്കാളും കീറ്റോണേക്കാളും ആൽക്കഹോളിനേക്കാളും കൂടുതലാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം എന്നാണ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുക. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ മോർ എക്സ്റ്റെൻസീവ് അസോസിയേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് വയ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. Second one, formation of carboxylate ion, formation of carboxylate ion, formation of intramolecular hydrogen bonding, formation of intramolecular hydrogen bonding, formation of intermolecular hydrogen bonding. ഏതാണ് അതിൻ്റെ റീസൺ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. എന്താണ്, എന്തുകൊണ്ടാണ് കാർബോക്സിലിക് ആസിഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് ആൽഡിഹൈഡ്സിനേക്കാളും കീറ്റോൺസിനേക്കാളും ആൽക്കഹോളിനേക്കാളും കൂടുക? അതിൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഇൻറ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്.
ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് അല്ല, ഇൻറ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4 വരും. ഫോർമേഷൻ ഓഫ് ഇൻറ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈൽഡ് ഓൺലി വൺ പ്രോഡക്റ്റ് ഓൺ മോണോബ്രോമിനേഷൻ? മോണോബ്രോമിനേഷൻ്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രമേ തരാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരേ ടൈപ്പ് ഹൈഡ്രജൻ മാത്രമേ കാണാവുള്ളൂ. അതര സ്പീഷ്യസുകളെയാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മോണോബ്രോമിനേഷൻ നടത്തി കഴിഞ്ഞാൽ ഒറ്റ ടൈപ്പ് പ്രോഡക്റ്റ് മാത്രം കിട്ടുക. നിയോപെൻറ്റൈൻ അല്ലേ? നിയോപെൻറ്റൈൻ എന്ന് പറയുമ്പോൾ CH3 C CH3 CH3 CH3. ഇതിൻ്റെ അകത്ത് ഏത് ഹൈഡ്രജനെ മാറ്റിയിട്ട് നമ്മൾ ബ്രോമിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന പ്രോഡക്റ്റ്, ഒരു ബ്രോമിനെ പ്ലേസ് ചെയ്താലും കിട്ടുന്ന പ്രോഡക്റ്റ് സെയിം തന്നെ ആയിരിക്കും അല്ലേ? എന്നാലോചിച്ച് നോക്കിയേ, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഇവിടെ ഒരു ബ്രോമിനെ കൊടുത്തു അല്ലേ? ഇവിടെ ഒരു ബ്രോമിനെ കൊടുത്തു. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് എന്നതാ? ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1 ബ്രോമോ 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ അല്ലേ? 1 ബ്രോമോ 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ ആണല്ലോ. യെസ്. ഇതേ സ്ഥാനത്ത് ഞാൻ ഇവിടുന്ന് ഒരു ഹൈഡ്രജനെയാണ് മാറ്റിയത്. എന്നിട്ട് അവിടെ ബ്രോമിനെ കൊടുത്തു. അപ്പോഴും അതിൻ്റെ പേരെന്ത് തന്നെയാണ്? അപ്പം നമ്പർ ഇങ്ങനെ ഇട്ടോണം, 1 2 3 1 ബ്രോമോ 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. ഓക്കെ, ആദ്യം കിട്ടിയ അതേ പ്രോഡക്റ്റ് തന്നെയാണ്. ഇനി ഇവിടുന്ന് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഞാൻ അവിടെ ബ്രോമിനെ കൊടുത്തു. അപ്പോഴും കിട്ടുന്ന പ്രോഡക്റ്റ് സെയിം തന്നെയല്ലേ? 1 2 3 1 ബ്രോമോ 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. അതേപോലെ ഞാൻ ഇവിടുന്ന് ഒരു ഹൈഡ്രജനെ മാറ്റിയാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ ഞാൻ കൊണ്ടുവന്ന് ഒരു ബ്രോമിനെ പ്ലേസ് ചെയ്തു, ഹൈഡ്രജനെ മാറ്റിയിട്ട്. അപ്പോൾ നമ്പർ ചെയ്യുന്നത് 1 2 3 ആക്കിയാൽ മതി. അപ്പോൾ 1 ബ്രോമോ 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ തന്നെയാണ്, ഒരേ പ്രോഡക്റ്റ് തന്നെയാണ് കിട്ടുക. ഏത് ഹൈഡ്രജനെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് നിങ്ങൾ ബ്രോമിനെ കൊണ്ടുവന്നാലും, ഒരു ബ്രോമിനെ കൊണ്ടുവരാവുള്ളൂ, കാരണം മോണോ ബ്രോമിനേഷൻ എന്ന് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഏത് ഹൈഡ്രജനെ മാറ്റിയിട്ട് നമ്മളവിടെ മോണോ ബ്രോമിനേഷൻ നടത്തിയാലും കിട്ടുന്ന പ്രോഡക്റ്റ് സെയിം തന്നെയായിരിക്കും, ഒറ്റ പ്രോഡക്റ്റ് മാത്രമേ കിട്ടൂ. പക്ഷേ അൻലീൻ ഒന്നും അങ്ങനെയല്ല, കാരണം അൻലീൻ്റെ അതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് കാർബൺ ആറ്റംസ് ഉണ്ട്. കാരണം ഈ CH3 കാർബണും ബെൻസീനിലെ കാർബണും ഒക്കെ ഡിഫറെൻറ്റ് കാർബൺ ആറ്റംസ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടാകാം. ഫിനോളയിലും അങ്ങനെ തന്നെയാണ്. ഫിനോളയിലും ഈ പറഞ്ഞിരിക്കുന്ന ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ തന്നിരിക്കുന്ന ഇവിടെയുള്ള കാർബൺ ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടി അല്ലല്ലോ ഇവിടെയൊക്കെയുള്ള കാർബൺ ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടി വരിക. കാരണം ഇവിടെ ഈ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ആ ഹൈഡ്രജനെ മാറ്റിയിട്ട് ഇവിടുത്തെ ഹൈഡ്രജനെ മാറ്റിയിട്ട് നമ്മൾ ബ്രോമിനെ കൊണ്ടു കഴിഞ്ഞാൽ ഓർത്തോ പൊസിഷനായി. അതേസമയം ഇവിടുത്തെ ഹൈഡ്രജനെ മാറ്റി കഴിഞ്ഞാൽ അത് പാരാ പൊസിഷനായി. രണ്ട് ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകളായി അല്ലേ? ടൊളുവീനയിൽ ഇതേ പ്രശ്നം തന്നെ നിൽക്കുന്നുണ്ട്. ടൊളുവീനയിൽ NS2, ഓക്കെ, അൻലീനയിൽ NS2 വരുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന നമുക്ക് CH3. ഇവിടെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടെങ്കിൽ മോണോ ബ്രോമിനേഷൻ നടത്തിയാൽ നമുക്ക് ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇവിടെയാണെങ്കിൽ നമുക്ക് ആകെ കൂടെ ഒരേ ടൈപ്പ് ഹൈഡ്രജൻ ആറ്റം മാത്രമേ ഉള്ളൂ. ഏത് ഹൈഡ്രജനെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ബ്രോമിൻ കൊണ്ടുവന്നാലും ഒരേ പ്രോഡക്റ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് നിയോപെൻറ്റൈൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ സ്റ്റെബിലിറ്റി ഓഫ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് ഇൻ ദ സീക്വൻസ് ഓഫ് എന്നാണ് ചോദ്യം. +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് ഇൻ ദ സീക്വൻസ് ആണ് അല്ലേ? ധാരാ ഗ്രൂപ്പ് 13 ഗ്രൂപ്പ് 13 ആകുമ്പോഴേ നമ്മുടെ ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ബോറോണ്, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ നമ്പറുകൾ, ഒന്ന് അവരുടെ ഗ്രൂപ്പ് ഓക്സിഡേഷൻ നമ്പർ +3 മറ്റൊന്ന് അവരുടെ +1 അല്ല. ഗ്രൂപ്പ് ഓക്സിഡേഷൻ നമ്പറും ഉണ്ട്, അതുപോലെ തന്നെ 2 യൂണിറ്റ് ലെസ് ദാൻ ദ ഗ്രൂപ്പ് ഓക്സിഡേഷൻ നമ്പറും ഉണ്ട്. ഇതിലേ നമ്മൾ പഠിക്കുന്നുണ്ട് ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നൊരു ഫിനോമിനൻ കാരണം ടോപ്പ് ടു ബോട്ടത്തിൽ ഗ്രൂപ്പ് ഓക്സിഡേഷൻ നമ്പർ കാണിക്കാനുള്ള ടെൻഡൻസി കുറയും. ഇതിനെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന +1 ഓക്സിഡേഷൻ നമ്പർ കാണിക്കാനുള്ള ടെൻഡൻസിയാണ് ചോദ്യം. ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ +1 ഓക്സിഡേഷൻ നമ്പർ പ്രിഫർ ചെയ്യുക. താലിയമാണ് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞാൽ പിന്നീട് ഇൻഡിയമാണ്, അത് കഴിഞ്ഞാൽ ഗാലിയമാണ്, അത് കഴിഞ്ഞാൽ അലുമിനിയമാണ്. ഇതല്ലേ കമ്പാരിസൺ? അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ +1 ഓക്സിഡേഷൻ നമ്പർ പ്രിഫർ ചെയ്യുന്ന ഏറ്റവും താഴെ പ്രസൻറ്റ് ഇരിക്കുന്ന എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ +1 ഓക്സിഡേഷൻ നമ്പർ പ്രിഫർ ചെയ്യുന്ന താലിയം, ദെൻ ഇൻഡിയം, ദെൻ ഗാലിയം, ദെൻ അലുമിനിയം. അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1 വരും.
സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 1 വരും. അലുമിനിയം, ഗാലിയം, ഇൻഡിയം ആൻഡ് താലിയം. അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലി. അലുമിനിയത്തിന് ഏറ്റവും കുറവ്, ദെൻ താലിയത്തിന് ഏറ്റവും കൂടുതൽ ഡ്യൂ ടു ദ ഇനേറ്റ് പെയർ എഫക്റ്റ്. യെസ്. ഇനി ഇൻ ജദാൾസ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ കോപ്പർ സൾഫേറ്റ് ആക്ടസ് എന്നാണ് ചോദ്യം. കോപ്പർ സൾഫേറ്റ് അവിടുത്തെ കാറ്റലിറ്റിക് ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക, അല്ലെ കാറ്റലിസ്റ്റ് അല്ലേ, കാറ്റലിറ്റിക് ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ജദാൾസ് മെത്തേഡിൽ എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ കോപ്പർ സൾഫേറ്റ് ആക്ടസ് കാറ്റലിറ്റിക് ഏജൻ്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1 ആണ്, കാറ്റലിറ്റിക് ഏജൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് എല്ലാ ചാപ്റ്ററിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് എങ്കിലും വീതം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച ടോപ്പിക്കുകളൊക്കെ ഒന്നും കൂടെയൊക്കെ സ്ട്രോങ് ആക്കി മാറ്റുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസറുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇനി ഇതിൻ്റെ അകത്തെ ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഈ ഫോമുലാസ് കൂടുതൽ പഠിക്കും. അതായത് നമ്മുടെ ഇക്വിലിബ്രിയം ചാപ്റ്ററിലൊക്കെ ഈ ബഫർ സൊല്യൂഷൻ്റെയൊക്കെ pH കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോമുലാസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ബഫർ സൊല്യൂഷൻ്റെയൊക്കെ pH കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോമുലാസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സോൾട്ടുകൾ, അതായത് അസിഡിക് സോൾട്ട്, ബേസിക് സോൾട്ട്, അത്തരം സോൾട്ടുകളുടെ pH കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അസിഡിക് സോൾട്ട്, ബേസിക് സോൾട്ട്, അത്തരത്തിലുള്ള സോൾട്ടുകളുടെ pH കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അത് നല്ലതാണ്, ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഞാൻ ഇക്വേഷൻസ് ഒന്ന് എഴുതി തരാമേ, ഒരു സെക്കൻഡേ. ഇതിനകത്ത് ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെച്ചോണേ. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് അസിഡിക് സോൾട്ടിൻ്റെ pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അസിഡിക് സോൾട്ടിൻ്റെ pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് pH ദാറ്റ് ഈസ് ഈക്വൽ ടു 7 - ½ ഇൻറ്റു pKb പ്ലസ് ലോഗ് സി എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചു വെച്ചോണം. 7 - ½ ഇൻറ്റു pKb. അസിഡിക് സോൾട്ടാണ്, അതിൻ്റെ അകത്ത് pKa അല്ല എടുക്കേണ്ടത്, pKb ആണ് എടുക്കേണ്ടത്. ഓക്കെ, pKb അതൊക്കെ തന്നോളൂ, ക്വസ്റ്റ്യൻ തന്നോളൂ. മിക്കവാറും ചിലപ്പോൾ KB തരുള്ളൂ. KB തന്നിട്ട് pKb കണ്ടുപിടിക്കാൻ മൈനസ് ലോഗ് KB എടുത്താൽ മതി. സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ടാണ്. അതേസമയം ബേസിക് സോൾട്ട് ആണെങ്കിൽ അതിൻ്റെ pH ഡയറക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ pH ദാറ്റ് ഈസ് ഈക്വൽ ടു 7 + ½ ഇൻറ്റു pKa പ്ലസ് ലോഗ് സി എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യണം. ബേസിക് സോൾട്ടിൻ്റെ കേസിൽ 7+ ആണ് വരും, കാരണം pH ബേസ് ആകുമ്പോൾ >7 വരും. അപ്പോൾ 7 + ½ ഇൻറ്റു pKa പ്ലസ് ലോഗ് സി എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം. അസിഡിക് സോൾട്ട്, ബേസിക് സോൾട്ട്. പിന്നെ ഇനി വീക്ക് ആസിഡ് വീക്ക് ബേസ് സോൾട്ട് ആണെങ്കിൽ, വീക്ക് ആസിഡ് വീക്ക് ബേസും തമ്മിൽ മിക്സ് ചെയ്തുണ്ടാകുന്ന സോൾട്ട് ആണെങ്കിൽ pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 7 + ½ ഇൻറ്റു pKa മൈനസ് pKb എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. ആ ഇക്വേഷൻ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്നാമത്തെ അസിഡിക് സോൾട്ടിൻ്റെ pH കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചോണം. അടുത്തത് എന്താണ്, അസിഡിക് സോൾട്ടിൻ്റെ pH കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, ബേസിക് സോൾട്ടിൻ്റെ pH കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, വീക്ക് ആസിഡ് വീക്ക് ബേസ് സോൾട്ടിൻ്റെ pH കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി അതുപോലെ വേറൊരു കാര്യമാണ് ഈ ബഫർ സൊല്യൂഷന്. അസിഡിക് ബഫർ ആണെങ്കിൽ, ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അസിഡിക് ബഫർ ആണെങ്കിൽ
അസിഡിക് ബഫർ ഉണ്ടാണെങ്കിൽ വീക്ക് ആസിഡും അതേ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടാകുന്ന സോൾട്ടും കൂടെ മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ അത് ബഫർ ആവൂ. അസിഡിക് ബഫറാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അസിഡിക് ബഫറിൻ്റെ കേസിൽ നമുക്ക് പി എച്ച് ഡയറക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു pKa പ്ലസ് എ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട്. ഒരു സോൾട്ടും ആസിഡും കൂടെ മിക്സ് ചെയ്തിട്ടാണല്ലോ ബഫർ ഉണ്ടാക്കുക, വീക്ക് ആസിഡും അതിൻ്റെ സോൾട്ടും. ആ സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ചെയ്താൽ മതി. ഇതാണ് അസിഡിക് ബഫറിൻ്റെ പി എച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അത് നോട്ട് ചെയ്തോണം. അതുപോലെ ഇനി ബേസിക് ബഫറിൻ്റെ പി എച്ച് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, POS കണ്ടുപിടിക്കാൻ പറ്റും. POS ദാറ്റ് ഈസ് ഈക്വൽ ടു PKB പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബേസ് എന്ന് പറയുന്ന ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകുന്നത് നല്ലതാണ്. POS കിട്ടിക്കഴിഞ്ഞാൽ 14 മൈനസ് POS വെച്ചിട്ട് നമുക്ക് പി എച്ചിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനൊരു ചാൻസ് കാണുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നല്ലതാണ്. ഇനി എന്തോ ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടല്ലോ, മാർക്കോനിക്കോസ് റൂൾ. ഓക്കെ, നമുക്കത് ഏത് ക്വസ്റ്റൻ ആയിരുന്നു? മാർക്കോനിക്കോസ് റൂൾ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ ഒന്നുകൂടെ ചെയ്യാം. ഇത് മിക്കവാറും മാർക്കോനിക്കോസ് റൂൾ നോക്കാം. ദ പ്രോഡക്റ്റ് ഫോംഡ് ബൈ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ഓഫ് 2-ഫിനൈൽ പ്രൊപ്പീൻ എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് 2-ഫിനൈൽ പ്രൊപ്പീൻ എന്ന് പറയുമ്പോൾ CH3C ഫിനൈൽ ഗ്രൂപ്പുണ്ട്, CH ഡബിൾ ബോണ്ട് 1 2 ഓക്കെ ഡബിൾ ബോണ്ട്. അപ്പം നമുക്ക് ഡബിൾ ബോണ്ട് CH2 വരും. ഇതല്ലേ 2-ഫിനൈൽ പ്രൊപ്പീൻ. അതിൻ്റെ അത് പ്രോഡക്റ്റ് ഫോംഡ് ബൈ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആണ്. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആകുമ്പോൾ നമ്മുടെ മാർക്കോനിക്കോസ് അഡീഷൻ നടത്തിയാൽ മതി, ആൻറ്റി മാർക്കോനിക്കോസ് വേണ്ട. മാർക്കോനിക്കോസ് അഡീഷൻ അനുസരിച്ചാണെങ്കിൽ അതിൻ്റെ അകത്ത് H+OH- ആണ് വരുന്നത്, H+OH- ആണ് വരുന്നത്. അതിനകത്ത് നെഗറ്റീവ് പാർട്ടീസ് ആഡഡ് ടു ദ കാർബൺ കണ്ടെയ്നിങ് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ്. അപ്പോൾ നെഗറ്റീവ് പാർട്ടീസ് ആഡഡ് ടു ദ കാർബൺ കണ്ടെയ്നിങ് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം, പോസിറ്റീവ് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH3C. ഇവിടെയാണ് നമ്മുടെ ആര് വരിക? OH വരിക. ദെൻ ഇവിടെ ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ആര് വരും? CH3 വരും. യെസ്, ഇതാണ് പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ 2-ഫിനൈൽ 2-പ്രൊപ്പനോൾ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. 2-ഫിനൈൽ 2-പ്രൊപ്പനോൾ വരും. മാർക്കോനിക്കോസ് അഡീഷൻ തന്നെ, അതിനകത്ത് ആൻറ്റി മാർക്കോനിക്കോസ് വേണ്ട. ഓക്കെ, മാർക്കോനിക്കോസ് അഡീഷൻ മതി കേട്ടോ, മാർക്കോനിക്കോസ് അഡീഷൻ മതി. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ നമ്പർ 3 എടുത്താൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആ ഇക്വിലിബ്രിയത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ആ ഇക്വേഷൻസേ, കാരണം നമുക്ക് ഈ JEEയുടെയൊക്കെ എക്സാംസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, JEE മെയിൻ്റെ ഒക്കെ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അവിടെയൊക്കെ അത്തരം ഇക്വേഷൻസിൻ്റെ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്തിട്ട് പോകുന്നത് നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇനിയുള്ള സമയങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് പരമാവധി നോക്കുക, പഠിച്ച ഏരിയാസൊക്കെ ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കുക. അപ്പോൾ എന്തായാലും വരുന്ന നീറ്റ് എക്സാമിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഞാൻ എല്ലാ വിഷയസും അഡ്വാൻസ് ആയിട്ട് നേരെയാണ്. നല്ല മാർക്കുകൾ കിട്ടട്ടെ, നല്ല അഡ്മിഷൻസ് കിട്ടട്ടെ. എന്തായാലും കാണാൻ പറ്റില്ല, ഒത്തിരി സന്തോഷം. അപ്പം നമുക്ക് ഇതും കൊണ്ട് നമുക്ക് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.